ഇപ്പൊ ഉണ്ടായിരുന്നു, ഇപ്പൊ കുറച്ച് നേരത്തെ കൂടെ ഉണ്ടായിരുന്നല്ലോ മൂപ്പര്. അവിടെ ഇവിടെ ഉണ്ട്. പകരം മറ്റേത് പറയണതാ, അത് നമുക്ക് വേണ്ട അല്ലേ? ഇവിടെ പകരം അല്ലെങ്കിൽ അവിടെ നിൽക്കട്ടെ തൽക്കാലം. ഇൻഷാ അല്ലാഹ് നമുക്ക് അതിന് ശേഷം ഞാനതിങ്ങനെ കേൾപ്പിക്കുമ്പോൾ ഞാൻ പകരനെ കണ്ടുപിടിച്ചോളൂ. ഞങ്ങൾക്ക് ഇവിടെ എടുത്തു വെച്ചിരിക്കും. അത് എവിടെ എടുത്തു വെച്ചത് ഇപ്പൊ എവിടെയാണ്? പകരം അത് മൊത്തം ഇങ്ങോട്ട് ഇട്ടുകയാണ്. അതേതായാലും ഞാൻ കൽപ്പിച്ചുതരാം. അതിന്റെ മുമ്പ് നമുക്ക് പൊന്മള ഉസ്താദ് തന്നെ ആയിക്കോട്ടെ അല്ലേ? പൊന്മള ഉസ്താദ് ആദ്യമായിട്ട് പൊന്മള ഉസ്താദ് പറയുന്ന നമ്മളെ ഒരാളെ ഔലിയാക്കി അദ്ദേഹത്തെ ഔലാക്കി മാറ്റുന്ന ഏർപ്പാടുകൾ എങ്ങനെയാണ്? ഒരാളെ പെട്ടെന്ന് ഒരു ഔലിയാക്കാനും കഴിയും, അതിനൊരു യു കണ്ട് ഒഴിവാക്കിയിട്ട് ഔലാക്കാനും കഴിയും. വളരെ വേഗം ഇതുപോലെ പുതിയ ഒരു യുവിന്റെ വ്യത്യാസമുള്ള ഔലു ഔലിയും തമ്മിൽ ഔലു അല്ലേ? ഔലു ഔലിയും തമ്മിൽ ഒരു യുവിന്റെ വ്യത്യാസമുള്ളൂ എന്നവർ വിശ്വസിക്കണം. അല്ലെ യുണ്ട് ഊരിയ ആളാണ് ഇല്ലാതെയാവും അല്ലെ? യുവാണ് ഫിറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ആൾ ഔലിയാവും. ഇൻഷാ അല്ലാഹ് ഇവരെ എങ്ങനെയാണ് ഔലിയാക്കൾ ഉണ്ടാക്കണതും ഔലിയാക്കൾ ഒഴിവാക്കണമെന്ന് കേൾക്കാം. SSF മുട്ടിപ്പടി നിങ്ങൾ ചുരുക്കൊന്നും വേണ്ട, നിങ്ങളെ ഗതികേടാണത്. ഇൻഷാ അല്ലാഹ് കേട്ടോളൂ. എന്താ ചെയ്യാ? ഓപ്പൺ വിത്തല്ലേ മറന്നു എന്നറിയാം. നമ്മൾ തന്നെ പണ്ട് ഒരാൾക്ക് ഒഴിവില്ലാതെ കൊടുക്കണം. പിന്നെ ആരും നമ്മളൊന്ന് വേദനയുണ്ടാവും. നമ്മൾ കൊടുത്താൽ ഞാൻ കൊടുത്തല്ല, നമ്മൾ തന്നെ പണ്ട് ഒരാൾക്ക് ഒഴിവില്ലാതെ കൊടുക്കണം. പിന്നെ ആരും നമ്മളൊന്ന് വേദനയുണ്ടാവും. നമ്മളെന്നെ പണ്ടൊരു കൂട്ടർക്കേ നമ്മളെന്നെ പണ്ടൊരു കൂട്ടർക്ക് ഒലിയുള്ളതായി കൊടുത്തിരുന്നു. പിന്നെന്തായി? മൂപ്പരനെ ചോദിക്കും, ഞങ്ങളൊന്ന് കേൾക്കട്ടെ. നമ്മൾ കൊടുത്താൽ ഞാൻ കൊടുത്തല്ല, നമ്മൾ തന്നെ പണ്ട് ഒരാൾക്ക് ഒഴിവില്ലാതെ കൊടുക്കണം. പിന്നെ ആരും നമ്മളൊന്ന് വേദനയുണ്ടാവും. നമ്മൾ കൊടുത്താൽ ഞാൻ കൊടുത്തല്ല. നിങ്ങളാർക്കാ കൊടുക്കുക? നിങ്ങൾ ആരും അംഗീകരിക്കില്ല. അത് വേറെ കഥ. ഞാൻ കൊടുത്തല്ല എന്നാ മൂപ്പരെല്ലാരും ഇങ്ങനെ ഔലിയാക്കളായി അംഗീകരിക്കാന്നാ. നിങ്ങൾ കൊടുത്തതല്ല, അത് മനസ്സിലായി. ആര് കൊടുത്താലും കുഴപ്പമില്ല. ഒഴിവില്ലാതെ പോയി ഒരു പറഞ്ഞാൽ മുച്ചു ഒലിയുള്ളായി പറഞ്ഞാൽ വിശ്വസിപ്പിച്ചു. ഇയാൾ പേര് പറയില്ലേ? ആളെ മനസ്സിലായോ? നമ്മൾ പണ്ടൊരാൾക്ക് ഒലിയുള്ളായി കൊടുത്തിരുന്നു. പിന്നെ ആളോടെ പോയി. അയാൾ ഞമ്മക്ക് എതിരെ പറഞ്ഞു. എതിരെ പറഞ്ഞപ്പോ ആളോടെ പോയി. ഇപ്പൊ ആളെ നമ്മൾ പേര് പറയില്ല, കാരണം ആൾ മരിച്ചു പോയിക്കണു. എന്നാൽ ഇയാൾ പേര് പറയില്ല കേട്ടോ, നോക്കിക്കോളി. മൂപ്പര് ഭയങ്കര ശുദ്ധനാണ്. മരിച്ച ആൾക്കാരെ പിന്നെ ഒരു കുറ്റവും പറയില്ല കേട്ടോളി. ഒരു പറഞ്ഞാൽ മുച്ചു ഒലിയുള്ളായി പറഞ്ഞാൽ വിശ്വസിപ്പിച്ചു. അള്ളാഹു പുറത്തു നോക്കട്ടെ. കാപ്പനാട് ജീവൻ പേര് പറയണ്ട കേട്ടോ, പേര് പറയണ്ട. അള്ളാഹു പുറത്തു നോക്കട്ടെ. ചാപ്പനങ്ങാടി വീരാൻകുട്ടി വലിയ പേര് പറയണ്ട കേട്ടോ. പേര് നമ്മൾ പറയണ്ട. ആള് മരിച്ചു പോയിക്കണു. പേര് പറയാൻ പറ്റൂല, കാരണം ആള് മരിച്ചു പോയിക്കണു അല്ലേ? ചാപ്പനങ്ങാടി വീരാൻകുട്ടി വലിയ കേട്ടോളൂ. നോട്ടീസിലൊക്കെ ഒലിയുള്ളാഹു ഫുലാൻ, ആ ഒലിയുള്ളാഹിനോട് പോയി ഇത് പറഞ്ഞാൽ മുച്ചു. നമ്മളെ നാടന്മാരാ കൊടുക്കാം. ഒലിയുള്ളാഹു ഫുലാൻ, ആ ഒലിയുള്ളാഹിനോട് പോയി ഇത് പറഞ്ഞാൽ മുച്ചു. ഒലിയുള്ളാഹി പറഞ്ഞാൽ വിശ്വസിപ്പിച്ചു. അള്ളാഹു പുറത്തു നോക്കട്ടെ. കാപ്പനാട് ജീവൻ ഒലിയുള്ളാന്ന് പറഞ്ഞാൽ എത്ര കുട്ടി ഘോഷിച്ചു. അവരുടെ നാവ് കൂടുമ്പെല്ലാം വന്നുപോയി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മള് ഏതല്ല പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട. ഒലിയുള്ളായി നിങ്ങളുടെ ഇട്ട് കൊടുക്കാൻ നിൽക്കണം. ഇതൊക്കെ നമ്മളാണ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞായി അത് അല്ലാത്തേതായി വിഭ്രത്തേക്ക് കുട്ടിപ്പറച്ചു. നമ്മളെ തന്നെ പണ്ട് ഒരാൾക്ക് ഒലിയുള്ളായി കൊടുക്കണം. പിന്നെ അയാൾ നമ്മളെ വേദനയുണ്ടായി. പിന്നെ അയാൾ നമ്മളിത് പോയപ്പോ പിന്നെന്തായി? പിന്നെ അയാൾ ആകെ മോശമായില്ലേ? നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമ്മളൊരാൾക്കാർ വലിയുള്ളായി കൊടുക്കും. പിന്നെ അയാൾ നമ്മളിൽ പോവും. നമ്മളിത് പോയ പിന്നെന്തായി? എന്തോ ഒരു കഷ്ടം അല്ലേ? ആ ഒലിയുള്ളാഹിനോട് പോയി
ഇവര് പറഞ്ഞാൽ വെച്ചു വലിയുള്ളായി പറഞ്ഞാൽ വിശ്വസിപ്പിച്ചു. അല്ലാതെ പുറത്തു നോക്കട്ടെ, കാക്കനാട് വീരാനൊക്കെ നഷ്ടം. വലിയുള്ള എന്ന് പറഞ്ഞാൽ എത്ര കുട്ടിയോഷിച്ചു. പിന്നെ അവരുടെ നാവുക്കൂടെ എന്തെല്ലാം വന്നുപോയി. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മൾ ഏതല്ല പറയുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യാൻ നിൽക്കണ്ട, വലിയുള്ളായി നിങ്ങൾ കൈക്കിലെടുക്കാൻ നിൽക്കണ്ട. ഇതൊക്കെ നമ്മളാണ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഞാൻ നേരത്തെ പറഞ്ഞാൽ അത് വല്ലാത്തേതായിപ്പോയി. കുട്ടിപ്പറിച്ചു. അപ്പൊ നമ്മളെ തന്നെ പണ്ടിൽ ഒരാൾക്ക് വലിയുള്ളായി കൊടുക്കണം. പിന്നെ അതിന് നമ്മളെന്ന് വ്യാപുണ്ടായി നമ്മൾ പോയത് പിന്നെ എന്തായി എന്തെങ്കിലൊന്നും ഉണ്ടായിരിക്കണു. അയാൾ പിന്നെ നമ്മളിന്ന് പോയപ്പോ പിന്നെ എന്തായി? നിങ്ങളോടല്ലേ ചോദിക്കണത് എന്താ SSF മുട്ടിപ്പടി? നിങ്ങൾ പറയുന്ന ആയിക്കോട്ടെ, എന്തായി? വെറുതെ കൈ റൈസാൻഡ് ചെയ്തിക്കണം. പിന്നെ എന്തായി മൂപ്പര് ആലോചിച്ചാണ്, എന്തെങ്കിലും ഒന്ന് ആക്കണല്ലോ. പിന്നെ മൂപ്പര് ഒന്നും അല്ലാതെയായി. നമ്മളിതാണ് പോയാൽ നമ്മളെ സംഘടനക്കെതിരെ നിങ്ങളേക്ക് ഒരു തെറ്റുണ്ട് കുട്ടികളെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. ആ ചെമ്പോട് മാറ്റിക്കളി കെട്ടില്ലേ എന്ന് പറഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. പിന്നെ അയാൾ ഒന്നിനും പറ്റൂല. പക്ഷെ പൊന്മള ഉസ്താദ് പറഞ്ഞ വേറെന്തൊക്കെ ഉണ്ട്. ഇനിയിപ്പോ വടകര മുഹമ്മദ് ഹാജി ഇവരൊക്കെ പാടെ വന്നിരുന്നാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അതും പൊന്മള ഉസ്താദിനെ പറയുന്നുണ്ട്. അത് കേട്ടങ്ങൾ അന്തം വിടും. വടകര മുഹമ്മദ് ഹാജി ഉസ്താദും അങ്ങനെ അതുപോലെയുള്ള പല മഹാന്മാരും വന്നിരുന്ന ആൾക്കാർ കുറെ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ആ ആൾക്കാരെ കൊണ്ട് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടുണ്ടോ? ആ ആൾക്കാരെ കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. അങ്ങനത്തെ ആൾക്കാർ പല ആൾക്കാരെ സദസ്സിലും വന്നിരുന്നിട്ട് ഓലെ ഒന്നും ഒരിക്കൊന്നൊരു മഹത്വമല്ല, അതൊക്കെ അവരെ പറ്റിച്ചു കൊടുത്തിരുത്തുന്നതാണ് എന്ന് കാന്തപുരത്തെ സൂചിപ്പിച്ചിട്ടാണോ എനിക്കറിയില്ല മൂപ്പര് ഈ പ്രസംഗത്തിൽ തന്നെ മൂപ്പര് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് പിന്നൊരു ദിവസം നമുക്ക് കേൾപ്പിക്കാം. അതിന് മുമ്പ് ഒന്ന് രണ്ടാൾക്കാരെയും കൂടി ഔലിയാക്കളാക്കി ഇല്ലാതാക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി ഇവർ വലിയ ഔലിയാക്കളാക്കി കൊടുക്കുന്ന മറ്റൊരാളെ കുറിച്ചിട്ട് അവർക്കെതിരെ ഇദ്ദേഹം പിന്നെ ഒരു കാര്യം പറഞ്ഞപ്പോ എന്തായി നമുക്ക് നോക്കണോ? ആർക്കും ഒരു താല്പര്യമില്ല എന്നുണ്ട്. ഈ വിഷയമില്ല, താല്പര്യമില്ല. ഒക്കെ ആൾക്കാർക്ക് മുടി മാത്രമേ ഉള്ളൂ. ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. ഇവിടെയാണ് ഇവർക്ക് പേച്ചിക്കണത്. ഇവിടുന്ന് അങ്ങോട്ടാണ് പോയത്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ നമ്മളിൽ വരുന്ന വീഴ്ചകളാണ്. ഈ വീഴ്ചകളെ കൊണ്ടാണ് എന്ത് വരുന്നത്? ഇനി അതിൽപ്പെട്ട മറ്റൊന്നാണ്, അങ്ങനെ വിലായത്ത് അവരോധിക്കപ്പെട്ട ആള് സ്വപ്നം മുഖേന അല്ലെങ്കിൽ ഇൽഹാം മുഖേന കാര്യങ്ങൾ പറയാണ് എന്ന ജനങ്ങൾക്കുള്ള വസ്തു. അപ്പൊ അയാൾ എന്ത് കാര്യം പറഞ്ഞാൽ ഇൽഹാം, അല്ലെങ്കിൽ അയാൾ സ്വപ്നം കണ്ടയാളെ വരും. ഞാൻ അങ്ങനെ സ്വപ്നത്തെ കണ്ടു, അവിടെ കാൽമ കണ്ടിട്ടുകൊണ്ട് ചെയ്തിട്ടുണ്ടായി. കാലിനൊരു ചെമ്പിന്റെ കണ്ടിട്ടുകൊണ്ട് ചെയ്തു. അയാൾ വന്നപ്പോ കൂടെ ഞാൻ പറഞ്ഞോ എന്ത് അയാൾക്ക് വല്ല പിരാന്തുണ്ടായിണ്ടായി ഇടക്ക്. അപ്പൊ അതിന് ചങ്ങൽക്കിടാൻ സൗകര്യത്തിന് കണ്ടിട്ടാവും. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഇന്നോടൊരാൾ അതുകൊണ്ട് പറഞ്ഞു, നമ്മുടെ മറ്റേ ഉസ്താദില്ലേ ഉസ്താദ്, ആ ഉസ്താദ് ഏതിനെ പറഞ്ഞ അയ്യായ ഉസ്താദ് പറഞ്ഞ ഉസ്താദ്, അയ്യായ അറിവുസലിന്റെ തിരൂരിന്റെ അടുത്ത് അതറിയില്ലേ, അവിടെ ഒരു ഉസ്താദുണ്ട്. അയാൾ വന്നപ്പോ നമ്മളെല്ലാരും കൂടിയിട്ട് ഞാനവിടെ ഉസ്മാനാക്കി എன்ற അയാളെ കല്യാണത്തിന് വന്നു. ഞാൻ കല്യാണത്തിൽ വന്നപ്പോ അവിടെ നമ്മുടെ അബ്ദുറഹ്മാൻ മുസ്ലിം, കൊട്ടപ്പുറ അബ്ദുറഹ്മാൻ മുസ്ലിം, മൂപ്പരെ ദർശന കുട്ടികളും കുട്ടികളുണ്ട്, എല്ലാവരും. ഞാൻ ചെന്ന ദിവസം ബഹുമാനപ്പെട്ട വൈകിട്ട് ബാബുസ്താദ്, അങ്ങനെ ബാബുസ്താദ് കിടക്കും. അതിന്റെ പുറത്ത് ഞാനിരിക്കണം, അതിന്റെ അങ്ങേപ്പുറത്ത് പിന്നെ അബ്രഹ്മോദി ഇരിക്കണം. അങ്ങനെ ഞങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോ ഈ പറഞ്ഞ ഷെയ്ഖ് വന്നു. കാലിന്റെ കണ്ടിട്ടാണ് ഇയാൾ വന്നു. ഇയാൾ വന്നപ്പോ ഒന്നായിട്ട് ശാസ്ത്രമൊക്കെ എഴുന്നേറ്റുന്നു. ഞാൻ നന്ദിയിൽ എന്ത് വിഭവങ്ങൾ പോകുന്നത് ഹക്ക് വരിക. വൈരത്തൂര് ബാവുസ്ലിയാറൊക്കെ നീച്ചെന്നപ്പോൾ മൂപ്പര് നിന്നില്ല. മൂപ്പരെ കിബ്ര നിങ്ങൾ കൂട്ടിക്കോളി, ആള് കിബ്രാണല്ലോ, കൂട്ടിക്കോളി. ഞാൻ നന്ദില്ല ബാബുവിനും ഞങ്ങളെല്ലാം കൂടി ഇരിക്കുമ്പോ ഈ പറഞ്ഞ ഷെയ്ഖ് വന്നു. കാലിന്റെ കണ്ടിട്ടാണ് ഇയാൾ വന്നു. ഇയാൾ വന്നപ്പോ ഒന്നായിട്ട് ശാസ്ത്രമൊക്കെ എഴുന്നേറ്റുന്നു. ഞാൻ നന്ദിയിൽ എന്ത് വിഭവങ്ങൾ പോകുന്നത് ഹക്ക് വരിക. ഞാൻ നന്ദില്ല ബാബുവിനും നീക്കാൻ വയ്ക്കാനൊക്കെ കുടിക്കാണ്.
ബഹുമാനപ്പെട്ട ബാവുസ്ഥാൻ നല്ല എത്ര നില ആ കൂടെ കൂട്ടറില്ലെങ്കിൽ ഒലിയുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ബാവുസ്ഥാൻ. ഞാൻ വിശ്വസിക്കുന്നു ആ കൂടിയ കൂട്ടത്തിൽ വലിയ ആരാണ് ബാവുസ്ഥാൻ. ബാവ വലിയൊരു വലിയല്ലേ? കാരണം മൂപ്പര ഓല കൂട്ടത്തിലാണ്. പോയാലാണ് ആ യൂര അല്ലേ? പോയാലാണ് ഔലിയത്തെ യൂര, പിന്നെ ഔലാവും. ബാവോലിയൊരു ആരാണ്? വലിയാണ്. അത് മൂപ്പർക്ക് ബോധ്യപ്പെട്ടുകൂടാ. നേരെ അള്ള മൂപ്പരോട് പറയും എന്താ വർത്താനം അല്ലേ? അപ്പൊ ഔലിയാക്കൾ ഉണ്ടാക്കൽ പോലാണ് അല്ലേ? എന്ത് കൊടുക്കാനാണ്? എന്തിനെ കൊടുക്കാനും അതെടുപ്പാനും. എങ്ങനെയാണ് ആ മറ്റേ മുഹദ്ദീൻ ശൈഖിന്റെ വൈത്ത് എങ്ങനെ? നിലയെ കൊടുപ്പാനും അല്ലേ? അതിനൊക്കെ അധികാരമുള്ള ഇയാളാണ് അല്ലേ? കേട്ടോളി മൂപ്പര വർത്താനം. ഇയാൾ വന്നപ്പോ ഒന്നായിട്ട് ശ്വാസമൊക്കെ എഴുന്നേറ്റുണ്ട്. ഞാൻ നിന്നില്ല എന്ത് വിഭവങ്ങൾക്ക് പോയി ഇങ്ങനെ ഹക്ക് പറയാം. ഞാൻ നിന്നില്ല. ബാബുവിനും നീക്കാതിരിക്കാനൊക്കെ പൊടിമിച്ച് പിടിക്കാനും നോക്കുന്നു. ബഹുമാനപ്പെട്ട ബാവുസ്ഥാൻ നല്ല എത്ര നില ആ കൂടെ കൂട്ടറില്ലെങ്കിൽ ഒലിയുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട ബാവുസ്ഥാൻ. ഞാൻ വിശ്വസിക്കുന്നു ആ കൂടിയ കൂട്ടത്തിൽ വലിയ ആരാണ് ബാവുസ്ഥാൻ. ഇൽമാലും അമലാലും മുഖലാസാലും. അതിന് മുഖലാസുണ്ടല്ലോ അത് കണ്ടെന്ന് വെച്ചത്. അങ്ങനെ അപ്പൊ അയാൾക്കും മനസ്സിലായി അയാൾ ആ തട്ടിപ്പിടിക്കാറില്ലല്ലോ. ശരിക്കും ഇതൊരു തരം മുജാഹിദ് വാദാണല്ലോ അല്ലേ? അല്ലേ സുഹൃത്തുക്കളെ? ഇതൊരു തരം മുജാഹിദ് വാദാണല്ലോ. അതായത് നമ്മളൊക്കെ ഔലിയാക്കളാണ് എന്നൊരു വാദം മുജാഹിദാണല്ലോ. അതിങ്ങനെ അത്യാവശ്യം ഇൽമും അമലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ തന്നെയാണ് ഔലിയാക്കൾ എന്ന വാദം സത്യത്തിൽ മുജാഹിദിന്റെ വാദമാണ്. ഇയാൾ സത്യത്തിൽ എന്താണ്? നമ്മളാരും കേൾക്കണ്ട. ഇയാൾ സംഭവം അതായോ എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലാണില്ല. നമ്മൾ പറയുന്നില്ല. ഏതായാലും നിങ്ങൾ ആലോചിച്ചു ഇയാളെ എല്ലോ ഈ പ്രയോഗങ്ങൾ മുഴുവൻ രണ്ടക്ഷരം അറിഞ്ഞവനൊക്കെ ഔലിയാണ്. നീ കേട്ടോളി. നേരെ നിന്റെ കയ്യിൽ അപ്പൊ ആരാവില്ലേ അയ്യ അയാൾ നേരെ എന്റെ കയ്യിൽ ഞാൻ കഥാനോടില്ല. അപ്പൊ അമലാലും മുഖലാസാലും. അതിന് മുഖലാസുണ്ടല്ലോ അത് കണ്ടെന്ന്. അങ്ങനെ അപ്പൊ അയാൾക്കും മനസ്സിലായി അയാൾ ആ തട്ടിപ്പിടിക്കാറില്ലല്ലോ. അയാൾ നേരെ നിന്റെ കയ്യോട് കയ്യിൽ അപ്പൊ ആരാവില്ലേ അയ്യ ആരൗലിയ? മൂപ്പര ഔലിയാണ്. നിങ്ങൾ എന്താ മനസ്സിലാക്കിക്കണത്? ആരാ ഔലിയ? മൂപ്പരേ. നല്ല ഔല തന്നെയാണ്. ഔലും കഞ്ഞിയാണ്. അയാൾ നേരെ ഞാൻ കഥാനോടില്ല. ഞാൻ വിശ്വസിക്കുന്നു ആ കൂടിയ കൂട്ടത്തിൽ വലിയ ആരാണ് ബാവുസ്ഥാൻ. ഇൽമാലും അമലാലും മുഖലാസാലും. അതിന് മുഖലാസുണ്ടല്ലോ അത് കണ്ടെന്ന് വെച്ചത്. അങ്ങനെ അപ്പൊ അയാൾക്കും മനസ്സിലായി അയാൾ ആ തട്ടിപ്പിടിക്കാറില്ലല്ലോ. അയാൾ നേരെ നിന്റെ കയ്യോട് കയ്യിൽ അപ്പൊ ആരാവില്ലേ അയ്യ അയാൾ നേരെ എന്റെ കയ്യോട് ഞാൻ കഥാനോടില്ല. അപ്പൊ അയാൾ ഒന്നും കേൾക്കാതെ എന്റെ കൈ പിടിച്ച് മുട്ടിന്ന് വെച്ചാൽ മറ്റവരൊക്കെ കൈ പിടിച്ച് മുറ്റിയൊന്നുമില്ല. അങ്ങനെ അയാൾ പോയി അയാൾക്ക് ദുർഗുണ്ടായത് പോയി. ഞാൻ ചോദിച്ചു നിങ്ങളില്ല അയാളെ കഴിച്ചു. അയാളെ കാൽമ കണ്ടുണ്ടായിച്ച് അതല്ല ഉസ്താദിനെക്കാൾ അയാൾ തിരുമന്തിന് ചോദിച്ചു. അതല്ല അയാൾ ചെയ്തായിട്ട് എന്ത് മാനദണ്ഡം വെച്ചാ ഉസ്താദൊക്കെ എഴുന്നേറ്റുന്നത്? ഉസ്താദ് എഴുന്നേറ്റുന്നിടത്തിപ്പോ ഇവിടെ നാടന്മാർ തോന്നില്ല. അതായത് ഒരാളെ ബഹുമാനിക്കണമെങ്കിൽ ഒന്നുമില്ലെങ്കിൽ അയാൾ സയ്യിദാണ് എന്ന് പറയണം. എന്നാ പിന്നെ അയാളെ ബഹുമാനിക്കാം. അല്ലെങ്കിൽ അയാൾക്ക് ഇൽമുണ്ടാകണം, അയാൾ ആലിമാകണം. അല്ലാതെ എന്ത് മാനദണ്ഡാണ് ഈ മനുഷ്യൻ ചോദിക്കുകയാണ്. അപ്പൊ ഒരാൾ ഇൽമുണ്ടെങ്കിൽ അയാൾ സയ്യിദ്, അയാൾ വലിയാണെന്ന് പറയാം. മൂപ്പര് ഭയങ്കര ആലിമല്ലേ അല്ലേ? അല്ലാലിമുൽ അല്ലാമ അല്ലേ? എന്താണ് ഭയങ്കര സംഭവമല്ലേ മൂപ്പര്? എന്താ കിബറെ, എന്താ ഇൽമ്. മൂപ്പരന്റെ അർത്ഥം കുറച്ച് അർത്ഥപ്പല്ല. എന്റെ കിബറെന്താ ഭയങ്കര കിബറിനാണ്. മൂപ്പര ഒരു കിബറാണ് ഇൽമെന്നാ. കിബർ കൂടുന്നതിനനുസരിച്ച് ഇൽമു കൂടുകയെന്നാ മൂപ്പര് മനസ്സിലാക്കുന്നത്. ഇൽമു കൂടുന്നതിനനുസരിച്ച് മൂപ്പര് കിബർ കൂടുകയല്ല, മൂപ്പർക്ക് കിബർ കൂടുന്നതിനനുസരിച്ച് മൂപ്പര ഇൽമു കൂടുക. മൂപ്പര് സ്വയം ധരിക്കുകയാണ്. കേട്ടോളൂ, കേട്ടില്ല നിങ്ങള് എന്റെ കിബറാണെന്ന് പറഞ്ഞത്? ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ മനസ്സിലാക്കൂലേ ഈ ഉസ്താദിനെക്കാളും വലിയ ആളാണൊക്കെ വരും. ഈ കുട്ടികളൊക്കെ മനസ്സിലാക്കിയത് ഞാൻ ബാവസ്ഥാനത്ത് വെച്ചു. ഉസ്താദിന്റെ ആ സ്വഭാവം കൊണ്ട് അതത്രയും അങ്ങനത്തെ മനുഷ്യനാണ്, സാഫായ മനുഷ്യനാണ്. അതിന്റെ ഇൽമ എവിടെ കിടക്കണം, അതിന്റെ അമൽ എവിടെ കിടക്കണം, അതിന്റെ ഇഖ്ലാസ് എവിടെ കിടക്കണം. ഇയാളെവിടെ
എന്നിട്ട് ഇയാൾ ഔല കെട്ടി നടക്കുന്നതെന്ന് എന്നിട്ട് ഞാൻ പറയുന്നത് നമ്മളെ ആൾക്കാർ മുഴുവൻ അയാളെ പിന്നാലുണ്ടായിരുന്നു. അങ്ങനെ അയാളും ചെയ്തു. ഒരു ദിവസം പിന്നെ പറഞ്ഞു എല്ലാവരും കൂടി കൂട്ടി. എങ്ങനെ ബാവസ്ഥാതും നമ്മളെല്ലാവരും അയാളെ പിന്നിലുണ്ടായിരുന്നു. നമ്മളാണ് മൂപ്പരെ വലിയാക്കിയത്. ഞാൻ പിന്നെ ആരും അംഗീകരിക്കൂലല്ലോ. അത് ഞാനെന്നോ പൊന്മളി ആരും അംഗീകരിക്കൂല. കാരണം എനിക്ക് കിബറല്ലേ, ഞാൻ ആരും അംഗീകരിക്കൂല. എന്നാൽ നമ്മളെ ഉസ്താദുമാരെല്ലാരും അംഗീകരിക്കും. മൂപ്പരെല്ലാ ആൾക്കാരും മൂപ്പരെ പിന്നാലെ കൂടി. ഇനി എന്ത് സംഭവിച്ചു? പൊന്മളനെ പറയട്ടെ, നമ്മളൊരാളെ അല്ലാതെ ആക്കൽ എപ്പോഴാണ്? അതാണ് ഇതിന്റെ ഏറ്റവും വലിയ രസം. അതല്ല അയാൾ ചെയ്തായിട്ട് എന്ത് മാനദണ്ഡം വെച്ച ഉസ്താദെ കഴിഞ്ഞിട്ട് ഞാൻ ബാവസ്ഥാനത്ത് ചോദിച്ചു. ഉസ്താദിന്റെ ആ സ്വഭാവം കൊണ്ട് അതത്രയും അങ്ങനത്തെ മനുഷ്യനാണ്, സോഫ്റ്റായ മനുഷ്യനാണ്. അതിന്റെ ഉൽമ എവിടെ കിടക്കണം, അതിന്റെ അമൽ എവിടെ കിടക്കണം, അതിന്റെ ഇഖ്ലാസ് എവിടെ കിടക്കണം. ഇയാളെവിടെ? എന്നിട്ട് ഇയാൾ ഔല കെട്ടി നടക്കുന്നതെന്ന് എന്നിട്ട് ഞാൻ പറയുന്നത് നമ്മളെ ആൾക്കാരെ മുഴുവൻ അയാളെ പിന്നാലുണ്ടായിരുന്നു. അങ്ങനെ അയാളും ചെയ്തു. ഒരു ദിവസം പിന്നെ പറഞ്ഞു എല്ലാവരും കൂടി കൂട്ടിയിട്ട്, ഇതാ ഞാൻ നിങ്ങളോടൊരു വർത്താനം പറയാൻ പോവാണ്, നിങ്ങളാരും എന്നോട് വെറുക്കരുത്. എല്ലാവരും ഞാൻ കണ്ടൊരു സംഭവം, എന്റെ അനുഭവം നിങ്ങളെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. എന്ത്? ഞാൻ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്ന എന്താ സ്വപ്നം കണ്ടത്? ഞാൻ ഹജ്ജിന് പോയി പ്രവാസ് കഴിഞ്ഞ് മഖാം ഇബ്രാഹിമിന്റെ വലിയ സുന്നത്തിനെ കുറിച്ച് ഞാൻ വല്ലാതെ ക്ഷീണം തോന്നിയപ്പോൾ എന്നവിടെ കിടന്നുപോയി. കിടക്കത്തിന് ഉറക്കുവാണ്. ഉറക്കത്തിൽ ഞാൻ സ്വപ്നങ്ങൾ ഉറക്കത്തിൽ ഞാൻ കാണാണ്. എന്താ കണ്ടത്? അപ്പോ കണ്ടതെന്തറിയാം? ബഹുമാനപ്പെട്ട ശംസുലമാ തങ്ങള് പിന്നെ എനിക്ക് ജനങ്ങളെ ഒന്നായിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകും. ശംസുലമാ തങ്ങള് പറഞ്ഞപ്പോ മൂപ്പര കേട്ടോള് കേട്ടോളൂ. കഴിഞ്ഞ് മഖാം ഇബ്രാഹിമിന്റെ വലിയ സുന്നത്തിനെ കുറിച്ച് ഞാൻ വല്ലാതെ ക്ഷീണം തോന്നിയപ്പോൾ എന്നവിടെ കിടന്നുപോയി. കിടക്കത്തിന് ഉറക്കുവാണ്. ഉറക്കത്തിൽ ഞാൻ സ്വപ്നങ്ങൾ ഉറക്കത്തിൽ ഞാൻ കാണാണ്. എന്താ കണ്ടത്? അപ്പോ കണ്ടതെന്തറിയാം? ബഹുമാനപ്പെട്ട ശംസുലമാ തങ്ങള് പിന്നെ എനിക്ക് ജനങ്ങളെ ഒന്നായിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകും. ശംസുലമ ജനങ്ങളൊന്നായിട്ട് സ്വർഗത്തിൽ കൊണ്ടുപോകും. അപ്പൊ AP അബൂബക്കർ മുസ്ലിയാര് ഒരു കുറ്റം കിട്ടാതെ ഇങ്ങനെ കുറെ ആൾക്കാർക്ക് അവിടെ തന്നെ അടങ്ങിയില്ല. ഇത് ഞാൻ കണ്ടു. അപ്പൊ അതുകൊണ്ട് നമ്മൾക്കിപ്പോ ഏതാ നല്ല മാർഗം? ഏതാ മാർഗം? ഞങ്ങൾ പറയാം നമ്മൾക്ക് സ്വർഗത്ത് പോണ മാർഗം അല്ലേ? അതുകൊണ്ട് നമ്മളൊക്കെ ഞാൻ ഇന്ന് മുതൽക്ക് ആരെ കൂടെയാണ്? ഈ തന്നെ കൂടെ നിങ്ങളൊക്കെ ആ കൂടെ. ഇത് പറഞ്ഞപ്പോ കുറെ ആൾക്കാർ ഞാൻ പറഞ്ഞ അയ്യോ എന്നാ ചെല്ലും കൂടി ഇപ്പൊ ആ പറഞ്ഞ സത്യമാണ് കേട്ടിട്ട് ഞാൻ പോയി. എന്നാലോചിച്ചോക്കാ നിങ്ങൾ. ഇവരൊരാളെ കൊണ്ടുവന്നു അല്ലേ? ഈ കൊണ്ടുവന്ന ആളെ പിന്നെ ബഹുമാനപ്പെട്ട പിന്നെ വൈരത്തൂര് ബാവ മുസ്ലിയാർ അടക്കല്ല ആളുകൾ ഇദ്ദേഹത്തിന്റെ കൈ പിടിച്ചു മുത്തുകയും ഇദ്ദേഹത്തിന്റെ പിന്നാലെ എല്ലാ ഉസ്താദുമാരും കൂടി. അങ്ങനെയൊക്കെ കൂടി ഇയാൾ വളരെ നല്ല നിലക്ക് ഇയാൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്ന സമയത്ത് ഇവരൊക്കെ അദ്ദേഹത്തെ പല പിന്നെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയി ഇയാളെ വലിയ ആണെന്ന് പ്രഖ്യാപിക്കുകയും നോട്ടീസ് അടിക്കുകയൊക്കെ ചെയ്ത് എല്ലാ സദസ്സു കൂടിയൊക്കെ കൊടുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മഹാനവറുകൾ ഹജ്ജിന് പോയി. ഹജ്ജിന് പോയപ്പോ മൂപ്പര് മഖാം ഇബ്രാഹിമിന്റെ തൊട്ടടുത്ത് മൂപ്പര് അവിടെ ഒന്ന് അറിയാതെ മയങ്ങിയപ്പോ മഹാനവറുകൾ എന്തു ചെയ്തു? സ്വപ്നത്തിൽ ബഹുമാനപ്പെട്ട ശംസുലുലമായി തങ്ങളെ കണ്ടു. ശംസുലുലമായി തങ്ങളെ മൂപ്പര് പറഞ്ഞതാണ്. അപ്പൊ അത് അറിയാതെ ഇയാൾ ആ പറഞ്ഞ വാക്കെടുത്തപ്പോ മൂപ്പര് തിരുത്തി ഈ കെ കണ്ടു ആക്കി. ശംസുലുലമായി തങ്ങളെ കണ്ടു. അങ്ങനെ ശംസുലുലമായി തങ്ങൾ എന്താ ചെയ്യണത്? ആൾക്കാരെ മുഴുവൻ അതായത് സ്വപ്നത്തിലാണ്. പിന്നെ ഇതെന്താ പിന്നെ ഇത് നേരിട്ടിട്ട് കാണുക അവിടുന്ന് മഹാനായ ശംസുലുലമനെ അവിടുന്ന് നേരിട്ട് പിന്നെ ഇയാൾ പിന്നെ നേരിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന. അപ്പൊ മൂപ്പരുള്ളത് ഹക്ക് പോലെ പറഞ്ഞു സ്വപ്നത്തിൽ കണ്ടു. എന്നിട്ട് മഹാനായ ശംസുലുലമന്റെ കൂടെ ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് പോകുന്നു. AP ഉസ്താദും കുറച്ച് ആൾക്കാരും അവിടെ ഇങ്ങനെ നട്ടം തിരിയുന്നു. ഇത് ഇയാൾ എന്ത് പറഞ്ഞെന്നോ? ഇനി നിങ്ങളെ ഞാൻ പറഞ്ഞത് വിശ്വസിക്കൂലേ? അല്ലേ? ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ ഇടയിൽ ജീവിച്ചതല്ലേ? നിങ്ങളല്ലേ എന്നെ ഔലിയാക്കളാക്കി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ മുശ്രിക്കീൻ അവിടുത്തെ പിന്നെ ഖുറൈശിയോട് ചോദിച്ചില്ലേ, ഞാൻ നിങ്ങളുടെ ഇടയിൽ ജീവിച്ചതല്ലേ? ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞുക്കണോ? ഞാൻ എന്തെങ്കിലും നുണ പറഞ്ഞു എന്ന് ആരെങ്കിലും പറയോ?
ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ അംഗീകരിക്കൂലേ? എന്നാ ഞാനൊരു കാര്യം പറയട്ടെ, അള്ളാഹു ഏകനാണ്, ഞാൻ അവന്റെ പ്രവാചകനാണ്, ഒക്കെ സമ്മതിച്ചു കൊടുത്തു. അതുപോലെ ഈ മനുഷ്യൻ ഇവരോട് വിളിച്ചു ചോദിച്ചു, ഞങ്ങളാളല്ലേ, നിങ്ങളല്ലേ എന്നെ ഔലിയാക്കി, ഞങ്ങളെന്നെ ഔലിയപ്പാപ്പാന്നല്ലേ വിളിക്കണത്, നിങ്ങളല്ലേ എന്റെ പേര് നോട്ടീസ് അടിക്കണത്, ഞാനല്ലേ ദ്വാരക്കണത്, നിങ്ങളല്ലേ ആമീൻ പറയണത്, നിങ്ങളല്ലേ എന്റെ കൈ പിടിച്ചു മുത്തുന്നത്, ഇതൊക്കെ സംഭവിച്ചതല്ലേ, എന്നെക്കുറിച്ച് നിങ്ങൾക്ക് നല്ല ധാരണയല്ലേ? എന്നാൽ ഞാൻ പറഞ്ഞാൽ, ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടാവുമോ? മൂപ്പര് ചോദിച്ചാണ്. അപ്പൊ ഉണ്ടാവും എന്ന് പറഞ്ഞ അയാൾ പറയില്ലായിരുന്നു. വളരെ വളരെ നല്ല നിലക്ക് മൂപ്പരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ മൂപ്പര് ചെയ്തു. എന്തേ മൂപ്പര് പറഞ്ഞു? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടാവുമോ? ഞാൻ നിങ്ങളാളല്ലേ, നിങ്ങളെ സംഘടനയിൽ വളർന്നതല്ലേ, നിങ്ങളെ സംഘടനക്കാരനല്ലേ, നിങ്ങളെന്റെ കൂടെയുള്ള ആളല്ലേ, ഞാൻ നിങ്ങളെ കൂടെയല്ലേ, ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കണില്ലേ? ഒക്കെ ശരിയാണ്. എന്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുകൾ കണ്ടുക്കണോ? ഒരു ശരീഅത്തിന് വിരുദ്ധമായ കാര്യം കണ്ടുക്കണോ? ഒന്നുമില്ല, എല്ലാ കാര്യമൊക്കെ. എന്നാ ഞാനൊരു കാര്യം പറഞ്ഞാൽ മുഅ്മിനീങ്ങളെ, നിങ്ങൾക്ക് എന്നോട് വെറുപ്പുണ്ടാവോ? ഒരു വെറുപ്പുണ്ടാവൂല ഉസ്താദ്, പറഞ്ഞോളിം. അങ്ങനെ പറഞ്ഞപ്പോ മൂപ്പര് ആ സത്യം പറഞ്ഞു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമായി തങ്ങൾ എല്ലാ ആളുകളെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആൾക്കാരേറ്റൊക്കെ പാടെ ഈക്കക്കാരേറ്റൊക്കെ പാടെ കൂടി സ്വർഗത്തിലേക്ക് പോകുന്നു. എന്നാൽ AP ഉസ്താദോ, ബഹുമാനപ്പെട്ട AP ഉസ്താദല്ല, മറ്റേത് ഈക്കെ അല്ലെ, ഇത് ബഹുമാനപ്പെട്ട AP ഉസ്താദ് എന്ത് ചെയ്തു? അവിടെ ഇങ്ങനെ കടന്ന് നട്ടം തിരിയുന്ന ആൾക്കാരേറ്റ്. ഇതാണ് പറഞ്ഞപ്പോ ഇതൊക്കെ മുടിയുടെ മുമ്പ് പറഞ്ഞതാണ്. മുടിയുടെ മുമ്പേ ഈ സംഭവം ഇയാള് ആള് കുഴപ്പമില്ലാന്ന് തോന്നുന്നത് ആരാണെന്ന് എനിക്കറിയില്ല, ഞാൻ ഈ ഉസ്താദിനെ പരിചയമില്ല. സംഭവം ആള് കുഴപ്പമില്ലാന്ന് പറയാം. ഈ മുടി വരുന്നതിന്റെ മുമ്പ് ഈ രൂപത്തിൽ ഇങ്ങനെ പറയാണല്ലോ അല്ലേ? കാരണം ഇങ്ങനെ ഒരു മുടി വരാണ്ടെന്നും ഇതിന്റെ പിന്നാലെ കൂടിയ ആൾക്കാർ നട്ടം തിരിയുമെന്നും ഇത് ശരിക്കാണ് പറയാണല്ലോ. ഞാൻ ആളെ എനിക്കറിയില്ല, നമ്മള് ആളെ പരിചയമല്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമുക്ക് നേരിട്ട് അറിയാത്ത ആളാണ്, ഞാൻ കേട്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് വിശദീകരിക്കാൻ കഴിയില്ല. പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇവര് തന്നെ കൈ പിടിച്ച് മുത്തി, കൈ പിടിച്ച് വലുതാക്കി വരുമ്പോ പാട്ട് പഠിച്ചുകൊണ്ട് കാണാൻ തോന്നുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഈ ആളെക്കുറിച്ച് ഇവരിപ്പോ പിന്നെ പറഞ്ഞത് എപ്പോഴത് പറയണത്? എന്നിട്ട് ഈ പ്രഭാഷണത്തിൽ മൂപ്പര് പറയുന്നുണ്ട്, ഇത് ഒക്കപ്പാടെ വേണി വെച്ച് തരാം, വേണി നിങ്ങൾ ചിരിച്ചു ബോധം കെടൂല എന്നൊരു ഗ്യാരണ്ടി പേപ്പറിൽ ഓരോരുത്തരും എഴുതി കാണി എനിക്ക് അയച്ചു തരണം. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ കുടുങ്ങും. അത്ര മാത്രം ഇതില് അരിമ്പ്രസ്താവിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു. അതൊക്കെ ഇതിൽ അരിമ്പ്രസ്താവിനെ കുറിച്ച് അങ്ങനെ ഇത് നിങ്ങൾ മുഴുവൻ കേട്ടാൽ നിങ്ങൾ ആ കന്തം വിട്ടുപോകും. പിന്നെ മൂപ്പരെ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. നൂർഷാ തരീക്കത്തിനെ നമ്മൾ അംഗീകരിച്ചില്ലേ? ഇന്ന് വരെ നൂർഷാ തങ്ങൾ നമ്മളെ സംഘടനക്കെതിരെ പറഞ്ഞതിന്റെ പേരിൽ ഏതെങ്കിലും ഒരാളെ നമ്മൾ വലിയല്ലാക്കിയിട്ടുണ്ടോ? നമ്മൾ പറഞ്ഞാണ് നമ്മൾ സംഘടനക്കെതിരെ പേരുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമക്കെതിരെ പറഞ്ഞുന്നോ, അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് എതിരെയുള്ള സ്റ്റേജിൽ കയറിയെന്നോ, അല്ലെങ്കിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഉസ്താദുമാരോട് മാന്യമായി പെരുമാറണമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അച്ചടക്കം പാലിക്കെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ തെറ്റ് നിങ്ങൾ തിരുത്തണമെന്ന് പറഞ്ഞതിന്റെ എന്തിന്റെങ്കിലും പേരിൽ ഏതെങ്കിലും ഒരു മഹാനല്ല എന്ന് പറഞ്ഞതിന് തെളിവ് നിങ്ങൾ ഹാജരാക്കാൻ കഴിയുമോ? മുമ്പ് ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഒരു ചരിത്രത്തിലും അങ്ങനെ ഉണ്ടായിട്ടില്ല. കള്ളന്മാരാണ് എന്ന് നമുക്ക് ആളുകൾ വന്ന് കള്ളന്മാരാണെന്ന് ബോധ്യപ്പെടുമ്പോൾ നമ്മളവരെ എതിർത്തുണ്ടാവും. പക്ഷെ അതൊരിക്കലും നമ്മളെ പറഞ്ഞതിന്റെ പേരിലാവൂല. ഈ പറഞ്ഞ അല്ലെങ്കിൽ രണ്ടാളെ കുറിച്ച് പറഞ്ഞതും ബഹുമാനപ്പെട്ട വീരാൻകുട്ടി, ചാപ്പരങ്ങാടി വീരാൻകുട്ടി ഉസ്താദിനെ കുറിച്ച് പറഞ്ഞ എന്താ അവസാനം എന്തായി? മൂപ്പര് നമ്മക്കെതിരെ പറഞ്ഞു. നമ്മക്കെതിരെ പറഞ്ഞപ്പോഴോ നമ്മൾ അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടി വന്നു. ഇതിന് തന്നെ നമ്മക്കെതിരെ പറയുമ്പോഴോ ഒഴിവാക്കണതേ. അതുവരെ എന്നൊരു കുഴപ്പമില്ല. ഇനിയിപ്പോ ഇതിന് ഭയങ്കര ഷെയ്ഖിനെ കേൾക്കണങ്ങൾ. നേതാവെയാണ് ഷെയ്ഖായി അംഗീകരിക്കേണ്ടതെന്നാ. ഒരു സംഘടനന്റെ നേതാവ് ആരാണോ അദ്ദേഹത്തെയാണ് ഷെയ്ഖായി അംഗീകരിക്കേണ്ടത്. പുതിയ ഫത്വയാണ്, കേട്ടോളി. ശംസുദ്ദീൻ വൈസ് ഉസ്താദുണ്ടവിടെ. ആരെയാണ് ഷെയ്ഖാക്കേണ്ടതെന്നോ? സംഘടനാ പ്രസിഡന്റ്. അപ്പൊ ഇവിടുക്ക പോക്കുന്നോ? ഇപ്പൊ SYS ആരെ ഷെയ്ഖാരാ? SYSന്റെ മുറബിയാരപ്പോ? SYS AP വിഭാഗം SYS ആരെ മുറബിപ്പാരാം? പൊന്മളെ നിങ്ങൾ നോക്കിയും ആരെയാണ് ഇനി പ്രസിഡന്റ് ആക്കേണ്ടത്, ആരെയാണ് ഇയാൾ ഇനി ഷെയ്ഖ് ആക്കേണ്ടതെന്ന് പിന്നെ പൊന്മള അബ്ദുൽ ഖാദർ വിശദീകരിക്കുകയാണ്. നമ്മൾ ഉസ്താദിനെ ഉച്ചേക്കാം. അതാണ് നമ്മുടെ നേതാവ് പുസ്തകമാണ്. അപ്പോ നമ്മൾ ആ കാര്യം ഇറങ്ങാൻ നോക്കണേ. എന്നാൽ അപ്പൊ പിന്നെ അപ്പോ നേതൃത്വത്തെ അവസ്ഥ തന്നെ. പിന്നെ നോക്കുമ്പോ ചെയ്ത് വേറെ അത് നമ്മളില്ല. പുസ്തകം കിട്ടും. ആ പുസ്തകം പറഞ്ഞു. അങ്ങനെ അയാൾ പറഞ്ഞില്ലെന്നോ പറഞ്ഞു.
പുസ്തകം വെച്ചേക്കാം. നമുക്കങ്ങനെ നമ്മുടെ നേതാവ് ഒരു പുസ്തകമാണ്. അപ്പോ നമ്മൾ ആ കാര്യം എവിടെ നോക്കണേ. എന്നാൽ അപ്പം അപ്പോ നേതൃത്വത്തെ അവസ്ഥ തന്നെ. പിന്നെ നോക്കുമ്പോ ചെയ്ത് അത് നമ്മളില്ല. പുസ്തകം ആ പുസ്തകം വരണം. അങ്ങനെ അയാൾ പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അപ്പോ നമ്മൾ നേതൃത്വം ആരാണ്? ഓലന്നൻ ശൈഖൻ, വേറെ ശൈഖില്ല. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അങ്ങനെ എന്തൊക്കെ കഥകൾ ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട്. അത് പിന്നെ ഏറ്റവും ഇതിൽ വേറെ പ്രധാനമായ ഒരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഇബ്ലീസ് സംസാരിക്കും. ഇബ്ലീസ് തങ്ങൾക്ക് വേണ്ടി ഡബ്ബ് ചെയ്യും, സിനിമയിൽ ഡബ്ബ് ചെയ്യുന്നത് പോലെ എന്ന് വരെ പറയുന്ന ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് ഇതിൽ കേൾപ്പിക്കാനുണ്ട്. അത് പിന്നൊരു ദിവസത്തിലേക്ക് നമുക്ക് ആക്കാമെന്ന് ബഹുമാനപ്പെട്ട അമീർ സാഹിബ് പറഞ്ഞതുകൊണ്ട് ആണ് ഞാനതിപ്പോ ഇവിടെ വെക്കാത്തത്. അതുപോലെയുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഇത് വളരെ ഇവര് ഓരോ ആളുകളെ ഷെയ്ഖാക്കുന്നതും അവസാനം ഷെയ്ഖിനെ ഷെയ്ഖ് അല്ലാതെ ആക്കുന്നതും ഇതൊക്കെ ഇവരെന്നെ ചെയ്യുന്നത്. ആകാനും ആകാതിരിക്കാനും കാരണം എന്താ? ഒരാളെ കൈ പിടിച്ച് മുത്തുന്നു എന്തിനാന്ന് ചോദിച്ചു. ഒന്നുമില്ലെങ്കിൽ അയാൾ സയ്യിദാകണം, അല്ലെങ്കിൽ ആലിമാകണം. വേറൊരാളില്ലതായിട്ടും ഇവർ അംഗീകരിക്കണില്ലേ? അതല്ല രസം. ഉസ്താദ്മാരൊന്നും ഇവിടെ ഇല്ലേ? അല്ല, ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് ഇവിടെ അല്ല, നൂർ ഫൈസി ഉസ്താദ് ഒന്നുമില്ലേ? എന്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ മൗലിയമാരുടെ അടിയിൽ? നമുക്കറിയില്ല. അതായത് ഒന്നുമില്ലെങ്കിൽ ഒരാൾ മോലിയരാകണം, അതല്ലെങ്കിൽ അയാള് ഒന്നുമില്ലെങ്കിൽ ഒരാൾ മോലിയരാകണം, അല്ലെങ്കിൽ അയാൾ സയ്യിദായി. രണ്ടിലൊരാളല്ലാതെ കൈപിടിച്ച് മുത്താൻ നിങ്ങൾ എന്തിനാ അയാളെ കൈപിടിച്ച് മുത്തീൻ ചോദിക്കണേ? എത്രമാത്രം അപകടമാണ് അല്ലേ? എത്രമാത്രം അപകടമാണ് ഇവരിവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യം ആളുകളെ മുമ്പിൽ ഇങ്ങനെ ചോദിക്കുന്നതിന്റെ അർത്ഥം എന്താണ് സുഹൃത്തുക്കളെ? ഇവർ ചാപ്പനങ്ങാടി ബീരാൻകുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആള് ഇവരുടെ അടുത്ത ആളായിരുന്നു, വളരെ അടുത്ത ആള്. ഇവരെ മർക്കസിൽ തന്നെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ടോ സംശയമുണ്ട്, മർക്കസിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ സംശയമുണ്ട്. എ.പി. അബൂബക്കർ മുസ്ലിയാർക്കറിയാം അദ്ദേഹത്തിന്റെ വീട്ടിലെ വലിയ ഒരു സംഭവം. ഞാൻ ആ സംഭവം വിശദീകരിക്കുന്നില്ല. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ നിഷേധിക്കാൻ തയ്യാറായാൽ തെളിവ് സഹിതം അന്ന് അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട രാപ്പനങ്ങാടി ബീരാൻകുട്ടി മുസ്ലിയാരുടെ കൂടെ അവിടെ പങ്കെടുത്ത ആളെ തെളിവ് സഹിതം വേണമെങ്കിൽ നമുക്ക് ഹാജരാക്കാൻ കഴിയും. കാന്തപുരത്തിന്റെ വീട്ടിൽ ആത്മീയമായ ഒരു കാര്യത്തിന് നേതൃത്വം നൽകി കാന്തപുരത്തിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നത്തിന് ശമനമുണ്ടാക്കിക്കൊടുത്തത് ഈ ചാപ്പനങ്ങാടി ബീരാൻകുട്ടി മുസ്ലിയാരാണ്. കാന്തപുരം നിഷേധിക്കുകയാണെങ്കിൽ ജീവിക്കുന്ന സാക്ഷിയുമായി ഇൻഷാ അല്ലാഹ് ക്ലാസ് റൂമിൽ വരാൻ ഞാൻ തയ്യാറാണ്. ആ ബീരാൻകുട്ടി മുസ്ലിയാരെ അവസാനം ഇവര് വലിയാണ് എന്ന് പറഞ്ഞ് കൊണ്ടു നടന്ന് അവസാനം ഇവരെ ഒന്നുമല്ലാതെയാക്കി. കാരണം എന്താ? നമുക്കെതിരെ പറഞ്ഞു. അപ്പൊ ഇനി എന്താ വേണ്ടത്? ഒരാളും വലിയുണ്ട്, നമ്മൾ ആളെയും വലിയാക്കണ്ട. കണ്ണിയാല മൗല ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസിനെ ഇവർ അംഗീകരിച്ചിരുന്നില്ലേ? ജാമിഅ നൂരിയ അറബിക് കോളേജിൽ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നത് വരെ അംഗീകരിച്ചിരുന്നില്ലേ? സിറാജുൽ ഹുദയിലേക്ക് ക്ഷണിക്കാൻ അവിടെ വന്നിട്ടില്ലേ പേരോട് ദ്രേമ സഖാഫി? പേരോടിനോട് സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനല്ല, നടത്തിക്കൊണ്ടുപോകാനാണ് പണി എന്നവിടുന്ന് പറഞ്ഞിട്ടില്ലേ? സിറാജുൽ ഹുദയിലേക്ക് വിളിച്ചപ്പോ ഞാൻ വരൂല എന്ന് പറഞ്ഞില്ലേ? അവിടെ കുമ്പിട്ട് നിന്നിട്ടില്ലേ? പേരോട് നിഷേധിക്കട്ടെ. ജീവിക്കുന്ന സാക്ഷിയെ ഞാൻ കൊണ്ടുവരുന്നു പറയണ്ട, ഹാജരാകും, അത്ര പറഞ്ഞാൽ മതി. കൊണ്ടുവരണ്ട, ഹാജരാകാൻ കഴിയും. ജീവിക്കുന്ന സാക്ഷിക്ക് ഹാജരാകാൻ കഴിയും, അത്രേ പറയുന്നുള്ളൂ. കൊണ്ടുവരേണ്ട ആവശ്യമില്ല. നിഷേധിക്കട്ടെ. പിന്നെന്തേ? അപ്പൊ ഇവര് ഓരോ കാലഘട്ടങ്ങളിലും ഇവർക്ക് ഇവരുടെ സംഘടനയ്ക്കെതിരെ പറയുകയോ സംഘടനയ്ക്ക് എതിരെ നിൽക്കുകയോ ചെയ്താൽ ഇവർ തള്ളിപ്പറയും. അപ്പ തള്ളിപ്പറയും. പിന്നെ കള്ളനാക്കും, പിന്നെ മോശക്കാരാക്കും. ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദ്
ഷെയ്ഖുൽ മശായിഖ് എന്നൊരു നോട്ടീസിലിട്ടിരുന്നു മർക്കസിന്റെ സമ്മേളനം. ഷെയ്ഖുൽ മശായിഖ് ഗഫൂർ അലിംബ്ര സാഹിബിന്റെ നാട്ടിലാണ്. മഹാനായ ഉസ്താദിന്റെ വീട്ടിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. അന്ന് നമ്മളെ ഇവര് തള്ളിപ്പറഞ്ഞിട്ടില്ല. ആ കാലഘട്ടത്തിൽ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. മൂപ്പര വീടിന്റെ നേരെ തൊട്ടടുത്തിരിക്കുന്ന ഒരു പള്ളി, ഒരു ചെറിയ നിസ്കാരപ്പള്ളി. ആ നിസ്കാരപ്പള്ളിയിലായിരുന്നു മഹാനവറുകൾ ഉണ്ടായിരുന്നത്. മഹാനായ വലിയുല്ലാഹി അരിമ്പ്ര ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീദ്, മഹാനവറുകൾ തുപ്പനച്ചി ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീദിന്റെ ഉസ്താദാ. ആ പള്ളിയിലായിരുന്നു മൂപ്പരുണ്ടായിരുന്നത്. ആ പള്ളിയിൽ മൂപ്പരിരുന്നു കൊണ്ട് ഞങ്ങൾ അവിടുന്ന് 2-3 ആളുകൾ ചെന്ന് ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിനെയും ഒന്ന് കാണണം എന്ന ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ യാത്ര ചെയ്തത്. അരിമ്പ്ര ഉസ്താദിന്റെ അവിടെ ചെന്ന് സമ്മതം വാങ്ങിയിട്ടാണ് അന്ന് തൃപ്പനച്ചി ഉസ്താദിന്റെ അടുത്തേക്ക് ഞങ്ങൾ പോകുന്നത്. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അരിമ്പ്ര ഉസ്താദ് അവിടെ നിന്ന് ഞങ്ങൾക്ക് ദുആ ചെയ്തു തന്നു. ആ മനുഷ്യനെ, ആ മഹാമനീഷിയെ, അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. എത്ര സമയെന്നോ, അലിഫ് ലാം മീം മുതൽ ഖുർആനിലെ സാങ്കേതികമായ പദങ്ങൾ മുഴുവൻ, അതിന്റെ താക്കോൽ പദങ്ങൾ മുഴുവൻ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വളരെ സവിസ്തരമായ ഒരു പ്രാർത്ഥന, 2-3 ആളുകൾക്ക് വേണ്ടി ഒരു ദുആ സദസ്സിലൊക്കെ 1000-10,000 പങ്കെടുക്കുന്നിടത്ത് മാത്രം ആളുകൾ നിർവഹിക്കുന്ന, പേരിനും പ്രശസ്തിക്കും വേണ്ടി വലിയ ദുആയുടെ ആളാണെന്ന് പറയാൻ നിർവഹിക്കുന്നത് പോലെ അത്ര വലിയ ആളുകൾ അങ്ങനത്തെ സദസ്സിൽ മാത്രം ആളുകൾ നിർവഹിക്കുന്ന ദുആ ആകെ ആരുമില്ല. 2-3 ആളുകൾക്ക് വേണ്ടി മണിക്കൂറുകൾ, വളരെ ദീർഘമായ സമയം നീണ്ടു നിൽക്കുന്ന ഒരു ദുആ. അതിലെ ഖുർആനിലെ അങ്ങനെയാണ് മൂപ്പര് ദുആ ചെയ്യാറ് എന്നാണ് സാധാരണ എനിക്കറിയില്ല. ഞങ്ങൾക്ക് അങ്ങനെയാണ് മൂപ്പര് ദുആ ചെയ്തു തന്നത്. എന്നിട്ട് അവിടുന്ന് സമ്മതം വാങ്ങി ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിന്റെ അടുക്കലേക്ക് പോയി. തൃപ്പനച്ചി ഉസ്താദിന്റെ അവിടെ ചെന്നപ്പോൾ തൃപ്പനച്ചി ഉസ്താദിനെ കണ്ടില്ല. മഹാനവറുകള് ഞങ്ങൾ രാത്രി അവിടെ നിന്നു. രാത്രി അവിടെ എന്റെ വാഹനത്തിൽ ഞാനും ഞങ്ങളുടെ നാട്ടിലെ 2-3 എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തും അതുപോലെ തന്നെ നാട്ടിലെ AP വിഭാഗക്കാരെ കൊമ്പൻ മുഹമ്മദ് ഫൈസിയുടെ ശിഷ്യന്മാരായിരുന്ന 2-3 ഉസ്താദുമാരുണ്ടായതിന്റെ കൂടെ. അവര് AP വിഭാഗത്തിന്റെ ഒരു ഏകദേശം താല്പര്യമുള്ള ആളുകളായിരുന്നു, എപ്പിക്കാരായിരുന്നു എന്ന് പറയാം. അവരുണ്ട് കൂടെ. ഞങ്ങൾ അങ്ങനെ അവിടെ ചെന്ന് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ രാത്രി കാണാൻ കഴിയാത്തത് കൊണ്ട് ഞങ്ങൾ അങ്ങനെ കാറിൽ തന്നെ കടന്ന് നേരെ കുറെ സമയം സുബൈ ആയപ്പോ മഹാനവറുകൾ മുകളിൽ നിന്ന് വന്നു. ഞങ്ങൾ അങ്ങനെ പള്ളിയിൽ പോയി സുബൈ നിസ്കരിച്ചു വന്ന്. അപ്പൊ ഞങ്ങൾ അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് സുബൈ നിസ്കരിച്ചു വന്നപ്പോ ഒരു മൗലിയർ വന്നു. അതെ, അങ്ങനെ ഒരു മൗലിയർ വന്നു. ആ അപ്പൊ ഇവരെ കൂടെ പഠിച്ചാളാ. അപ്പൊ അയാൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ എപ്പോഴേ വന്നു ചോദിച്ചു. ഞങ്ങൾ ഇന്നലെ വന്നു കൂടെ പറഞ്ഞു. നിങ്ങൾക്ക് നമ്മളെ പള്ളിക്ക് വന്ന് കടന്നുകൂടാ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ചോദിച്ചു, ഏതാ നമ്മളെ വള്ളി ചോദിച്ചു. അപ്പൊ അയാൾ ഈ ബലപ്പം കണ്ടപ്പോ ഞാനും അതിന്റെ ആളാന്ന് കരുതിയിട്ടുണ്ടാവും. ഏതാ നമ്മളെ വള്ളി ചോദിച്ചു. നമ്മളിപ്പോ ഉണ്ടാക്കിയ വള്ളിയേ. അപ്പൊ ഞാൻ ചോദിച്ചു, നമ്മളെ തൃപ്പൻ ഉസ്താദൊക്കെ കഴിക്കാൻ വരല്ലോ ജുമാക്ക്? മൂപ്പരേക്കല്ലേ, മൂപ്പര് പഴയ വള്ളിക്കൊക്കെ പോയതാറോ. അപ്പൊ തൃപ്പൻ ഉസ്താദ് നമ്മളാളാണ്. എപ്പിസ്താദ് വന്ന തൃപ്പൻ ഉസ്താദിന്റെ ഉള്ളിൽ തന്നെ കാരണം. പിന്നെ മൂപ്പര് പുറത്തു കൊണ്ടൂല. ഉള്ളത്തങ്ങൾ വന്നാലും തന്നെ പിന്നെ അതിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവില്ല. ഇപ്പോഴും അതിന്റെ ഉള്ളിൽ തന്നെ കാരണം. നമ്മളാളാണ്. ഔലിയാക്കളൊക്കെ നമ്മളെപ്പം തന്നെ ഉണ്ടാവുള്ളൂ. ഔലിയാക്കളൊക്കെ നമ്മളെ പിന്നിലല്ലേ? നമ്മളല്ല ഔലിയാക്കളെ മുമ്പിൽ നടക്കുന്ന ആൾക്കാർ. ഔലിയാക്കളൊക്കെ നമ്മളെ പിന്നിലല്ലേ? അപ്പൊ പിന്നെ മൂപ്പര് വലിയാണല്ലോ. വലിയായതുകൊണ്ട് നമ്മളെ പിന്നിൽ തന്നെയാണ് മൂപ്പര് നമ്മളാൾ തന്നെയാണ്. ഇങ്ങനെ പറയാള് പുട്ടില് തേങ്ങട്ട മതി, ആളെ നമ്മളൊപ്പം തന്നെയാണ്, ആളെ നമ്മളാളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, എന്നിട്ട് നമ്മളുണ്ടാക്കിയ പള്ളിക്കൊക്കെ മൂപ്പര് വന്നില്ല? മൂപ്പര് വന്നു. മൂപ്പര് ആ പള്ളിക്കൊക്കെ വരില്ല. നമ്മളുണ്ടാക്കിയ പള്ളിക്കൊക്കെ മൂപ്പര് ജുമായ ശരിയാണല്ലോ അല്ലേ? മൂപ്പര് കാര്യപ്പെട്ടൊരു മഹാനല്ലേ? മൂപ്പര് ജുമായ ശരിയാണല്ലോ. മൂപ്പര് നേരെ അവിടുത്തെ മഹല്ല് ജമാഅത്തിന്റെ പള്ളിക്കൊക്കെ മൂപ്പര് പോകുള്ളൂ, പഴയ പള്ളിക്കൊക്കെ മൂപ്പര് പോകുള്ളൂ. അങ്ങനെ അപ്പൊ അതൊക്കെ ഇയാളോട് ഇടയ്ക്ക് ചോദിക്കണോണ്ട് ഇയാളത് സത്യം തുറന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് മൂപ്പരോട് ചെറിയ ദേഷ്യം എന്താണെന്നാ മൂപ്പര് ഇവിടെ ലീഗിന് വോട്ട് ചെയ്തു അന്ന് മൂപ്പര് പറയാണ്. ലീഗിന് വോട്ട് ചെയ്തേ. അത് പിന്നെ ഇതിലിങ്ങനെ ചെറിയൊരു നമുക്കൊരു വിഷമം മൂപ്പരോട് ഉണ്ടായി. എന്നാലും ആള് നമ്മളാളാണ്. പിന്നെ ഇയാൾ പറയും ആള് നമ്മളാളാണ്. പടച്ച റബ്ബേ, ഞാൻ അങ്ങനെ ആലോചിച്ചു, അള്ളാ ഇതൊരു വലിയാണല്ലോ, ഉസ്താദ് ഒരു വലിയാണല്ലോ. ഈ നമുക്കിത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്താ ഇതിന്റെ സത്യം? നേരെ തൃപ്പനച്ചി ഉസ്താദ് എന്ത് ചെയ്തു? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നേരെ മൂപ്പര് കടക്കണ പള്ളിയുടെ ചെറിയ പള്ളി, ഇപ്പൊ മൂപ്പര് മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന പള്ളി ഉണ്ടല്ലോ, ആ പള്ളിക്കന്ന് അതിലാണ് മൂപ്പര് താമസിച്ചിരുന്നത്. അതിന് മൂപ്പര് പുറത്തുനിന്ന് വന്നാണ്ട് കുളത്തിങ്ങൊക്കെ പോയിങ്ങാണ്ട് മൂപ്പര് കയറി വന്നുകാണ്ട് ആ വലിയ കുറെ നിലകളുള്ള വലിയ പള്ളി ഉണ്ടല്ലോ, ആ വലിയ പള്ളിനെ നേരെ മേലക്കാണ് കയറി. മൂപ്പര് നേരെ മേലേക്ക് ഖും എന്ന് പറഞ്ഞ മൂപ്പര് കയറി. അതേ സ്പീഡിൽ മൂപ്പര് താഴ്ചക്കണ്ട് ഇറങ്ങുകയും ചെയ്തു. ഇറങ്ങിയിട്ട് മൂപ്പര് നേരെ ഇങ്ങോട്ട് അവിടെ നിന്നിട്ട് ഇപ്പൊ നമ്മൾ ചെന്ന് കണി ഇടത് ഭാഗത്തേക്ക് നേരെ നടന്നു നോക്കുമ്പോ ഒരു കാറ്റ കുന്നാണ്. ആ കുന്നത്ത് ചെറിയൊരു അങ്ങാടിയാണല്ലോ. അവിടെ അന്ന് SKSSF SYS ഒരു ഓഫീസുണ്ട്. അതിങ്ങനെ
തൊള്ള തുറന്നിട്ടാ നിൽക്കണത്. ഏകദേശം ഒരു സ്ക്രീന് മാറിയാ, ഒരു സ്ക്രീൻ, ഒരു TV നിൽക്കണ മാറിയാ നിൽക്കുന്നത്. സ്ക്രീന് മാറി ഇങ്ങനെ നിൽക്കുകയാണ്, തൊള്ള തുറന്നിട്ട് ഇങ്ങനെ നിൽക്കുക. ചെറിയൊരു ഓഫീസാ. അവിടെ ഇങ്ങനെ മുഴുവൻ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് എന്റെ ഫ്രണ്ട് മൂപ്പര അവിടെ അതിന്റെ തിണ്ടാണ്, ആ തിണ്ടുമ്പോ മൂപ്പറിണ്ടിരുന്നു. എന്നിട്ട് മൂപ്പര അവിടുന്ന് കൈകൊണ്ട് ഇങ്ങനെ കാട്ടി. നമ്മളാളെ SKSFന്റെ SYSന്റെ ഓഫീസിൽ കയറിയിരുന്നു. എന്താ മൂപ്പര ചെയ്തതെന്നൊരു മനുഷ്യന് പുറത്തം കിട്ടില്ല. കാരണം നേരെ വന്നിട്ട് SKSFന്റെ ഓഫീസിൽ കയറി കുത്തിരിക്കുക. ആളെ നമ്മളാണോ കേട്ടോ, ആളെ നമ്മളാണ്. കാരണം ഔലിയാക്കളൊക്കെ ആരെ പിന്നില്ല, നമ്മളെ പിന്നിലല്ലേ. നല്ല ഔലിയാകാൻ പറ്റുള്ളൂ, കാരണം നമ്മളാണല്ലോ ഔലിയാക്കളാക്കുന്ന ആളെ. അപ്പൊ ഔലിയാക്കളൊക്കെ നമ്മളെ പിന്നിലാണ്. ഈ മനുഷ്യത് പറഞ്ഞ കാരണം കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മഹാനവറുകൾ അവിടെ വന്നു. എന്നിട്ട് മഹാനവറുകളെ എടുത്ത് മെല്ലെ കയറി കണ്ട് കൈ കൊടുത്ത് ദുആ ചെയ്യാൻ പറഞ്ഞു പോരാനുള്ളൊരു ഭാഗ്യം ബഹുമാനപ്പെട്ട അരിമ്പ്ര ഉസ്താദിന്റെ അടുക്കൽ നിന്ന് സമ്മതം വാങ്ങിപ്പോയത് കൊണ്ടാവാം ഞങ്ങൾക്ക് ലഭ്യമായി. മറ്റൊരു ദിവസം മഹാനവറുകൾ വഫാത്താകുന്നതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു റമദാൻ കഴിഞ്ഞ് മൂപ്പര് ആ റമദാന്റെ അവസാനത്തെ പത്തിലൊന്നും ആ അവസാനത്തെ പത്തിൽ മൂപ്പര് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അല്ലേ? ഏകദേശം പെരുന്നാളൊരു പിന്നെ ശവ്വാല് ഒരു 6 നോലുമ്പ് കഴിയുന്നതുവരെയും മൂപ്പര് പുറത്തിറങ്ങാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോ ചിത്താരി ഹംസ മുസ്ലിയാരുടെ പേരക്കുട്ടി 3 ദിവസമായിട്ട് അവിടെ വന്ന് നിൽക്കുകയാണ്. തൃപ്പേനിസ്ഥാനെ കാണും ചിത്താരി ഹംസ മുസ്ലിയാരുടെ പേരക്കുട്ടി. അപ്പൊ ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടു, അദ്ദേഹത്തിനെയും പരിചയപ്പെട്ടു. നിങ്ങൾ എവിടുന്നാണൊക്കെ ചോദിച്ചു. അങ്ങനെ പറഞ്ഞു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ പള്ളിക്ക ചെന്നു. അവിടുത്തെ പള്ളിക്ക ചെന്ന് നമ്മളെ പഴയ പള്ളിക്ക തന്നെ ചെന്ന് നിസ്കരിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു ആ കണ്ണൂരിൽ നിന്ന് വന്നിക്കുക. ഞങ്ങൾ നിസ്കരിച്ച ശേഷം പിന്നെ അവിടുത്തെ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഉസ്താദ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. കുറെ ദിവസമായിട്ട് ഉസ്താദ് പുറത്തേക്ക് ഷവ്വാലിൽ തീരെ പുറത്തേക്ക് തന്നെ ഇറങ്ങിയിട്ടില്ല. ഇപ്പോ 6 നോലുമ്പൊക്കെ ആയി പുറത്തേക്കേ ഇറങ്ങണില്ല, ഇങ്ങനെയാണ് അവസ്ഥ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എന്റെ കൂട്ടത്തിൽ ഒരാളുണ്ടായിരുന്നു. അപ്പൊ പോയപ്പോ അദ്ദേഹം അയാള് ഒരു മറ്റേ ഒരു ഏമുവാണ്. അതായത് ഒരു മുജാഹിദ് ആശയം മൂപ്പർക്കുള്ളിലുണ്ടെങ്കിലും എന്നാലോ ഏൽപ്പിക്കാനാണ്. എങ്ങനെയെങ്കിലും നമ്മളെ എതിർത്താൽ മതി, സംസ്ഥനെ എതിർത്താൽ മതി എന്നുള്ള ചിന്തയുള്ളൂ. അത് ഭൗതി മുജാഹിദ് ആശയമാണെന്ന മൂപ്പർക്ക് AP ആശയം പിന്നെ ഏൽപ്പിക്കാരെ ഒരു പിന്നെ ആളുമാണ്. അങ്ങനെ ഒരു ഏമു എന്ന് പറയാം, AP മുജാഹിദ. അപ്പോ അപ്പൊ ഈ ഏമു ഇങ്ങനെ ആയ ഒരാളും ഞങ്ങളെ കൂടെ ഉണ്ടല്ലോ. അപ്പൊ മൂപ്പരെ ഞങ്ങളോടൊരു കഥ പറഞ്ഞു. ഇങ്ങനെ നമുക്ക് അദ്ദേഹത്തെ ഇങ്ങനെ വലിയൊരു കാര്യമൊന്നുമില്ല, എന്നാലും പിന്നെ നമുക്ക് ഒരനുഭവം ഉണ്ടായിട്ടുണ്ട് പറഞ്ഞു. അതെന്ത് ചോദിച്ചു. നമ്മളെ ഒരു കാരണവർക്ക് ക്യാൻസർ ആയിരുന്നു. അങ്ങനെ മൂപ്പര് പിന്നെ പുറത്തിറങ്ങിയിരുന്നില്ല. അപ്പോൾ കുറെ കാലമായിട്ട് മൂപ്പർക്ക് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാതെ മൂപ്പര് ക്യാൻസറായി വളരെ വിഷമിച്ച് മൂപ്പര് കഴിയുന്നു. ഈ സംഭവം ഞാൻ അദ്ദേഹത്തിന്റെ സമ്മതം വാങ്ങിക്കൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട തൃപ്പേനി ഉസ്താദ് വഫാത്തായ ശേഷം നമ്മളെ പിന്നെ എന്താ മൂപ്പര പേര്, നമ്മളെ സുന്നി അഫ്കാറിലാണെന്ന് സംശയമുണ്ട് എനിക്ക്. സുന്നി അഫ്കാറിലെ ലേഖകന് ഈ സംഭവങ്ങൾ ഞാൻ നൽകുകയും അദ്ദേഹം ഇങ്ങനെ താഴെക്കോട് കാരനായ നൗഷാദ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇത് അദ്ദേഹം വഫാത്തായ സമയത്ത് നമ്മളെ സുന്നി അഫ്കാറിൽ ലേഖനം വരികയും ചെയ്തിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് അദ്ദേഹത്തിന് സമ്മതം എടുത്തിട്ട് തന്നെ ഞാൻ പറഞ്ഞത്. കാരണം അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിൽക്കുന്ന ആളാണ്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ അവിടെ ഞങ്ങൾ ചെന്ന് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് ജീവിതത്തിൽ പിന്നെ എങ്ങനെ ഈ ജ്യേഷ്ഠന്റെ സുഖമില്ലായ്മ കാരണം അങ്ങനെ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദിനോട് ഈ കാര്യങ്ങൾ ചെന്ന് പറഞ്ഞിട്ടുണ്ട്. തൃപ്പനച്ചി ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തൃപ്പനച്ചി ഉസ്താദ് പറഞ്ഞത്രേ ഇങ്ങനെ കാക്കാക്ക് തീരെ സുഖമില്ല, പിന്നെ ഇങ്ങനെ ക്യാൻസറാണ്, വലിയ പ്രശ്നമാണ്, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പൊ മൂപ്പര് പറഞ്ഞത്രേ നിങ്ങള് ഇവിടുന്ന് ആ കേറ്റിന്ന് മേലത്തെ കേറ്റിന്ന് ഒരു വെള്ളം മുക്കിപ്പോയിട്ട് അതോ അങ്ങനെ എന്തൊരു സംഭവം, ഇനി അത് കഷായം വാങ്ങിപ്പോയി വെള്ളം മുക്കിപ്പോയെന്ന് എനിക്കറിയില്ല, അത് നേരെ പാണക്കാട് കൊണ്ടുപോയിട്ട് ഊതിപ്പിച്ചിട്ട് കുടി കൊണ്ടുപോയിട്ടാണ് കൊടുത്തളി നടത്തണേ. അപ്പൊ ഇവർക്ക് ഒരു സ്വഭാവം എന്താണ്, പാണക്കാട് അംഗീകരിക്കാന്നില്ല. പാണക്കാട് പിന്നെ അംഗന്മാരോട് ഇപ്പോ ഈ എ ആണെങ്കിലും മൂ ആണെങ്കിലും പറ്റൂലല്ലോ, രണ്ടിനും പറ്റൂലല്ലോ അല്ലേ, AP മുജാഹിദ് രണ്ടിനും പറ്റൂലല്ലോ. അപ്പൊ അങ്ങനെ പാണക്കാട് പോയിട്ട് അതിൽ ഇവര് ചോദിച്ചൊരു ചോദ്യം ഉണ്ടേ, ആരെക്കൊണ്ടാണ് ഊതിപ്പിക്കണ്ടു എന്ന് ചോദിച്ചേ. പാണക്കാട് ആരെക്കൊണ്ടാണ്, ഹൈദരൽ തങ്ങളെ കൊണ്ടാ, മുഹമ്മദ് ഷിഹാബ് തങ്ങളെ കൊണ്ടാ, ഉമർ അലി ഷിഹാബ് തങ്ങളെ കൊണ്ടാ, ആരെക്കൊണ്ടാണ് ഊതിപ്പിക്കണ്ടു ചോദിച്ചേ. അപ്പോ ബഹുമാനപ്പെട്ട തൃപ്പനച്ചി ഉസ്താദ് ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസ് മൂപ്പര് ഒരു മറുപടി പറഞ്ഞു, പാണക്കാട്ട് ഏത് കുട്ടിയായാലും മതി. കാരണം ഇവരെ കൊണ്ട് പാണക്കാട്ട് തങ്ങന്മാരെ അംഗീകരിപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖോടുകൂടി പിന്നെ ആ വീട്ടിൽ ഈ പറയപ്പെടുന്ന ആളുടെ പിന്നെ അവരുടെ കുടുംബത്തിൽ തന്നെ കല്യാണത്തിന് പാണക്കാടത്തെ കുട്ടികളെ ക്ഷണിച്ചു എന്നുള്ളത് പിന്നെ അതിന്റെയൊക്കെ ഒരു അനന്തരഫലമായിരിക്കാമെന്ന് നമ്മൾ വിശ്വസിക്കും. അങ്ങനെ പാണക്കാട്ട് ഏത് കുട്ടികളായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മൂപ്പര് നേരെ ചെന്ന് നോക്കുമ്പോ തൃപ്പനച്ചി ഉസ്താദല്ലേ പറഞ്ഞത്, അന്ന് എല്ലാവരും അവിടെ ഉണ്ടാവും എഴുതി പോയതായി. ആരെക്കൊണ്ടാണ്, കാരണം കുറെ ആൾക്കാരുണ്ടല്ലോ.
പക്ഷെ അന്നത്തെ ഏറ്റവും ചെറിയ കുട്ടി, വീട്ടിൽ ഇരിക്കുന്ന കുട്ടികളിൽ ഏറ്റവും ചെറിയ കുട്ടി, സ്കൂളിൽ പോകാത്ത കുട്ടിയായിട്ടുള്ള ഏറ്റവും ചെറുപ്പക്കാരനായിട്ടുള്ളത് ബഹുമാനപ്പെട്ട സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങളായിരുന്നു. അള്ളാഹു ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസിനെ പ്രദാനം ചെയ്യട്ടെ. അന്നാ മൂപ്പരാത്തിൽ ഏറ്റവും ചെറിയ കുട്ടി പാണക്കാട്. മൂപ്പരെ കൊണ്ട് തന്നെ ഊതിപ്പിച്ചു. അപകടങ്ങൾ ഏത് കുട്ടിയായാലും മതിയും. അവസാനം നോക്കുമ്പോൾ ചെറിയ കുട്ടി മാത്രം അവിടെ ഉണ്ടായത്. അങ്ങനെ ഈ ഇത് നിങ്ങൾ വായിച്ചിട്ടില്ല, ആരും വായിച്ചിട്ടില്ല സുന്യഫ്കാറിൽ ഇങ്ങനെ നൗഷാദ് പറഞ്ഞു, താക്കോട്ടുകാരൻ നൗഷാദ് പറഞ്ഞു പറഞ്ഞിട്ട് തന്നെ മൂപ്പര് കൊടുത്തിട്ടുണ്ട്. നമ്മളെ പേര് പറഞ്ഞിട്ട് തന്നെ മൂപ്പര് സനത് സഹിതം തന്നെ കൊടുത്തിട്ടുണ്ട്. അതില് ഏത് കുട്ടിയായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഈ ആള് അങ്ങനെ അത് വാങ്ങി, അങ്ങനെ അത് ഊതി കൊണ്ടുപോയി കൊടുത്തു. അതിനുശേഷം ഇത് കുടിച്ച ശേഷം ഈ മനുഷ്യൻ പിന്നെ അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങുകയും അദ്ദേഹത്തിന്റെ പാടത്ത് പോവുകയും പിന്നെ പണിക്കാരെ കൂടെ പണിയെടുക്കുകയും പണിക്കാരത്തേക്ക് പോവുകയൊക്കെ ചെയ്തിരുന്നു എന്ന് ഇയാള് ഞങ്ങളോട് നേരിട്ട് പറഞ്ഞ സംഭവമാണ്. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾ പോകുമ്പോ ഇങ്ങനെ പറഞ്ഞ് ഈ വലിയ പിന്നെ ഇങ്ങനെ ഇവർ പോകുമ്പോ ഇവരിങ്ങനെ പോവുകയാണ് വണ്ടി. അപ്പൊ ഞാൻ എന്നെ വിളിച്ചു കാട്ടിയ കയറ് ഞാൻ എവിടുക്കാന്നറിയില്ലല്ലോ. അപ്പൊ നോക്കുമ്പോ പെരുന്നാളിന്റെ സമയമാണല്ലോ. അപ്പൊ ഈ പെരുന്നാളിന്റെ സമയം ആയതുകൊണ്ട് ഇവര് പോകുന്നത് കോട്ടക്കുന്നിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മൾ നല്ലൊരു ദിവസം എന്തിയെ കോട്ടക്കുന്നിൽ പോയി വെറുതെ സമയങ്ങളിൽ എന്ത് തേങ്ങയാണ് അവിടെ ഉള്ളത്, മാനത്ത് പോക്കി നിന്നിട്ട് എന്താ കാര്യം, നമുക്ക് നേരെ എന്നാ നമുക്ക് തൃപ്പനി ചുസ്താദിന്റെ അവിടെ പോയി നോക്കാം. ആ മൂപ്പരെ കാണൂലല്ലോ, പോയാലും കാണൂല്ലേ, നമുക്ക് പോയി നോക്കാം. ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ തൃപ്പനി ഉസ്താദിനെ കാണാനും ദിവസങ്ങളായി പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അതിൽ വല്ലാതെ വിഷമിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കുന്ന സമയത്ത് അപ്പൊ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ കറണ്ടും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഈ ഉസ്താദ് പിന്നെ ജീവിക്കുന്ന പള്ളിയുടെ നേരെ ഓപ്പോസിറ്റിൽ നിന്നിട്ട് ഞാൻ പറഞ്ഞു, ഏതായാലും നമ്മളൊരു മഹാന്റെ അടുക്കലാണല്ലോ വന്നിട്ടുള്ളത്, മൂപ്പര് മഹാനാണെന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. നമുക്ക് ഏതായാലും ഈ അപ്പൊ അവിടെ ഈ പിന്നെ ഈ കുട്ടിയടക്കം മറ്റേ ഈ നമ്മളെ മറ്റേ ഇയാളെ പേരക്കുട്ടി എന്ന് പറഞ്ഞ, എനിക്കറിയില്ല പേരക്കുട്ടിയാണെന്ന് അയാൾ പറഞ്ഞതാണ്, അദ്ദേഹം അടക്കം അവിടെ കുറച്ച് ആൾക്കാർ മൂപ്പരെ കാണാനായിട്ട് കുറച്ച് ദിവസമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്ന സമയത്ത് ഏതായാലും നമുക്ക് മൂപ്പരെ ഒരു മദ്ഹ് പറയാം, മൂപ്പര് വലിയ മഹാനാണല്ലോ. അപ്പൊ ഞാൻ അന്നത്തെ ഈ പഴയ സംഭവം, ഈ മൂപ്പര് നമ്മളാളാണ് പറഞ്ഞിട്ട് SKSF ഓഫീസിന് മുകളിൽ കയറിയല്ലോ, ആ സംഭവം ഞാൻ മദ്ഹായി പറഞ്ഞു. ഈ കാര്യവും ഞാൻ അദ്ദേഹത്തിന്റെ മദ്ഹായിട്ട് അവിടുന്ന് പറഞ്ഞു. ആ സമയത്ത് പിന്നെ ചിത്താരിയുടെ പേരക്കുട്ടി ആ സമയത്ത് നോക്കുമ്പോൾ പെട്ടെന്ന് ലൈറ്റ് കത്തി. അവിടെ ലൈറ്റ് കത്തി, കറണ്ട് വന്നതാവും, കറാമത്താമല്ലേ പറഞ്ഞു, കറണ്ട് വന്നത്, കറണ്ട് വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ കറണ്ട് വന്നു, ലൈറ്റ് കത്തി, അങ്ങനെ തന്നെ ഊട്ടിക്കൊള്ളി. അങ്ങനെ പെട്ടെന്ന് കറണ്ട് വന്നു എന്ന് പറയാം, നമ്മൾ പിന്നെ വേറെ കൂടുതൽ പറയണ്ട, കറണ്ട് വന്നു എന്ന് കൂട്ടിയാൽ മതി. അങ്ങനെ കറണ്ട് വന്നിട്ടുണ്ടാവും. അങ്ങനെ ലൈറ്റ് കത്തിയപ്പോ കുറച്ച് കഴിഞ്ഞപ്പോ ഇങ്ങനെ മഹാനവറുകൾ ഇങ്ങനെ പുറത്തിങ്ങനെ ഒന്നിങ്ങനെ വന്നു. പുറത്തേക്കാണ് വന്ന 10 വരെ നമുക്ക് കാണാമെന്ന് നമ്മൾ പറയുകയും ചെയ്തു. കാരണം മൂപ്പരെ മദ്ഹ് പറഞ്ഞിട്ട് മൂപ്പര് മഹാനോ, ഞാൻ ഈ പറയുന്നത് സത്യമാണെങ്കിൽ മൂപ്പർക്ക് അറിയാലോ. അതും ഞാൻ പറഞ്ഞു. നമ്മളിപ്പോ ഈ പറയുന്ന കാര്യം അന്ന് SKSF ഓഫീസിന്റെ മുകളിൽ ഇങ്ങനെ കയറി ഇയാൾ നമ്മളാളാണെന്ന് പറഞ്ഞപ്പോ AP-ക്കാർ നമ്മളാളാണെന്ന് പറഞ്ഞപ്പോ ആ പറഞ്ഞത് മൂപ്പര് കേൾക്കണില്ല. ഞങ്ങൾ എത്രയോ ദൂരം നിന്ന് പറയുന്നതാണ്. മൂപ്പര് ഞങ്ങളോട് മാത്രം പറഞ്ഞ കാര്യം മൂപ്പര് പൊതുജനങ്ങൾക്ക് മൊത്തം സാക്ഷിയായിട്ട് ചെയ്തു കൊടുക്കുകയാണ്. അപ്പൊ ആ കാര്യം സത്യമാണെങ്കിൽ എനിക്ക് ഈ മറ്റേ നമ്മളെ ഈ ചിത്താരിയുടെ മകനെയും കൂടി കേൾപ്പിക്കണം എന്ന് കൂടി ഉണ്ട് പേരക്കുട്ടിനെ. ഈ കാര്യം സത്യമാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് മൂപ്പരെ കാണാൻ ഞാൻ വെറുതെ പറിച്ചിട്ട് പറഞ്ഞു. ഈ കാര്യം സത്യമാണ്, ഇത് മൂപ്പര് കേൾക്കോ, മൂപ്പര് നമ്മൾ ഈ പറയുന്ന സത്യം മനസ്സിലാക്കുക, അതിന് മൂപ്പര് സാക്ഷ്യപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ് മൂപ്പര് സാക്ഷ്യപ്പെടുത്തും എന്ന ഒരു അർത്ഥം വരുന്നൊരു വാക്ക് ഞാനവിടെ ആ രൂപത്തിലുള്ളൊരു പദം ഞാനവിടെ പ്രയോഗിച്ചു. നമ്മൾ പിന്നെ ഇത് സംഭവം വരല് നിർബന്ധമായിരുന്നു. അങ്ങനെ നമ്മൾ ആകെ വിഷമിച്ച് നിൽക്കും. മൂപ്പര് വന്നിട്ട് മൂപ്പര് ഒരു ക്ലാസ്സിൽ എന്തോ സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ മഹാനവറുകൾ പുറത്ത് വന്നിട്ട് അതിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, നമ്മളെ പിന്നെ ഒരു മാഷുണ്ടായി. അപ്പൊ മൂപ്പര് ഞങ്ങളെ വിളിച്ചപ്പോ മൂപ്പരാണ് ചെന്നു ഈ ക്ലാസ് കാട്ടിയത്. അപ്പൊ അന്നല്ല, എന്നോടല്ല പറഞ്ഞത്. അപ്പൊ മൂപ്പര് കുറച്ച് ഉയരമുള്ള ആളാണ്, എന്നോടല്ല അയാളെയാണ് പറഞ്ഞു. അപ്പൊ എന്നെയാണ് പറഞ്ഞത്, ഇന്നെ വിളിച്ചു. അപ്പൊ ഞാനൊരു തൊപ്പിയൊക്കെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ഒരു കറുത്ത തൊപ്പിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ അവിടെ ഒരു ഒഴിഞ്ഞു നിൽക്കുക. അപ്പൊ എന്നെ വിളിക്കണത്, കാരണം ഞാൻ അങ്ങനെ ഇവരാണ് മുമ്പിൽ വന്നപ്പോ ഞാനൊന്നിങ്ങനെ പിന്നിൽക്കുന്നു, ഒറ്റടിക്കണ കാര്യം ചെല്ലണ്ട വെച്ചിട്ട്. അങ്ങനെ അപ്പൊ എന്നെ വിളിച്ചു. അങ്ങനെ ഞാന് പിന്നെ അതിമൊരു അവിടെ ഒരു തിണ്ടുണ്ട്, ആ തിണ്ടുമ്പ കയറി എത്തി കഴിഞ്ഞ് മൂപ്പര് 1-ാം നിലയിലാക്കണത്, മൂപ്പര് മുകളിലെ നിലയിലാക്കണത്. മൂപ്പര് മുകളിൽ നിന്ന് ഗ്ലാസ് തരിക, ഞാൻ ഈ അടിയിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് 1-ാം നിലയ്ക്ക് ഞാൻ ഈ ചെറിയൊരു കല്ലുമ്മ കയറി ഞാൻ ഏന്തി വലിഞ്ഞ്, മറ്റേയാളാണെങ്കിൽ കുറച്ചും കൂടി എടുത്ത് കിട്ടിയിരുന്നു. കാരണം ഉന്നക്കായ 2 അടിയും കൂടി ഒരു 1.5 അടിയും കൂടി ഉയരണ്ട്, മൂപ്പര് ഒരു 6 അടിന്റെ മുകളിലുണ്ട്. അപ്പോ ഇത് ഏന്തി വലിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ കൈ ഉയർത്തി ഞാൻ മെല്ലെ എന്റെ കൈക്ക് ഞാൻ ആ ഗ്ലാസ് വാങ്ങി. ഗ്ലാസ് വാങ്ങിയപ്പോ അതിലെന്തോ ഒരു തരം മിശ്രിതം, ഒരു നല്ല മധുരവും ഒരു പ്രത്യേക രുചിയുമുള്ള ഒരു മിശ്രിതം, ഒരു ഗ്ലാസോളം അതിലുണ്ടായിരുന്നു.
എന്താണ് എന്ന് എനിക്കറിയില്ല. ഞാൻ വളരെ ആർത്തിയോടുകൂടി ഞാനത് മുഴുവൻ പിന്നെ കുടിക്കുകയും കൈയിട്ട് അതൊക്കെ തുടച്ച് അത് കുടിച്ച് അവിടെ കൊണ്ടുപോയി അത് കഴുകി അതൊക്കെ കുടിച്ച് ഞാൻ മഹാനവറുകൾക്ക് ഞാൻ അതിലൊരു ഗ്ലാസ് ഫുള്ള് നല്ല ചൂടുള്ള ചായയും എന്നോട് പറഞ്ഞു എന്തെങ്കിലും വാങ്ങിക്കോളൂ കൊണ്ട് പറഞ്ഞു. അങ്ങനെ കുറച്ച് കടിയൊക്കെ വാങ്ങി ഞാൻ വന്നു കൊടുത്തു. അപ്പൊ തന്നെ വാങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ കുറച്ച് ബാക്കപ്പരിയും കാര്യങ്ങളൊക്കെ വാങ്ങി ഇത് കൊടുക്കും. ഞാനിത് മുഴുവൻ കഴുകി ഉഷാറാക്കി ഞാൻ നല്ലോണം കുടിച്ച് എന്തോ ഒരു പ്രത്യേകമായ രുചിയുള്ള ഒരു പാനീയായിരുന്നു. അത് എന്താണെന്ന് അല്ലാഹു അലം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തായാലും അത് പിന്നെ അതുകൊണ്ട് വിജയത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. മഹാനവറുകളുടെ പ്രത്യേക ബർക്കത്തിന് എനിക്ക് തരുമാറാവട്ടെ. അപ്പോ അത് അങ്ങനെ എനിക്ക് ഒരു പ്രത്യേകമായ ഒരു അവസരം അന്ന് കിട്ടി. അങ്ങനെ ഇത് ഞാൻ ഈ സംഭവം പറഞ്ഞതുകൊണ്ടാണ്, ഈ മഹാനവറുകളെ കുറിച്ച് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോഴാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടിയത്. ഇത് നമ്മളെ സുന്നി അഫ്കാറിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല അതിന്റെ കൂടെ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത് ബഹുമാനപ്പെട്ട കരീം ഫൈസി ഉസ്താദ് ഇൻഷാ അല്ലാഹ് ശേഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നിസും പോകരുത്. ഞാൻ കരീം ഫൈസി ഉസ്താദ് നിങ്ങൾ പറയുന്ന കേൾക്കുന്നില്ല. നിങ്ങളൊന്ന് റീസ്റ്റാർട്ട് ചെയ്ത് വരും. കരീം ഫൈസി ഉസ്താദ് കേൾക്കുന്നുണ്ടോ? നിങ്ങൾ DC ആണ്. കരീം ഫൈസി ഉസ്താദ് DC ആണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ഒരു അനുഭവം ഞാൻ അവിടുന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ടായി. അത് നമ്മൾ സുന്നി അഫ്കാറിൽ എഴുതുകയും ചെയ്തു. അതിനുശേഷം മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സമ്മേളനം ഉണ്ടാകുന്ന സമയത്ത്, അല്ല ജാമിയ നൂരിയയിലെ സമ്മേളനമുള്ള സമയത്ത് എന്റെ ഒരു 2-3 സുഹൃത്തുക്കള് ഇവിടുന്ന് വന്നിരുന്നു. എവിടെ നിന്നും? ഇത് കുറച്ച് മുമ്പുണ്ടായതാണ്. മറ്റേ മുപ്പര് വഫാത്താണ്ട് കുറച്ചും കൂടി മുമ്പുണ്ടായത്. ജാമ്യയുടെ സമ്മേളനം നടക്കുന്ന സമയത്ത് എറണാകുളത്തുനിന്ന് അതിലൊരു സുഹൃത്ത് ഏറ്റവും വലിയ രസമുണ്ട്. ബഹുമാനപ്പെട്ട KT മാനു മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദ മഹാനവറുകൾ വഫാത്തായാലും അവര് 3 ആളും ഏകദേശം AP-ക്കാരാണ്. കാരണം അവിടെയൊക്കെ അങ്ങനെ സുന്നികൾ എന്ന് പറഞ്ഞാൽ ഏകദേശമൊക്കെ AP വിഭാഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. സജീവ AP-ക്കാരാണ് അതിൽ 2 ആളുകൾ. അങ്ങനെ അതിലൊരു സുഹൃത്ത് വളരെ സജീവമായി സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം കൊണ്ട് തന്നെ AP വിഭാഗത്തിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. അദ്ദേഹം വെറും അവരെ മൗലവിമാരെ കൂടെ തന്നെയാണ്. അപ്പോ ഒരു സംഭവം, വളരെ രസകരമായ സംഭവം ഉണ്ടായി. KT മാനു ഉസ്താദ് വഫാത്തായപ്പോ മരണപ്പെട്ട വിവരം അറിഞ്ഞ് നമ്മൾ സമ്മേളന നഗരിയിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് യാത്ര ചെയ്തു തിരിച്ചു വരുന്ന സമയത്ത് ബസ്സിലാണ് പോകുന്നത്. നമ്മളെ നാട്ടിൽ നിന്ന് പോയ ബസ്സിലാണ് ഞാനും ആ ഒരു സമ്മേളനത്തിന് അന്ന് പോയിട്ടുള്ളത്. ഉസ്താദുമാരൊക്കെ കൂടെ പോവുക എന്ന ഒരു ഉദ്ദേശത്തിൽ, കാരണം പിന്നെ ഒക്കെപ്പാടെ പോണ രസമാണ്. അങ്ങനെ കാരണം അള്ളാഹു അന്ന് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എന്റെ വണ്ടി കൊണ്ട് പോയിക്കൊണ്ടെങ്കിൽ ഈ ആൾക്കാർക്ക് മറ്റുള്ള ആളുകൾക്കൊന്നും കേൾക്കാൻ കൂടിയില്ല. അപ്പൊ പഠിച്ച തമ്പുരാന്, കാരണം ഇതൊക്കെ ഓരോരോ അവസരങ്ങൾ അള്ളാഹു നമുക്ക് ഒരുക്കി തരികയാണ്. അങ്ങനെ പിന്നെ ഞാൻ ഈ വാഹനത്തിൽ തിരിച്ച് യാത്ര ചെയ്തു പോരുന്ന സമയത്ത് ഇങ്ങനെ എന്നൊരു സുഹൃത്ത് വിളിച്ചു, സാധിക്കുന്നത് എറണാകുളത്ത് നിന്ന് വിളിച്ചു. അത് നിമിത്തം അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കുറെ പറയാലോ അല്ലെ. അതില് ഈ സുഹൃത്ത് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, KT മാനൂര് മരിച്ചു ചോദിച്ചു. നന്ദി, വല്ലാത്ത മരണമായില്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ഭയങ്കര സംഭവമായി എന്ന് പറഞ്ഞു. അപ്പോ ഞാന് ഉദ്ദേശിക്കുന്നത് 2 അപ്പൊ എന്നോട് പറഞ്ഞു, മൂപ്പര് അങ്ങനെ പറഞ്ഞപ്പോ തന്നെയാണ് മരിച്ചില്ലേ, അത് ഭയങ്കര വലിയൊരു മോശമായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് ഭയങ്കര സംഭവം ഇങ്ങനെയാണെന്ന് മനസ്സിലായത്. അപ്പൊ എന്തെന്ന് ചോദിച്ചു. അല്ല, മൂപ്പര് AP സമസ്ത പിരിച്ചുവിടുക എന്ന് 3 വട്ടം പറഞ്ഞേക്ക് മൂപ്പര് അങ്ങനെ കുഴഞ്ഞു വീണാണ് മരിക്കല്ലേ എന്ന് ചോദിച്ചു. സ്റ്റേജിൽ വെച്ചിട്ട് കുഴഞ്ഞു വീണാണ് മരിച്ചു ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അഊസു ബില്ലാഹ്. അന്ന് AP-ക്കാരനായ ഒരാള് അവിടെ പിന്നെ ഏതൊരാൾ അവരുടെ നേതാവ് ആക്സിഡന്റ് ആയി മരിച്ചിരുന്നു. നമ്മളതും കൂടി
ഈ ഒരു കുരുത്തക്കടായിട്ട് അന്ന് തന്നെ ആ സമയത്ത് നമ്മളെ സമ്മേളനം നടക്കണ അന്ന് പിന്നെ ഉസ്താദ് മരിക്കുന്ന അന്ന് രാവിലെ അന്ന് ഉച്ചക്കെപ്പോഴോ അവരുടെ ഒരാൾ ആക്സിഡന്റ് ആയിട്ട് മരിച്ചിരുന്നു, ഒരു കാര്യപ്പെട്ട നേതാവ്. അതുപോലെ നമ്മളവിടെ നമ്മളെ സദസ്സിലോ അല്ലെങ്കിൽ അതൊരു മോശമായിട്ട് കാരണം മനുഷ്യന്മാർ നമുക്കൊക്കെ ആക്സിഡന്റ് ആയി മരിക്കാം, കഅബത്തിന് പിന്നെ ക്രെയിന് പിന്നെ ഊണ് മരിച്ചില്ലേ, അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊക്കെ മനുഷ്യന്മാർക്ക് മരക്കാൻ ഓരോരോ കാരണങ്ങൾ എന്നല്ലാതെ അതിലൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും അങ്ങനത്തെ അതൊന്നും ഒരു സംഘടനയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറില്ല. മരണപ്പെട്ടവർക്കൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മൾ ഈ ജീവിച്ചിരിക്കുമ്പോൾ ഫിത്ന ഉണ്ടാക്കുന്നതിനെതിരെ മാത്രമേ നമ്മൾ പറയുള്ളൂ, അല്ലാതെ ആരെയും നരകത്തിൽ കൊണ്ടുപോകുന്ന ഏർപ്പാട് ആക്കുക എന്നൊരു ഏർപ്പാട് നമുക്കില്ല. ആരുടെയും ആക്കിബത്ത് അള്ളാഹു ഇനി മോശമാക്കരുത്, എല്ലാവർക്കും നല്ല ആക്കിബത്തിനെ കൊടുക്കണേ. മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യാനുള്ള ഒരു അവസ്ഥ എല്ലാവർക്കും തരണേ തമ്പുരാനെ. കാരണം എന്താണെങ്കിലും ഒരു മനുഷ്യൻ നരകത്തിൽ കടന്നിട്ട് എന്താ കാര്യം? നരകത്തിൽ കിടക്കുക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണ്. അതുകൊണ്ട് നമുക്കൊന്നും കിട്ടാനൊന്നുമില്ല. നമുക്ക് ഈ ദുനിയാവിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫിത്നകൾ അവസാനിച്ച് കിട്ടിയാൽ മതി, വേറെ നമുക്കൊന്നുമില്ല. ഇവിടെ പരിശുദ്ധ ദീനം നിലനിൽക്കണം, അത്ര മാത്രമേ നമുക്ക് ആഗ്രഹമുള്ളൂ. ആളുകളെ നരകത്തിൽ കൊണ്ടുപോകുന്നത് ഇബ്ലീസിന്റെ മക്കളെ പണിയാണ്. ആളുകളെ സ്വർഗത്തേക്ക് കൊണ്ടുപോകലാണ് ആദം നബിയുടെ മക്കളെ പണികൾ. അള്ളാഹുവിന്റെ അമ്പിയാക്കളോ ഔലിയാക്കളോ ഒക്കെ ആദം നബിയുടെ കുട്ടികളാണല്ലോ. അവർ ചെയ്തുകൊണ്ടൊക്കെ ആളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകലാണ്. അല്ലാതെ ഒരാളെയും നമ്മുടെ എത്ര വലിയ ശത്രുവാണെങ്കിലും പടച്ചോനേജ് അവർക്ക് ആക്കിബത്ത് മോശമാക്കരുത് തമ്പുരാനെ. ഞങ്ങളെല്ലാവരെയും ആക്കിബത്ത് നീ നന്നാക്കി തന്നെ തമ്പുരാനെ. എല്ലാവരെയും ഞങ്ങളെ എത്രമാത്രം ബുദ്ധിമുട്ടിപ്പിച്ചിട്ടുണ്ടെങ്കിലും അള്ളാഹു സ്വർഗത്തിൽ കടത്തണേ തമ്പുരാനെ. നമ്മൾക്ക് ദുആ ചെയ്യാൻ അത്രയുള്ളൂ. അപ്പൊ നമുക്കൊരിക്കലും നമ്മളൊരാളെയും നമ്മളങ്ങനെ മരണപ്പെട്ടു പോയ ഒരാളെ നമ്മൾ മോശമാക്കുന്ന ഒരു ഏർപ്പാട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ല. ഇപ്പൊ ബഹുമാനപ്പെട്ട സയ്യിദ് ഫാറൂഖ് തങ്ങളെ നമ്മൾ ഒരു മോശമാക്കിയിട്ടില്ല. പിന്നെ അനാവശ്യമായി പൊക്കുക എന്നുള്ളൊരു ഏർപ്പാട് അത് നമുക്കില്ല, അതിന്റെ ആവശ്യമില്ല. ആവശ്യത്തിനനുസരിച്ച കതിറിനനുസരിച്ച് നമ്മൾ ഇവിടുത്തെ സ്ഥാനങ്ങൾക്കും മാനങ്ങൾക്കും നമ്മുടെ പിന്നെ സംവിധാനങ്ങൾക്കും അനുസരിച്ച് പിന്നെ മഹത്വങ്ങളൊക്കെ കൊടുക്കാറുള്ളൂ എന്ന് മാത്രം. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തെ നമ്മൾ അങ്ങനെ തന്നെ കണ്ടിട്ടുള്ളൂ. സയ്യിദ് ഫാറൂഖ് തങ്ങൾ അപ്പുറം നമ്മളൊന്നും എഴുതിയിട്ടില്ല, കണ്ടിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ. മൂപ്പര് മൈക്കിൽ വന്നോട്ടെ. ഉസ്താദേ കരീം ഫൈസ് ഉസ്താദിനോട് മൈക്കിൽ വരാൻ പറയും. അപ്പോ ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ആളെ നേരിട്ട് പിന്നെ പരിചയമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഏതായാലും പിന്നെ ഉസ്താദ് മൈക്കിൽ വരാണ്, കരീം ഫൈസ് ഉസ്താദ് മൈക്കിൽ വരട്ടെ. അപ്പോ ഞാൻ ഇപ്പൊ പറഞ്ഞെന്താ പറഞ്ഞത് പോയല്ലോ. അങ്ങനെ ഈ 3 സുഹൃത്തുക്കള്. അപ്പൊ ഇയാള് പറഞ്ഞു, അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു ഒരു മറുപടി. KT മാൻ ഉസ്താദിന്റെ മരണത്തെക്കുറിച്ചിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ നാളെ പേപ്പർ വായിക്കൊണ്ടു. ഏതെന്നോ ദേശാഭിമാനി വായിച്ചോളൂ കൊണ്ടുപോകാം. കാരണം ഓലെ അന്നത്തെ ഏറ്റവും വലിയ പേപ്പർ ദേശാഭിമാനിയാണ്. സിറാജ് മാത്രം വായിക്കേണ്ട, ദേശാഭിമാനി ഓലെ പേപ്പറാണെന്ന്. നമുക്ക് ചന്ദ്രികല്ലതുപോലെ ഓൽക്ക് ദേശാഭിമാനി ഓലെ പേപ്പറായിട്ട് അംഗീകരിക്കുന്ന സമയമാണ്. അപ്പൊ ദേശാഭിമാനിയെങ്കിലും ഒന്ന് വായിക്കൊണ്ടു സിറാജിനപ്പുറത്ത് എന്ന് പറഞ്ഞാണ്. എന്നിട്ട് എന്നെ തിരിച്ചു വിളിക്കൊണ്ടു. എനിക്കിപ്പോ രാത്രി സംസാരിക്കാൻ എനിക്കിപ്പോ പിന്നെ ഇതില്ല. ഒന്നാമത് ഇപ്പൊ നിങ്ങൾ ഈ ഇപ്പൊ മൂടും നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കായിരുന്നു. കാരണം നമ്മൾ അത്രയും നേരിട്ട് കണ്ട ഒരു അനുഭവത്തിനെയാണ് ഇയാൾ വിമർശിച്ചത്. അപ്പൊ ആരെ പറഞ്ഞു ചോദിച്ചു. അപ്പൊ SYSന്റെ ഏതൊരു പ്രസിഡന്റോ SYSന്റെ ഏതൊരു പ്രസിഡന്റോ സെക്രട്ടറി ഏതൊരു കാര്യപ്പെട്ട നേതാവാണ്, എറണാകുളക്കാരനാണ്, അദ്ദേഹത്തോട് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിലപ്പുറത്തൊന്നും അയാൾക്ക് ഇന്നെ ഒന്നും കേൾക്കാൻ മുപ്പര് തയ്യാറല്ല. പക്ഷെ രാവിലെ പേപ്പർ വായിച്ചപ്പോൾ മുപ്പര് സത്യം മനസ്സിലാക്കി. മഹാനവറുകള് ഇങ്ങനെ 28 പിന്നെ അതായത് 29, 30, 1 തീയതികളിലാക്കി സമ്മേളനം. അത് മഹാനവറുകൾ നിർബന്ധത്തിനാക്കിയതാണ്. 1, 2, 3 പോയ ചോദിച്ചാൽ പറ്റൂല. അപ്പോൾ നമുക്ക് തന്നെ 2 മാസങ്ങളിലായിട്ട് സമ്മേളനം നടത്തുമ്പോൾ നമ്മൾ നോട്ടീസിലും വാൾ പോസ്റ്റിലും ഒക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് പോലും അങ്ങനെ തന്നെ വേണമെന്ന് ബഹുമാനപ്പെട്ട മാനുസ്താദ് നിർബന്ധിച്ചതും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു മുണ്ട് വേണം, ഒരു തോർത്ത് മുണ്ട് വേണം എന്ന് പറഞ്ഞപ്പോൾ മകള് ചോദിച്ചു. എല്ലാവരും വലിയ വലിയ പച്ച ഒല്ലിയൊക്കെ അല്ലേ വലിയ വലിയ മൂല്യന്മാരുടെ നിങ്ങൾ എന്തിനാ തോർത്തുമുണ്ട് വേണു, അത് ആവശ്യം വന്നാലോ എന്ന് പറഞ്ഞതും ആ സംഭവങ്ങളൊക്കെ പിന്നെ ഇയാള് പിന്നെ പിറ്റേന്നറിയാണ്. അങ്ങനെ മഹാനവറുകൾ സ്റ്റേജിൽ നിന്ന് പൊതുസമ്മേളനത്തെ പോലും മൂപ്പര് എണീറ്റ് നിന്ന് കണ്ട് അഭിവാദ്യം ചെയ്തതും എല്ലാ തന്റെ അനുയായികൾ, മൂപ്പരതിന്റെ നേതാവാണല്ലോ, ജമിയത്തുൽ മുഅല്ലിമീന്റെ നേതാവാണല്ലോ മൂപ്പര്. ആ നേതാവ് അത്രയും കാലം നേതൃത്വം വഹിച്ച സംഘടനയുടെ ആളുകളെ മുഴുവൻ പിന്നെ ഒരു അറബിക്കടലിന് സമാനമായി ഒരു വെള്ളക്കടൽ തീർത്തുകൊണ്ട് മഹാനവറുകൾ അവർക്ക് നേതൃത്വം നൽകി സാക്ഷിയായി അവസാന സമ്മേളനത്തിന്റെ തുടക്കത്തിൽ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് KT മാനുസ്താദ് പിന്നെ എല്ലാ തങ്ങളുപ്പാപ്പാനടക്കമുള്ള ആളുകളോടൊക്കെ സമ്മതം ചോദിച്ചിട്ട് ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ വെച്ച് ഉറക്കെ തഹ്ലീൽ ചൊല്ലി മരണപ്പെട്ടതിന് പിന്നെ രാഷ്ട്രീയ സാമൂഹിക മതരംഗത്തുള്ള ആളുകളൊക്കെ സാക്ഷിയാണ്.
പക്ഷെ ആ സമയത്ത് നമ്മുടെ സമ്മേളനവും രാത്രിയായതും സമ്മേളനവും കാരണം കംപ്ലീറ്റ് കടകളും അടച്ചിരുന്നു. പിന്നെ ഒരു മുണ്ട് കിട്ടാൻ ഒരു മാർഗം ഉണ്ടായിരുന്നില്ല. മഹാനവറുകളുടെ അടുത്ത് തോർത്തുമുണ്ടായിരുന്നു ഇത്ര മഹാനവറുകളെ മുഖം കെട്ടിയിരുന്നത്. അങ്ങനെ പിന്നെ താടി എല്ല് കൂട്ടിക്കെട്ടിയത് ഈ തോർത്തുമുണ്ടാണ്. അങ്ങനെ അതുപോലും കയ്യിൽ വെച്ചിട്ട് മൂപ്പര് പോണത്. അങ്ങനെ അവിടെ നിന്ന് ഈ ജനാസ കൊണ്ടുവരികയും അവിടെ ലക്ഷക്കണക്കിന് ആളുകളെ സാക്ഷിയാക്കി അവിടെ വെച്ച് ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ തഹ്ലീലും അതുപോലെ തന്നെ മയ്യത്ത് നിസ്കാരത്തിനൊക്കെ അവിടെ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുകയും ചെയ്ത് അത്ഭുതകരമായ ഒരു മരണം, ഒരു മയ്യത്ത് നിസ്കാരവും ഒക്കെ സാക്ഷിയായി ലോകത്തിനു മുമ്പിൽ അത്ര അത്ഭുതകരമായി വളരെ മനോഹരമായി ഒരു മരണം സമ്മാനിച്ചു പോയ ബഹുമാനപ്പെട്ട കെട്ടി മാനു മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുകളുടെ ആ പ്രത്യേക അപ്പൊ ആ സംഭവം ആണ്. ആ സംഭവം ഇദ്ദേഹം പിറ്റേന്ന് പേപ്പറിൽ അറിയാം. അങ്ങനെ പേപ്പറിൽ ഈ വിഷയം അദ്ദേഹം അറിഞ്ഞപ്പോ ഇയാൾ എന്നെ തിരിച്ചു വിളിച്ചിട്ട് എന്നോട് നിങ്ങള് ഞാൻ അങ്ങനെ പറഞ്ഞത് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെ ഒരു തെറ്റ്. അപ്പൊ എനിക്കൊരു ഇത് കിട്ടിയല്ലോ, നമ്മളിങ്ങനത്തെ ഒരാളാകുക, ഇങ്ങനെ ഈ ഏപ്പിക്കാരിങ്ങനെ സംഭവം ഒപ്പിച്ചു വെക്കുക, അത് നേരെ പൊളിഞ്ഞു കിട്ടുക, പിന്നെ പണി നമ്മൾ എടുക്കുമല്ലോ. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ഇങ്ങനെ മെല്ലെ സൗഹൃദപരമായി കാര്യങ്ങൾ പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് എന്റെ ടെലിഫോണിൽ വിളിച്ച് അൽഹംദുലില്ലാ അവരിന്ന് ആ ഭാഗത്ത് നിങ്ങൾക്കറിയാം നമ്മളെ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനാണ് അവിടെ മുഹമ്മാലിയാക്ക എന്ന് പറഞ്ഞ നമ്മളെ എറണാകുളത്ത് നമ്മളെ വിമോചന യാത്രയിൽ നമ്മൾ സ്വീകരണം കൊടുത്തൊക്കെ. അപ്പൊ നമുക്കൊരു സാഹചര്യം കിട്ടിയപ്പോ നമ്മളെ കൂടി കയറി പിടിച്ച് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ഒരു അസറ്റായി അവർ മാറിയിട്ടുണ്ട്. പിന്നെ പല ആൾക്കാരും ഞാനാ കൊടുന്നൊക്കെ ചില ആൾക്കാരൊക്കെ ചില നിങ്ങളെ കുപ്പാക്കാരൊക്കെ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടോ, അതൊക്കെ വേറെ വിഷയം. എന്തായാലും നമ്മളതൊന്നും കൂടുതൽ നമ്മളാരും കൊന്ന ആളും ഏറ്റെടുക്കാനും നമ്മൾ നിന്നിട്ടില്ല. ഏതായാലും ഈ സംഭവത്തിനൊക്കെ നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചു. അൽഹംദുലില്ലാ അത് വലിയൊരു തൗഫീഖാണ്. കാരണം ഒരാളെങ്കിലും നന്മയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അത് ലോകത്തും ഉള്ളത് മുഴുവൻ ലഭ്യമാകുന്നതിന് തുല്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത് കൊണ്ട് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് അർഹമായ ഒരു പ്രതിഫലത്തിന്റെ നിങ്ങൾക്കൊക്കെ ഒരു ഓരിയും തരട്ടെ. കാരണം നമ്മളെല്ലാവരുടെയും ഒക്കെ ഒരു കൂട്ടായ എന്തെങ്കിലുമൊക്കെ നമ്മളൊക്കെ ഈ ക്ലാസ് റൂം ഒക്കെ അതിനൊരു കാരണങ്ങളായിട്ടുണ്ടാവും. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പൊ അങ്ങനെ ഈ സംഭവം ഞാൻ അദ്ദേഹത്തോട് മെല്ലെ പിന്നെ വിശദീകരിച്ചു. അങ്ങനെ തൃപ്പനി ഉസ്താദിനെ പരിചയപ്പെടുത്തി. തൃപ്പനി ഉസ്താദിനെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു അവര്. അപ്പൊ തൃപ്പനി ഉസ്താദിനെ കാണുന്നുണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് വന്നാൽ മതി, അവിടുന്ന് സിയാറത്ത് ചെയ്തിട്ട് നിങ്ങൾ പോയാൽ മതി. കാരണം നമുക്ക് പരിചയമുള്ള ഒരാളെ പറഞ്ഞു കൊടുത്തു, പരിചയമുള്ള ഒരു സ്ഥലത്ത് പറഞ്ഞു കൊടുത്തു, ആ സ്ഥലത്ത് നിന്ന് സിയാറത്ത് ചെയ്ത് പോയാൽ കാണാൻ സാധ്യതയുണ്ട് എന്ന് നമ്മുടെ അനുഭവം, നമുക്ക് അനുഭവമാണ്. അവിടുന്ന് സിയാറത്ത് ചെയ്ത് പോയ ശേഷം കണ്ടിട്ടുണ്ട്. അങ്ങനെ ആ അനുഭവം പറഞ്ഞു കൊടുത്തു. അങ്ങനെ അവർ പോയി കണ്ടപ്പോ അതിലൊരാൾ പറഞ്ഞു, എനിക്ക് ഉസ്താദെ കുറെ കാലമായിട്ട് എന്റെ മുട്ടുകാല് കൊണ്ട് എനിക്ക് ശരിക്കും സുജൂദ് ചെയ്യാനോ അത്തയ്യാത്തിൽ ഇരിക്കാനോ എന്നെ കൊണ്ട് പറ്റില്ല, മുട്ടുകാലിന്റെ വേദന കുറെ വർഷങ്ങളായിട്ട് എനിക്കുണ്ട് മൊമാലിയാക്കാം. അപ്പൊ മഹാനവറുകൾ അവിടുന്ന് തൃപ്പനി ഉസ്താദ് പറഞ്ഞു, എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്തോ, ഇവിടെ പട്ടിക്കാട് സമ്മേളനം നേരെ പട്ടിക്കാടേക്ക് വയ്ക്കുവാറും. അതിന് ഇബലിനെ വിളിക്കുകയാണ്. ഇബലിക്ക് എന്ത് പട്ടിക്കാടാ? എന്നോട് ചോദിച്ചു, നൗഷാദക്ക എവിടെയാണ് ഈ പട്ടിക്കാട് ചോദിച്ചു. അപ്പൊ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ സമ്മേളനമാണെന്ന്. എന്താണ് പട്ടിക്കാട് എന്താന്നൊക്കെ ചോദിച്ചു. നിങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. ഞാൻ പട്ടിക്കാട് ഉണ്ട് കാരണം. എന്നാ ഞങ്ങളാണ് വരട്ടിയെന്ന് ചോദിച്ചു. നിങ്ങൾ വരുന്ന പറഞ്ഞു. അങ്ങനെ ഇയാളും ഇയാളെ അനുജനും ഈ മൊമാലിയൊക്കെ ആളെ അഞ്ചനും സയ്യിദ് മുഹമ്മദ് എന്ന് പറയുന്ന നമ്മളെ എറണാകുളത്തെ നമ്മളെ വിമോചന യാത്രയും അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെ SKSFന്റെ നേതൃത്വത്തിൽ നടന്ന നമ്മളെ മറ്റേ യാത്ര ഉണ്ടല്ലോ, ഇപ്പോ നമ്മളെ ഇസ്തിഖാമയുടെ നേതൃത്വത്തിൽ നടന്ന ആദർശയാത്ര, അന്ന് എറണാകുളത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലായിരുന്നു നമുക്ക് ലഞ്ച് എന്നൊക്കെ. ഇന്ന് അവരൊക്കെ സയ്യിദ് മുഹമ്മദ് സാഹിബൊക്കെ ഇന്ന് നമ്മുടെ അവിടുത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നെടുന്തൂണാണ്. അൽഹംദുലില്ലാ. അങ്ങനെ ഞാൻ അവരെ നേരെ ഇങ്ങോട്ട് ഇവർക്ക് ഈ കാര്യങ്ങളൊക്കെ ഇവരെ നേരെ ഞാൻ നമ്മളെ മറ്റേ പട്ടിക്കാട്ടേക്ക് ഞാൻ ക്ഷണിക്കുകയും ഞാൻ ഇവിടെ നിങ്ങൾ ധൈര്യമായിട്ട് വന്നു, ഞങ്ങൾ എവിടുക്കാ വരണ്ടു ചോദിച്ചു. ഞങ്ങൾ എവിടുക്കാ വരണ്ടു എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങൾ നേരെ ഇങ്ങോട്ട് ഓഫീസിന്റെ അടുക്ക് വന്നോളൂ, ഞാൻ അവിടെ ഉണ്ടാവും. മറ്റേ കുണ്ടൂർ ഉസ്താദ് പറഞ്ഞല്ലേ, നിങ്ങൾ നേരെ മറ്റേ ഇവിടെ വന്നോളൂ, ഞാൻ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി, മറ്റേ ഇന്ന വാതിലൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞ മാതിരി. അങ്ങനെയല്ല, ഞാൻ നേരെ നമ്മളെ സമസ്ത ജാമിയ നൂരിയയുടെ ഓഫീസിന്റെ അവിടെ വന്നാൽ മതി, ഞാൻ ആ ഓഫീസിന്റെ മുമ്പിൽ ഉണ്ടാകും, നിങ്ങൾ അവിടേക്ക് നേരെ വന്നോളിന്നാണ്. അങ്ങനെ അവര് നേരെ വന്നിട്ട് നോക്കുമ്പോ അപ്പൊ നോക്കുമ്പോ സമ്മേളനത്തിനെയാണ്. ഇവര് സമ്മേളനത്തിനൊക്കെ അപ്പൊ വരാൻ പറയുന്നത് കാലിന്റെ മുട്ടിന വേദന. അപ്പൊ എന്നോട് ഇയാള് പറഞ്ഞു, നൗഷാക്ക ഞങ്ങൾ കരുതിയിരിക്കുന്നത് എല്ലാവരും ഏപ്പിക്കാരാന്നാണ്. കാരണം ഞങ്ങളൊക്കെ ഏപ്പിക്കാരാണല്ലോ.
അപ്പൊ ഞങ്ങൾ കേട്ടിരിക്കുന്ന ലോകം മുഴുവൻ ഏൽപ്പിക്കാരാന്നാണ്. സംഭവം ഏൽപ്പിക്കാരൊന്നുമില്ല. ഇവിടെ വന്നപ്പോഴാണ് ഈ തിരക്ക് മനസ്സിലായത്. ഞാൻ ഇവിടെ ഒരു ജാമ്യയുടെ ഒരു സമയം, ഒരു സ്ഥാപനത്തിന്റെ സമ്മേളനമാണ്. ഇങ്ങനെ 100 കണക്കിന് സ്ഥാപനങ്ങളെ സമ്മേളനം നടക്കുന്നുണ്ട്. മർക്കസുമായി ഓലമാരി ഒറ്റ സമ്മേളനം അല്ലല്ലോ നടക്കല്. നമ്മൾ അതും 2 കൊല്ലം പരസ്യം ചെയ്തിട്ട് ഒരു പരസ്യം ഞങ്ങൾ എറണാകുളത്തും എവിടെയും കാണാനില്ല. ഞങ്ങൾ പോരിനടുത്ത് ഒരു പരസ്യമില്ല. എവിടെയെങ്കിലും ഒരു 1/2 ബോർഡ് കണ്ടാലും ഒരു നോട്ടീസ് കണ്ടാലും അത് ആരെങ്കിലും കീറിയിട്ടുണ്ടാവും. എന്നിട്ട് എവിടുന്നത്ര ജനം. എന്നിട്ട് എന്റെ ഉഷാക്ക ഞങ്ങൾ പാണ്ടിക്കാട് വൈക്കാ വന്നിട്ട് ഞങ്ങൾ കാറ് നിർത്തിയത് 3 കിലോമീറ്റർ അപ്പുറത്താണ്. ഞാൻ ഈ കുട്ടിനെയും തലയിലേറ്റിയിട്ടാണ് ഞാൻ ഈ നടന്നു വന്നത്. കാരണം കുട്ടീന്റെ ഒപ്പം കുട്ടിനെയും തലയിലേറ്റി നടന്നു വന്നിട്ട് ഇയാൾ നടന്നു വന്നിട്ട് ഞാൻ നേരെ നമ്മളെ ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ നവറല്ലാഹു മർക്കദ മഹാനവറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. മൂപ്പരൻ കണ്ടേക്ക് മൂപ്പരെ കൈ പിടിച്ച് വലിയ മുത്താൻ വേണ്ടി നോക്കിയപ്പോൾ മൂപ്പര് കൈയൊന്നും പിടിച്ച് മുത്താൻ അയച്ചില്ല. കൈ പിടിച്ച് പിന്നെ മുത്താൻ അയച്ചില്ല. മൂപ്പരെന്നെ നീച്ചുന്നു. മൂപ്പരെ ആകണം കണ്ടു. മൂപ്പരെ വസ്ത്രവും മൂപ്പരെ വേഷവും മൂപ്പരെ ലാളിത്യവും മൂപ്പരെ എളിമയും ഇതൊക്കെ കണ്ടു. ഇന്നലെ ഏതോ നമ്മുടെ വാട്സപ്പിലൊരു ഒരു വീഡിയോ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ. അതായത് ട്രഡീഷണൽ ചിന്താഗതിയും 5 സ്റ്റാർ ലൈഫുമാണ് സൂഫിസം എന്ന് പറയുന്നുണ്ടല്ലോ ഒരാള്. അതല്ല, സത്യത്തിൽ വിശാലമായ ചിന്താഗതിയും എന്നാൽ ലളിതമായ ജീവിതമാണ് സൂഫിസം. അങ്ങനെയാണ് നമ്മളെ മഹാന്മാരൊക്കെ പഠിപ്പിക്കുന്നത്. ചെറിയ ആൾക്കാർ ഓലെ ജീവിത രൂപത്തിന് ആളുണ്ടാക്കുകയാണ് അല്ലേ. ബൊഫെ പിന്നെ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കില്ല. അവിടെയൊക്കെ ഫുൾ ബൊഫെ തരെ. 5 സ്റ്റാർ ഹോട്ടലിൽ ഫുൾ ബൊഫെ. പിന്നെ ഡിഗ്രിക്ക് പഠിച്ചു. ഏത് ഡിഗ്രിയാന്നുള്ളാവായാലും ഏത് ഡിഗ്രിയാ പഠിച്ചിക്കണെന്നുള്ളാവായാലും ഡിഗ്രിക്ക് പഠിച്ചു. ആ ഡിഗ്രിയുടെ പേര് പറഞ്ഞാൽ ഏതൊക്കെയാണെങ്കിലും പുസ്തകം എന്ന് ചോദിച്ചാൽ കുടുങ്ങും അല്ലേ. ചില ആൾക്കാരങ്ങനെയാണ്. നമ്മളൊരു സുഹൃത്ത് ഒരു ചങ്ങായി വന്നിട്ട് ചോദിച്ചു, ഒരു മമ്പാട്ടുകാരൻ വന്നിട്ട്. അപ്പൊ ഇയാള് പെരിന്തൽമണ്ണക്കാരനാണ്. പിന്നെ പെരിന്തൽമണ്ണക്കാരനാ ചോദിക്കണത്. ഈ ചങ്ങായിയുടെ വീട് വണ്ടൂരാ. വണ്ടൂർക്കാരനോട് ചോദിച്ചു, അല്ല നിങ്ങളെന്താ കോഴ്സ് കഴിഞ്ഞിക്കണു ചോദിച്ചു. അപ്പൊ അടുത്ത വഴിക്ക് ഈ കുട്ടി പറഞ്ഞു, ഞാൻ ബികോം കഴിഞ്ഞിക്കണു. എവിടെ പഠിച്ചു ചോദിച്ചു. ഞാൻ മമ്പാട്ടാണോ. ഇപ്പം പെരിന്തൽമണ്ണയാണല്ലോ. ഞാൻ മമ്പാട്ടാണ് പറഞ്ഞു. ബികോം പഠിച്ചുകൊണ്ട് വെച്ചു. ആന്ന് പറഞ്ഞു. നിങ്ങൾ ഏതേ കഴിഞ്ഞു ചോദിച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഞാൻ കഴിഞ്ഞത് കരീം ഫൈസ് ഉസ്താദ് പോയോ അടച്ചോ. ഞാൻ മൂപ്പരെ റീസാൻഡ് ചെയ്തിരുന്നു. അല്ലാ, മൂപ്പരെ വിളിക്കുന്ന മൂപ്പര് വന്ന് പറഞ്ഞു പോയിക്കോട്ടെ. ഉസ്താദ് വന്ന് പറഞ്ഞു പോയിക്കോട്ടെ. നെറ്റ് പ്രോബ്ലം. മൂപ്പര് ഓൺലൈൻ ഉണ്ടാക്കാണി. അപ്പോ മൂപ്പര് എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞു, പിന്നെ ഈ കുട്ടി മൂപ്പരോട് പറഞ്ഞപ്പോ അപ്പം പറഞ്ഞു, ഏത് കൊല്ലം പഠിച്ചു ചോദിച്ചു. അപ്പം കൊല്ലം പറഞ്ഞു 2001 മുതൽ 2004 വരെയാണ് എന്തൊരു കൊല്ലം പറഞ്ഞു. അതില് 3 കൊല്ലം നിങ്ങളവിടെ ഉണ്ടായിരുന്നു ചോദിച്ചു. എന്നാ 3 കൊല്ലം ഞാൻ ഉണ്ടായിരുന്നല്ലോ ആ ക്ലാസ്സിൽ. നിങ്ങളെ കണ്ടിട്ടില്ലല്ലോ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാനല്ല എന്റെ ഏട്ടനായിരുന്നു പറഞ്ഞു. കാരണം ഇവൻ കരുതിയത് എന്താണ്, ഇവൻ ഒരിക്കലും ഈ വണ്ടൂർക്കാരനായ പിന്നെ വണ്ടൂർക്കാരനെ ഓനാണ് അവിടെ പഠിക്കാൻ സാധ്യത. മറ്റോ പെരിന്തൽമണ്ണക്കാരനല്ലേ. വേറി വന്നതല്ലേ പെരിന്തൽമണ്ണ മണ്ണാർക്കാടോ പഠിച്ചിട്ടുണ്ടാവും എതിരപ്പം പറഞ്ഞു. അതുമാതിരി ഒരു ചങ്ങായിയുടെ പ്രസംഗത്തിൽ കേട്ടു മൂപ്പര് കോഴിക്കോട് ഹൈസൺ ഹോട്ടലിൽ ഡിഗ്രിക്ക് പഠിക്കുക. ഹൈസൺ ഹോട്ടലിൽ ഡിഗ്രിക്ക്. അല്ലാഹു അഅലം. ഏതായാലും അങ്ങനെയൊക്കെ ഓരോ തമാശ ഉണ്ട്. അങ്ങനെയല്ല സൂഫിസം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നല്ല. സൂഫിസം എന്ന് പറഞ്ഞാൽ സുഫത്തിന്റെ അഹ്ലുകാർ പറഞ്ഞാൽ എന്താർത്ഥം? 5 സ്റ്റാർ ഹോട്ടലിൽ കമ്പിളി പോപ്പ് വെച്ചിട്ട് ഏസിന്റെ ഓട്ടി കിടക്കല സുഫത്ത് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഇയാള്. കാരണം സുഫത്തിന്റെ അഹ്ലുകാരെ കമ്പിളിപ്പുതപ്പ് എന്നൊക്കെ പറയാം. അപ്പൊ ഈ ഏസിന്റെ ചോട്ടിൽ കിടക്കും ഭയങ്കര തണുപ്പുള്ളതുകൊണ്ട് കമ്പിളിപ്പോപ്പ് വെച്ച് കിടക്കുകയാണെന്ന് കരുതിയിട്ടുണ്ടാവും അല്ലെ. അതാണ് ആ സുഫത്ത് എന്ന് കരുതിയിട്ടുണ്ടാവും. ആ കമ്പിളിപ്പോപ്പല്ല ഈ പറഞ്ഞത്. ഇത് കമ്പിളിപ്പടം വസ്ത്രമാക്കിയ കരിമ്പടം എന്നാണ്. അത് ഒരു കരിമ്പടത്തിന്റെ ആളുകൾ. അവർക്ക് വേറൊന്നും ഉണ്ടാവില്ല. ഒരു കറുത്തപ്പായക്കാരെന്നറിയില്ലേ, അങ്ങനെ ജീവിച്ച ആൾക്കാരാ. ആ കരിമ്പടത്തിന്റെ ആൾക്കാരാ. അപ്പോ ഏതായാലും അങ്ങനെ ആധുനിക ലൈഫൊന്നുമല്ല വേണ്ടത്. അത് ഇങ്ങനെ തന്നെ വേണ്ടത്. അതൊക്കെ അങ്ങനെ. അപ്പൊ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിനെ കണ്ടപ്പോൾ ഇയാൾക്ക് മനസ്സിലായി, ഇതാണ് യഥാർത്ഥത്തിൽ സൂഫി. ഇങ്ങനെയാണ് ഒരു സൂഫി ജീവിക്കേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഉഖറവിയായ പണ്ഡിതൻ എന്ന് ഇവർക്ക് തിരിച്ചറിയുകയും ഇവരൊരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് ഇവരെ നേതാക്കന്മാരെയും നമ്മളെ ഉസ്താദിനെയും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡിക്ക് ഇവര് ഉസ്താദാണ് ദ്വേർക്കാൻ പറഞ്ഞാൽ ദ്വേർക്കണം എന്ന് പറയാം. അപ്പൊ ഞാൻ ഇവരിങ്ങനെ തൃപ്പന്റെ ഉസ്താദിന്റെ അടുത്ത് വരുന്നത് ഈ കഥകളൊക്കെ ബഹുമാനപ്പെട്ട കാളമ്പാടി ഉസ്താദിന് പറഞ്ഞു കൊടുക്കുക. മൂപ്പരായിക്കോട്ടെ എന്തേ വന്നു പോയിക്കോളി പെട്ടെന്ന് തന്നെ ആൾക്കാരെ കഴിച്ചിലാക്കി വിടില്ല മൂപ്പര ഒരുപാട്. അങ്ങനെ അതൊക്കെ ഇതൊക്കെ കണ്ട് ആകെ ബോധ്യപ്പെട്ട് ഇയാൾ പോയിട്ട് എനിക്ക് പിന്നെ തിരിച്ചു വിളിച്ചു. ഉഷാക്ക് എന്റെ വേദന വയ്ക്കുന്നു പറഞ്ഞു. 3 കിലോമീറ്റർ കുട്ടിനെയും തലയിലേറ്റി നടന്നിട്ട് ഉള്ള വേദന, ജീവിതത്തിൽ മാറാത്ത വേദന ഉണ്ടാകേണ്ടതിന് അതിൽ ഇയാളെ വേദന മാറി. പിന്നെ കുറച്ചു കാലം കഴിഞ്ഞിട്ടൊരു 3 മാസം കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ വിളിച്ചു ചോദിക്കും വേദന ഉണ്ടോ ചോദിച്ചില്ല. അങ്ങനെ ഞാൻ കുറെ കാലം മൂപ്പർക്ക് വിളിച്ച് ചോദിച്ചിരുന്നു നിങ്ങൾക്ക് വേദന ഉണ്ടോ.
മൂപ്പര് കുറെ വേദന വന്നിട്ടില്ല എന്ന് മൂപ്പരിനോട് നേരിട്ട് പറഞ്ഞാണ്. അതും അന്നത്തെ സുന്നി അഫ്കാറിൽ ഞാൻ ഈ കാര്യം പറഞ്ഞതായിട്ട് അന്ന് അവരവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇങ്ങനെയുള്ള ഈ തൃപ്പനച്ചി ഉസ്താദ് എന്ന് പറയുന്ന ഈ മഹാമനീഷി മരണപ്പെട്ടപ്പോ അവരുടെ ആളുകൾ കാന്തപുരം പോലും അങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് നിന്നിട്ട് സാധിക്കാതെ വെക്കുകയും കാന്തപുരം വന്നാൽ ഞങ്ങൾ സമ്മതിക്കൂല എന്ന് പറഞ്ഞ ആളുകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ഖലീൽ ബുഖാരി തങ്ങളൊക്കെ വന്ന് കണ്ട് ആ ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ തടിച്ചുകൂടി വലിയ ജീവിതകാലത്ത് വലിയ അത്ഭുതങ്ങളുടെ കലവറ തീർത്ത ആത്മീയ ലോകത്തെ ഒരു വെള്ളി നക്ഷത്രമായിരുന്ന ബഹുമാനപ്പെട്ട തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു തആല സിർറഹുൽ അസീസിന്റെ വഫാത്ത് ഒരു സിദ്ധന്റെ മരണമായി മാത്രം സിറാജ് ദിനപത്രത്തിൽ കൊടുത്ത ആളുകളാണിപ്പോ ബഹുമാനപ്പെട്ട ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മരണവാർത്തകൾ കൊടുക്കുന്ന കൂട്ടത്തിൽ കൊടുത്തതിനെ ഇവരെ എതിർക്കുന്നത്, ചോദ്യം ചെയ്യുന്നത്. പറഞ്ഞ മനസ്സിലായ നിങ്ങൾക്ക്? അവര് പോലും അവരാളുകളാണെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയും വലിയ മഹാനാണ്, സൂഫിയാണ് എന്ന് പകരം മുഹമ്മദ് ഹസനെ പറയണം. ആള് വലിയ വലിയൊക്കെ തന്നെയാണ് ഓലെന്നെ പറയുന്നുണ്ട്. പക്ഷെ ഏപ്പിസ്ഥാനെ എതിർക്കണേ നമ്മൾ സമ്മതിക്കില്ല. ആള് വലിയ മഹാനാണ് എന്ന് അവർ തന്നെ പറഞ്ഞ ഈ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ, ഉസ്താദ് അവറുകൾ മഹാനായ ആ മഹാനെപ്പോലും. അപ്പോ ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ നമുക്കൊക്കെ നേരിട്ട് കുറെ അനുഭവങ്ങളുള്ളതും ഇതിലൊന്നും അവരും നമ്മളൊക്കെ അംഗീകരിച്ചിരുന്ന ആളുകൾ തന്നെയാണ്. നമ്മളൊക്കെ അംഗീകരിച്ചിരുന്ന ആളുകളാണ്. ഇതൊക്കെ നേർക്ക് നേർ നമ്മൾ സാക്ഷ്യം വഹിച്ച പരിപാടികൾ, അല്ലാതെ ആരും പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ ഉണ്ടാക്കി പറഞ്ഞതോ. ഏതുറക്കത്തിലും ഏത് സമയത്തും നമ്മളോട് വിളിച്ചു ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം തെറ്റാതെ പറയും, ഇതെന്നെ പറയും. കാരണം ഇത് അനുഭവമാണ്, ഉണ്ടാക്കി പറഞ്ഞതല്ല. ഒരു സമയത്തും അള്ളാന്റെ തൗഫീഖോട് മാറ്റി പറയേണ്ട ഗതികേടും ഞങ്ങൾക്കുണ്ടാവില്ല. ഇതിനൊക്കെ നിങ്ങളുടെ വിഭാഗത്ത് നിന്ന് മാറിയ ആളുകൾ ലൈവായി സാക്ഷിയായി നിങ്ങളുടെ മുമ്പിൽ വന്ന് വേണമെങ്കിൽ വിഷയം അവതരിപ്പിച്ചിരുന്നു. അതിലൊരാൾ ഇന്ന് നമ്മളെ സമസ്തയുടെ സജീവ പ്രവർത്തകൻ, നമ്മളെ ഉസ്താദുമാരുടെ കൂടെ ഉംറക്കും സിയാറത്തിനും നമ്മുടെ എല്ലാ പരിപാടിയിലും പങ്കെടുത്ത് നമ്മളവിടെ വഫിയ കോളേജിനൊക്കെ സുദീർഘമായ സേവനം അനുഷ്ഠിച്ചുകൊണ്ട് 24 മണിക്കൂർ മൂപ്പരെ അപേക്ഷിച്ചിട്ട് മൂപ്പരനോട് ചോദിക്കും, ഇന്ന് കോഴിക്കോടേക്ക് വരൂലേ എന്ന് ചോദിക്കും. പടച്ച റബ്ബേ, അപ്പോഴേ നമ്മൾ കോഴിക്കോട് സമ്മേളനമല്ലേ അറിയാം, നിങ്ങളിന്ന് മറ്റേ എവിടേക്ക് വരുമോ എന്ന് ചോദിക്കും. അങ്ങനെ മൂപ്പര് തൃശ്ശൂരും കോഴിക്കോടും മൂപ്പര് നമ്മളെ പരിപാടികൾക്ക് 3-4 ദിവസമൊക്കെ എല്ലായിടത്തും പോകുമ്പോൾ നമുക്ക് മൂപ്പരെ കാണുമ്പോ നമ്മള് ലജ്ജ തോന്നാറുണ്ട്. കാരണം നമ്മൾ അവിടേക്ക് എത്താറില്ല. അത്ര വലിയ നമ്മളെക്കാളൊക്കെ എത്രയോ 10 മടങ്ങ് വലിയ സമസ്തക്കാരനായി മൂപ്പര് സമസ്തയുടെ പ്രവർത്തകനായി മാറി. അപ്പോഴും നമ്മളിപ്പോ ഈ വർത്താനത്തിൽ ഇങ്ങനെ നിൽക്കുക. ഞങ്ങളെ ബാങ്ക് ഇതാണ് ID. അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അപ്പോ എന്തോ ഒരു കാരണം അപ്പൊ ഇതൊക്കെ ജീവിതത്തിലെ ഇതിപ്പോ പറഞ്ഞപ്പോഴാണ് ഇപ്പൊ പുതിയൊരു ക്ലിപ്പ് നമ്മളെ കൈ കിട്ടിക്കുന്നത്. ഇങ്ങനെ ഇത് പിടിച്ചു വരുന്ന ഒരു രംഗമൊക്കെ പറയുന്നത് എന്നിട്ട് അങ്ങനെ മൂപ്പര് അതുകൊണ്ട് വന്നു എന്നിട്ട് പിന്നെ എന്നൊക്കെ പറയുന്ന ക്ലിപ്പുണ്ട്. അതിന് ഇൻഷാ അല്ലാഹ് പിന്നെ നോക്കട്ടെ. അപ്പൊ ഏതായാലും പിന്നീടാ. അപ്പോ നമ്മളിപ്പോ എന്താ വിശദീകരിച്ചത്? അപ്പൊ ഈ മഹാന്മാരെ കാര്യങ്ങളൊക്കെ നമുക്ക് നേരിട്ട് അറിയുന്നതാണ്. ഇത്ര വലിയ മഹാന്മാരെയൊക്കെ കുറിച്ച് ഇവരിവിടെ ചെയ്ത് തീർത്തതൊക്കെ എന്തൊക്കെ. നമ്മൾ വല്ല ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് പറഞ്ഞ വല്ല സ്പോർട്സ് കോളത്തിലൊന്നുമല്ലേ നമ്മൾ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വളരെ മാന്യമായി സാധാരണഗതിയിൽ എല്ലാ മുഅ്മിനീങ്ങളായ ആളുകളെയൊക്കെ വിവരങ്ങൾ ആളുകൾക്ക് ഒരാൾ മരിച്ചു എന്നറിയണമെങ്കിൽ കൊടുക്കേണ്ട അതേ കോളത്തിൽ കൊടുത്താലല്ലേ ആൾക്കാരറിയാം. അല്ലെങ്കിൽ പിന്നെ ഫ്രണ്ട് പേജിൽ കൊടുക്കണം. ഫ്രണ്ട് പേജിൽ കൊടുക്കാൻ മൂപ്പർ ആരാണെന്ന് ഞമ്മക്കറിയില്ല. ഇങ്ങനത്തെ ഒരാളെ ആർക്കും അറിയാം? ഇന്ന ലോകത്ത് മരിക്കണ എല്ലാ തങ്ങന്മാരും ഇവര് ഫ്രണ്ട് പേജിൽ കൊടുക്കണ്ടോ? എന്നാ സയ്യിദന്മാരല്ലേന്ന പോലെ അടുത്ത ചോദ്യം. ലോകത്ത് മരിച്ച എല്ലാ സയ്യിദന്മാരെയും പിന്നെ ന്യൂസുകൾ സിറാജ് ദിനപത്രത്തിൽ ഫ്രണ്ട് പേജിലാണ് കൊടുക്കല് എന്ന് പറഞ്ഞാണിന്ന. സിറാജ് ദിനപത്രത്തിൽ
ചരമകോളത്തിലല്ലാതെ ലോകത്ത് മരണപ്പെട്ടു പോകുന്ന, വഫാത്തായി പോകുന്ന, മരണപ്പെട്ടു പോകുന്ന എല്ലാ സയ്യിദന്മാരെയും ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ നിങ്ങളുടെ സിറാജ് ദിനപത്രത്തിൽ ഫ്രണ്ട് പേജിൽ വെണ്ടക്ക നിരത്താറാണോ പതിവ് എന്ന് പറയും. എന്ന് പറയുന്നത് അപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതൊക്കെ അനാവശ്യമായ തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടാക്കാനും, ഇതൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സുപ്രഭാതം തന്നെ നിങ്ങൾ അംഗീകരിക്കില്ല. പിന്നെ സുപ്രഭാതത്തിൽ കൊടുത്തോ നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആരും വായിച്ചാത്ത പേപ്പറല്ലേ അല്ലേ? ആരും വായിക്കാത്ത പ്രാണപ്രഭാതം. അപ്പൊ സുപ്രഭാതത്തിൽ കൊടുത്താലും കണക്കാണ്, കൊടുത്തില്ലെങ്കിലും കണക്കാണെന്ന് കരുതിയിരുന്നൂടെ നിങ്ങൾക്ക്? ഇൻഷാ അല്ലാഹ് പിന്നെ ഇനി പൊതുവെ വിശദീകരിക്കണില്ല. അപ്പോ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്, ശംസുദ്ദീൻ ഫൈസി ഉസ്താദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ ഇബ്ലീസ് ഡബ്ബ് ചെയ്യാറുണ്ട്. സിനിമയിലെ പോലെ റസൂലുള്ള ചുണ്ടനക്കുകയും ഇബ്ലീസ് സംസാരിക്കുകയും റസൂലുള്ളാഹി തങ്ങളിലൂടെ ഇബ്ലീസ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നെ ചുണ്ടുകളിലൂടെ ഇബ്ലീസിന്റെ ശബ്ദം പുറത്തു വരാറുണ്ട് എന്നൊക്കെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ പ്രസംഗിച്ച ക്ലിപ്പ് നമ്മളെ കയ്യിലുണ്ട്. ഇൻഷാ അല്ലാഹ് അത് മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയാണ് നല്ലത്. ഇന്നൊക്കെ പാടിടണ്ട എന്ന് അമീർ സാഹിബിന്റെ കൂടിയൊരു നിർദ്ദേശം പരിഗണിച്ചിട്ടാണ് ഞാനതിപ്പോ ഇന്നിടാത്തത്. പിന്നൊരു ദിവസം ഇൻഷാ അല്ലാഹ് നമുക്കത് കേൾപ്പിക്കണേ കേട്ടാൽ മതി. അത് കേൾക്കണം എന്ന് നിർബന്ധം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് സമയം നമുക്കത് കേൾപ്പിക്കാം. അത് വിശദീകരിക്കാനോ അല്ലെങ്കിൽ മറ്റൊന്നുമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജിഷാൻ മാഹി വെല്ലുവിളിച്ച ക്ലിപ്പുണ്ടല്ലോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശരീരം ഖബർ തുറന്നു നോക്കിയാൽ കാണണമെന്നില്ല, ചിലപ്പോൾ അത് നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പൊ തിരിച്ചിട്ടൊരു സാധാരണക്കാരൻ ചോദിക്കുകയാണ്, അപ്പോ ഇന്നല്ലാഹ ഹറമൽ അർളി അജ്സാദൽ അംബിയാ എന്നില്ലേ ഉസ്താദേ? അപ്പൊ മൂപ്പര് പറയാണ് മറുപടി, അതൊന്നും അങ്ങനെ എല്ലാ കാലത്തും ഉണ്ടാകണമെന്നില്ല, ഇപ്പൊ നിലനിൽക്കണമെന്നില്ല എന്ന് പറയാണ്. ആ പറഞ്ഞ ക്ലിപ്പ് ബഹുമാനപ്പെട്ട ജിഷാൻമായി വെല്ലുവിളിച്ചിട്ടുണ്ട്. അത് നിഷേധിക്കുകയാണെങ്കിൽ ജിഷാൻമായി ആ ക്ലിപ്പ് ഹാജരാക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് പറയാൻ തയ്യാറായിരുന്നില്ല, പക്ഷെ ഞാനത് കേട്ടു എന്നതുകൊണ്ട് മാത്രം, ഞാനത് കേട്ടു എന്നതുകൊണ്ടാണ് ഞാനിപ്പോ അത് പറഞ്ഞത്. എന്നോട് ജിഷാൻമായി അത് പറയാൻ പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ അത് കേൾക്കാൻ കഴിഞ്ഞത് കൊണ്ട് മാത്രമാണ് ഞാനത് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. ഈ രൂപത്തിലൊക്കെ കാര്യങ്ങൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്പോ നമ്മൾ അയാൾ പാടിയ പാട്ടൊന്നും കൂടി വെച്ചാണ്. ആര്? നമ്മളെ മറ്റേ ഇയാൾ പാടിയില്ലേ, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുസൂസിയത്തുകളൊക്കെ കാണാതെ പഠിച്ച് വിടുതല അൻവരി അത് നമ്മൾ പിന്നെ മനസ്സിലാക്കി അത് പിൻപറ്റി അത് വിശ്വസിച്ച് അത് ഹൃദ്യസ്ഥമാക്കി അത് ഹൃദയത്തിൽ സൂക്ഷിച്ചാൽ, അതായത് അതിന്റെ അർത്ഥം നമ്മളത് വിശ്വസിച്ചാൽ എന്നാണ്. അത് നമ്മൾ ഹൃദ്യസ്ഥമാക്കിയാൽ എന്നാണ്, നമ്മൾ ഹൃദയത്തിൽ വിശ്വസിച്ചിട്ട് അത് മനപ്പാടാക്കി വെക്കണം. അത് നമ്മളെ ഒരു വിശ്വാസമായിട്ട് നമ്മൾ ഏറ്റെടുത്താൽ പിന്നെ ഒരു കള്ളന്മാരിലും നമ്മൾ പെടില്ല. നമ്മൾ ഈമാൻ പോക്കറ്റ് അടിച്ചു പോകൂല. നമുക്ക് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായത് എന്താ? നമ്മളെ ഹിദായത്താണ്. ഞാൻ നിങ്ങൾക്ക് ഹിദായത്ത് തന്നത്, ഹിദായത്തിലേക്ക് നിങ്ങൾ എത്തിച്ചതിന് ബദലായിട്ട് എനിക്ക് നിങ്ങൾ എന്റെ കുടുംബത്തെ സ്നേഹിച്ചാൽ എന്റെ അഹ്ലുബൈത്തിനെ സ്നേഹിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ. റസൂലുള്ളാഹി തങ്ങളിൽ നമുക്ക് ലഭ്യമായത് നമ്മളെ ഈ വിശ്വാസമാണ്. ആ വിശ്വാസം ഒരു മുടിക്കാരനും പോക്കറ്റടിച്ചുകൊണ്ട് ഒരു കള്ളനും കൊണ്ടുപോകൂല. ചുരുക്കി പറഞ്ഞാൽ ആ കാര്യം ഉറപ്പാണ്. അത് ഭൗതികമായി എഴുതി തൂക്കിയാലോ ആ വീട്ടിൽ നമ്മൾ ഹൃദയത്തിൽ വെച്ചാൽ നമ്മളെ ഹൃദയത്തിൽ ഒരു കള്ളനും കയറൂല. അതായത് നമ്മളെ വിശ്വാസം ആരും പോക്കറ്റടിക്കൂല. വീട്ടിൽ വെച്ചാൽ വീട്ടിൽ കള്ളൻ കയറൂല. അത് നല്ലതാ അല്ലേ? അത് അവര് തന്നെ അവരെ ക്ലാസ് റൂമിൽ പാടിയതാണ്. ഇനി അതൊരു പാടൂല. പഴയ പാട്ടൊന്നും ഇനി അവർ പാടൂല. പഴയ പറച്ചിലൊന്നും ഇനി അവർ പറയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ന്യൂനതകൾ കണ്ടെത്തുന്നതിനും ന്യൂനതകൾ പഠന വിഷയമാക്കുന്നതിനും അതിൽ റിസർച്ച് നടത്തുന്നതിനും സമയം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഭാഗത്തിന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ ഇനി കഴിയില്ല കൂട്ടരെ, ഇനി കഴിയില്ല. അതുകൊണ്ട് അവരത് പറയില്ല. ആ പാട്ടൊന്നുകൂടിയും വെച്ച് കേൾപ്പിക്കാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് കേൾപ്പിക്കുക. അല്ലെങ്കിൽ ഗഫൂർ അരിമ്പ്ര അത് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് അതൊന്ന് പഠിക്കണം. എന്നിട്ട് ഇടക്കിടക്ക് നമ്മളെ ക്ലാസ് റൂമിൽ ആ പാട്ട് പിന്നെ
പിന്നെ സംഭവം ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകതകൾ ഉള്ള ഈ സംഭവം ഇടക്കിടക്ക് 10 പ്രത്യേകതകളുള്ളത് ഇടക്കിടക്ക് നമ്മളെ ക്ലാസ് റൂമിലൊന്ന് ഒരു ബർക്കത്തിന് വേണ്ടി പാടണം എന്നുകൂടി അല്ലേ. അൽ മവാഹിബുൽ ജദിയ എന്ന പിന്നെ കിതാബിലുള്ളതാണ് എന്നാണ് അവർ പറയുന്നത്. ഏതായാലും അതിലുണ്ടെങ്കിൽ അത് നോക്കി പഠിച്ചാലും മതി, അല്ലെങ്കിൽ ഇത് കേട്ട് പഠിച്ചാലും മതി, അല്ലെങ്കിൽ ഞാൻ അത് അയച്ചു തരാം, അല്ലെങ്കിൽ അബ്ദുൽ തോട്ടക്കാടിന്റെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് കരീം ഫൈസി ഉസ്താദ് എത്തിയിട്ടുണ്ട്. ഉസ്താദ് റൈസാൻഡ് ചെയ്ത് മൈക്കിൽ വരണം. അതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ പിന്നെ അൽ മവാഹിബുൽ ജലിയിലെ പാട്ടൊന്നുകൂടി വെക്കും. വടുതല അൻവരി വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അത് നടത്തിയതാണ്. ഇന്ന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി അദ്ദേഹം ഇന്ന് അവരുടെ ക്ലാസ് റൂമിന്റെ അമീറായി അവിടെ വരികയും അത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മളെ ക്ലാസ് റൂമിൽ കാണിക്കാനും കഴിഞ്ഞു. അതേ അമീറായി ഇന്ന് അവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പരിപാടിയാണ് നമ്മൾ. ഇതൊക്കെയാണ് നമുക്ക് ഈ കാര്യത്തിലുള്ള നമ്മൾ പോലും അറിയാത്തൊരു സഹായം ഇതിന്റെ പിന്നിൽ നമുക്കുണ്ട്. നമുക്ക് ഇതിപ്പോ ഇന്ന് അമീർ സാഹിബ് അന്തമുടെ അമീർ സാഹിബിനോട് എന്താ നിങ്ങൾ പറയും, മൂപ്പരിപ്പങ്ങൾ അമീറാണെന്ന് പറയും, മൂപ്പരോട് അമീർ നേടിയിട്ട് അത് അവിടെ മൂപ്പര ആ ക്ലാസ് റൂമിൽ. അപ്പോഴാണ് നമ്മൾ അയാൾ ഒരാളാണ് എന്നും അമീറാണെന്നും ഒരു ബോധ്യപ്പെടുത്തുന്ന സമയത്താണ് നമ്മൾ ഇവിടെ പോ അയാളെ ക്ലിപ്പിടാൻ പോണത്. എന്താ ഒരു സംഭവം അമീർ സാഹിബിനോട് ചോദിക്കാം. ആ സ്ക്രീൻഷോട്ട് എടുത്തപ്പോ അല്ലേ അമീർ സാഹിബെ, മൂപ്പരാകെ ധരിച്ചിക്കാണ്. എന്താ സംഭവം, ആരാ പഠിച്ചോനെ ഇതിന്റെ ഇടപെടൽ നടത്തുന്നത്, എന്താ ഈ കാര്യങ്ങൾ, എങ്ങനെയാണ് ഇതിന് നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്ത് ഇങ്ങനെ കാര്യങ്ങൾ വരുന്നത്, മൂപ്പരാകെ ധരിച്ചിരിക്കുക. അപ്പൊ ഇത് നമ്മളൊന്നല്ല ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. ഇത് ഈ വിഷയത്തിന്റെ വിജയത്തിന്റെ പരിപൂർണതയിൽ എത്തിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരൊറ്റ സഹായം കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇതൊക്കെ ഞമ്മക്കറിയോ? ഇയാൾ ഡൽഹിയിൽ നിന്ന് കൊടുന്നതാണ്, ബോംബെയിൽ നിന്ന് കൊടുന്ന മുടി. കാരണം മൂപ്പർ അല്ലെങ്കിൽ തന്നെ മൂപ്പർ സ്വഭാവം മൂപ്പർ പറഞ്ഞില്ല, ഞാൻ പിന്നെ വടക്കോട്ട് നിന്ന് വാങ്ങിയ കിഴക്കോട്ട് കാണിച്ചു കൊടുക്കും. ഈ മനുഷ്യൻ ഇങ്ങനെ ചെയ്ത് ഡൽഹി മർഹറ ഷരീഫ് അത് UP ഒന്ന് ആലോചിച്ചോക്കാം നിങ്ങൾ. ഒന്ന് ഡൽഹി ഡിസ്ട്രിക്ട്, മറ്റേത് UP, ഒന്ന് ഡൽഹി സ്റ്റേറ്റ്, മറ്റൊന്ന് UP സ്റ്റേറ്റ്. സാധനം കിടക്കണം മഹാരാഷ്ട്ര സ്റ്റേറ്റില്, അതും ഒരു ചേരിയില്, അതും ലോക പ്രശസ്തനാണെന്ന് പറഞ്ഞു. പോയി നോക്കുമ്പോൾ ഒരു മനുഷ്യനറിയില്ല. ഇങ്ങനെയുള്ളതൊക്കെ പറഞ്ഞെങ്കിൽ ഇത് എന്നിട്ട് അതിന് മൂപ്പര് നമുക്ക് തിരിയാതിരിക്കാൻ വേണ്ടി മൂപ്പര് എന്ത് പറഞ്ഞു, കുത്തുബുദ്ദീൻ ഫിറുദൌസി വഴി ഇന്നും നിലനിൽക്കുന്ന എന്ന് പറഞ്ഞു. കുത്തുബുദ്ദീൻ ഫിറുദൌസി വഴി ഇന്നും നിലക്കുന്ന ബർക്കാത്തി സാദാത്ത് പറഞ്ഞു. കുത്തുബുദ്ദീൻ ഫിറുദൌസി വഴി ഒരു ബർക്കാത്തി സാദാത്തും നിലനിൽക്കണില്ല. അതാണ് ഏറ്റവും വലിയ രസം. അങ്ങനത്തെ വഴിയില്ല, ആ വഴിയിൽ ഒരു ബർക്കാത്തി സാദാത്തും നിലനിൽക്കില്ല. അപ്പൊ ഈ പറഞ്ഞത് മുഴുവൻ ഒരു അദ്ദേഹത്തിന്റെ ഒരു പറച്ചിലിൽ, ഒരു വാചകത്തിൽ മുഴുവൻ നുണ, അതിൽ അക്ഷരങ്ങളെക്കാൾ കൂടുതൽ നുണ അവതരിപ്പിച്ചിട്ടാണ് മൂപ്പർ ഈ സംഭവത്തെ മൂപ്പർ അവതരിപ്പിച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് ഒന്ന് മാത്രല്ലേ. ഞാന് പിന്നെ നമ്മളെ ഈ എന്താണ് ഹമീദ് ഫൈസി ഉസ്താദിനോട് ചോദിച്ചു, അല്ല എന്താ ഈ സംഭവം, എങ്ങനെയാണ് ഇതൊക്കെ? അപ്പൊ ഹമീദ് ഫൈസി ഉസ്താദ് പറഞ്ഞു, നമുക്കറിയില്ല ഉഷാദെ, നമ്മള് മുടിക്ക് വേണ്ടിയിട്ട് ബോംബെ പോയതല്ല, അതാ രസേ. ജാലിയൻവാല കാണാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് ഈറാൻ കെട്ടി പോയതൊന്നുമല്ല. അവിടെ വേറൊരാവശ്യത്തിന്, നമ്മൾ സത്യധാരയുമായി ബന്ധപ്പെട്ട ഒരാവശ്യത്തിന് നമ്മളവിടെ പോയപ്പോ ഇങ്ങോട്ട് വരികയെന്നല്ലേ. പഴയ കാലത്ത് നമ്മൾ ആൾക്കാർ പറഞ്ഞില്ല, ഇനി ദുബായിക്ക് പോകണ്ട, ദുബായ് ഇങ്ങോട്ട് വരും പറഞ്ഞില്ലേ. ദുബായിക്ക് നമുക്ക് അങ്ങോട്ട് പോകണ്ട, ദുബായ് ഇങ്ങോട്ട് വന്നോളൂന്നറിയില്ലേ. അതുമാതിരി ഈ സത്യത്തിൽ അത് ഇങ്ങോട്ട് വരിക ചെയ്തത്. നമ്മളങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ് ഈ മുടിയും ജാലിയൻവാലി എവിടെ നിങ്ങള്. അങ്ങനെ ഇതൊക്കെ ഇത് എന്താണ് ഇതിന്റെ അള്ളാഹുവിന്റെ സഹായം എന്ന് പറഞ്ഞാൽ, ഈ ഹസ്രജിന്റെ കൊട്ടാരത്തിൽ പോയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റുമോ? ഒന്നാലോചിക്കാണി. ആ സമയത്താണ് ആ AP അബൂബക്കർ വലിയൊരു ആ ചെറുക്കണ്ടല്ലോ, ആ ചെറുക്കം ഒരു ലേഖനം എഴുതുന്നത്, ഒരു ബുക്ക് ഇറക്കി, മൂപ്പരുടെ കമ്പം കൊണ്ടൊരു ബുക്ക് ഇറക്കി. അതെന്ത്, അവിടെ 2 കെട്ടുകളുണ്ട്, അവിടെ 2 കെട്ടുണ്ടോ അല്ലേ നോക്കാനാ പോണതേ. ഞാൻ അങ്ങനെ ആലോചിച്ചു, റബ്ബുൽ ഇസ്സത്തായ തമ്പുരാനെ ഇല്ലേ. ആ ഒരു ചെക്കണ്ടല്ലോ, എന്താ ചെക്കന്റെ പേര്, അമീദോ ഹക്കീമോ, ആ കുട്ടി ഒരു ബുക്ക് എഴുതി. ആ ബുക്ക് ആ കുട്ടി എഴുതിയില്ലെങ്കിൽ സ്ഥിതി എന്താ? അപ്പൊ ഇത് നമ്മളല്ല അമീർ സാഹിബെ നിയന്ത്രിക്കണത്. ഈ സംഭവം നമ്മൾ നിയന്ത്രിക്കുകയാണെങ്കിലല്ലേ ഇതൊക്കെ പിന്നെ വേറെ രൂപത്തിൽ വരേണ്ടത്. ഏതായാലും ബഹുമാനപ്പെട്ട പിന്നെ കരീം ഉസ്താദ് ഒന്ന് റൈസാൻഡി, കരീം ഉസ്താദ് റൈസാൻഡി പിന്നെയും പോയോ? കരീം ഉസ്താദ് എവിടെ മൂപ്പര്? ഇൻഷാ അല്ലാഹ് നിങ്ങൾ മൈക്ക് കരീം ഫൈസ് മൈക്ക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേൾക്കുന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. കേൾക്കുന്നുണ്ടോ?
ഞാൻ ദിവസം പോകരുത്, ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഇപ്പോ പിന്നെ ഈ നാട്ടിക ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞത് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ? പറയുന്നത് പിന്നെ ഇപ്പൊ DC ആണെന്ന് തോന്നുന്നുണ്ട്. ഏതായാലും ആ പാട്ടുകളൊക്കെ ആരെങ്കിലും ഉണ്ടോ? ഇൻഷാ അല്ലാഹ് നിങ്ങളെന്നെ കളെ താഴോട്ട് നോക്കത് വ്യക്തമാ കൊട്ടുവായി ലഭിക്കില്ലാത്തതാണ് അതിലൊന്ന് ഇരിക്കാത്തതാണ് ഈച്ച ജസദിൽ വന്ന് മുൻഭാഗം പോലെ കാഴ്ചയിൽ നബി പിന്നിലും അതുപോലെ സ്ഖലനവും ഇല്ലുറക്കിലൊരിക്കലും ഏതൊരു സദസ്സിൽ നബിയിരുന്നാൽ പിന്നെ ചുവരിലെല്ലാം ഉയരുമെന്നാ പൊന്നെ ഭൂമിക്കു മുകളിൽ കാണലില്ല മൂത്രവും അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാട്ടവും കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽവിനുറക്കം ഇല്ല എന്നാ തീരയും കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട് നിഴലില്ല ശംസിൽ എന്നതും നബിക്കുണ്ട് പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഖ്തൂന ഇവ പാടമിട്ടവനെപ്പോഴും മഅ്മൂന കള്ളന്റെ ഫിത്നയിൽ ഇന്ന് ഒഴിയും എന്ന കൂടാതെ തീഭയവും അവനില്ലെന്ന ഇത് എഴുതി വീട്ടിൽ വെച്ചിരുന്നാലും ഇത് ഫലമുണ്ട് എന്നാടേ സുഹൃത്തേ വന്നത് മറാത്തിയായിൽ നോക്ക് 3 വന്നതാ ജവാഹിറുൽ അശാരിലും പറയുന്നതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സനത് വരെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ അതിന്റെ സനത് വരെ അടക്കാൻ പറഞ്ഞത് അല്ലേ? കിതാബിന്റെ പേരൊക്കെ പറഞ്ഞു. ബഹുമാനപ്പെട്ട ശംസുദ്ദീൻ ഫൈസി ഉസ്താദ് ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും. ഞാനത് പറഞ്ഞിട്ട് തെറ്റണ്ട. അസ്സലാമു അലൈക്കും. അത് മൂല്യര് പാടിയപ്പോ ചെറിയ തെറ്റുണ്ടായിരുന്നോ പറയാൻ വേണ്ടി? നമ്മളെ അൻവരി ഉസ്താദേ ഏതായാലും ഞാനൊന്ന് പാടന്നിട്ട് ഞാൻ പിന്നെ നിക്കണില്ല കേട്ടോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരു 10 പ്രത്യേകത നബിക്കു പ്രസിദ്ധമാ സുഹൃത്തുക്കളെ താഴോട്ട് നോക്കതു വ്യക്തമാ കൊട്ടുവായി നബിക്കില്ലാത്തതാണതിലൊന്ന് ഇരിക്കാത്തതാണ് ഈച്ച ജസദിൽ ഒന്ന് മുൻഭാഗം പോലാ കാഴ്ച നബിയിൽ പിന്നിലും അതുപോലെ സ്ഖലനവുമില്ലുറക്കിലൊരിക്കലും ഏതൊരു സദസ്സിൽ നബി ഇരുന്നാൽ പിന്നെ ചുമലവരിലെല്ലാം ഉയരുമെന്നാ പൊന്നെ. ഇവിടെ മൂലയിൽ പാടിയപ്പോ തെറ്റിയെന്നേ. ഏതൊരു സദസ്സിൽ നബി ഇരുന്നാൽ പിന്നെ ചുമലവരിലെല്ലാം ഉയരുമെന്നാ പൊന്നെ. ഭൂമിക്കു മുകളിൽ കാണലില്ല മൂത്രവും അതുപോലെ ഭൂമി വിഴുങ്ങുമെന്ന കാഷ്ടവും കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും കൽബിനുറക്കം ഇല്ല എന്നാ തീരയും കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട് നിഴലില്ല ശംസിൽ എന്നതും നബിക്കുണ്ട്. കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട് നിഴലില്ല ശംസിൽ എന്നതും നബിക്കുണ്ട്. പ്രസവിച്ച ഹാലിൽ തന്നെ നബി മഖ്തൂന
ഇവ പാടമിട്ടവനെപ്പോഴും മഅ്മൂന. കള്ളന്റെ ഫിത്നയിൽ നിന്ന് ഒഴിയും എന്ന, കൂടാതെ തീഭയവും അവനില്ലെന്ന. ഇത് എഴുതി വീട്ടിൽ വെച്ചിരുന്നാലും ഇതേ ഫലമുണ്ട് എന്നാണ് സുഹൃത്തെ വന്നത്. മറാഖിയായിൽ നോക്ക് 3 വന്നതാ, ജവാഹിറുൽ അശ്ആരിലും പറയുന്നതാ. ഒരു സ്ത്രീ ഹസൻ ബസരിയു തന്നോടൊരു ദിനം പറയുന്നു, വ്യസനം പൂണ്ടതാണല്ലോ മനം. മകളൊന്നെനിക്കുണ്ടായിരുന്നു, മരിച്ചുപോയി. എനിക്കൊന്ന് അവളെ കാണണം സ്വപ്നത്തിലായി. അതിനുള്ള മാർഗം തങ്ങളിൽ നിന്നാണ്, കിട്ടേണ്ടതും അത് തേടി വന്നവളാണ്. എന്തോ പറഞ്ഞു കൊടുത്തു കാണാനുള്ളത്, അതു കേട്ട് സന്തോഷത്തിലാണു നടന്നത്. പിന്നീട് സ്വപ്നം കണ്ടു ഗുരുതര ശിക്ഷയിൽ, കൈകാല് ചങ്ങലയിട്ടു പൂട്ടിയ രീതിയിൽ. വിവരം ഹസൻ ബസരിയു തന്നാ കണ്ടവർ പറയുന്നതായി ഒലിക്കുന്നു മുണ്ടിരു കണ്ണുകൾ. അതൊന്നിപ്പോ അതിലില്ലട്ടോ, ഇതൊന്നിപ്പം മൂല്യൊരു പാടിയിലില്ല, ഞാൻ ഇങ്ങനെ പാടിപ്പോയതാ. ആ സംഭവം ഏതായാലും പറഞ്ഞ സംഭവം മുഴുവനാക്കട്ടെ. അതു കേട്ടു താൻ വല്ലാതെ വ്യസനം പൂണ്ട്, അവളും പതുക്കെ മടങ്ങി ദുഃഖമിലാണ്ട്. പിന്നൊരു ദിനം ഹസൻ എന്നവർ താജുള്ളതായി, കാണുന്നു പെണ്ണിനെ സ്വപ്നമിൽ സ്വർഗത്തിലായി. അപ്പോൾ അവൾ ചോദിച്ചു, എന്താ അറിയുമോ, എന്റുമ്മ പണ്ട് പറഞ്ഞ വിവരം ഓർക്കുമോ? ഉടനടി മഹാൻ ചോദിച്ചു, എന്താ നിന്നെ ഈ സ്ഥിതിയിലാക്കാൻ കാരണം പറ പൊന്നെ. കിടക്കുന്ന മക്ബറ തൊട്ടടുത്തു നടന്നുപോയി, ആരോ ഒരൊറ്റ സ്വലാത്ത് ഹദിയ ചെയ്തതായി. 550 പാപികൾ അതിലുണ്ട്, അവർക്കൊക്കെ മാപ്പ് കൊടുത്തു റബ്ബിതുകൊണ്ട്. അതിൽപ്പെട്ടു ഞാനും വന്നു കിട്ടി നജാത്ത്, സുഹൃത്തുക്കളെ അത് കൊണ്ട് ചൊല്ല് സ്വലാത്ത്. നോക്കാം ഒരൊറ്റ സ്വലാത്തിനുള്ളൊരു ശ്രേഷ്ഠത, അപ്പോൾ പെരുപ്പിച്ചവന് വരുമോ കഷ്ടത. കാണാം മുകാശിഫത്തുൽ ഖുലൂബിൽ ഉണ്ടിത്, 29 തന്നെയാ പറയുന്നത്. അമലിന് പ്രതിബന്ധം വരുന്നൊരു കാര്യവും റബ്ബേ മുളക്കാതാക്കണേ ഒരു കാലവും. അതുമാത്രമല്ലതുരച്ചു നോക്കുന്നവസരം മാറ്റുള്ളതാക്കണമേ വരാതെളുമത്തരം. ഗുണം ചെയ്യണേ നീ നിന്റെ നബിയിൽ നിത്യവും, അസുഹാബികൾക്കും പിന്നെ ആലിന് മൊത്തവും. അങ്ങനെയാണ്. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അപ്പേ ഇതിപ്പോ നമ്മളെ തൈവസ്താദിന്റെ ബുക്കിലാപ്പോ ഉള്ളതല്ലേ, അൽ മവാഹിബുൽ ജലിയ. പടച്ചോനെ, ഈ വഡ്ദൽ ഉസ്താദ് ഇത് ഇത്ര കാലം ഇപ്പൊ നമ്മളാരും ഇത് നോക്കിയൊന്നും പാടിയില്ല. അതാരും വഡ്ദൽ ഉസ്താദ് കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് പാടിയതാ. അന്ന് ഓരോ ക്ലാസ്സിൽ 70 ആളൊക്കെയാണ്. 70 ആളൊക്കെയുള്ള സമയത്ത് അന്ന് പഴയ കാലത്ത് KMYC പാടി ഒരു റെക്കോർഡ് ചെയ്ത് വെച്ച സംഭവമാണ് ഇപ്പത്. ഇത് വഡ്ദലയാണ് എനിക്ക് തന്നതെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട, തെറ്റാതെയും ധരിക്കണ്ട. ഞാൻ അതിന്റെ പേരിൽ അയാളെ ക്ലാസ് റൂമിൽ അമീറാണെങ്കിൽ അത് മൂപ്പരെ പിന്നെ മോമുമാക്കണ്ട. അപ്പൊ ഏതായാലും മൂപ്പര നിക്കണ മാറി നിന്നോട്ടെ. ആണെന്നും അല്ലാന്ന് പറയണ്ടെന്ന് പറയാം.
പിന്നെ അത് നമുക്ക് പറയാം. ഇതൊക്കെ ഇവര് റെക്കോർഡാക്കി അതിലിങ്ങനെ മാഷാ അല്ലാ വടുതല ഉസ്താദ്, മാഷാ അല്ലാ അൻവരി ഉസ്താദ്, അല്ലാഹു അക്ബർ, സലാത്തൊക്കെ ഇങ്ങനെ അടിച്ചു. ഇതൊക്കെ കാണുകയല്ലേ നമ്മള്. ഈ സത്യം പറഞ്ഞ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിലെ ആൾക്കാർ വല്ലാത്തൊരു ഭാഗ്യമുള്ള ആൾക്കാരല്ലേ. കാരണം അതൊക്കെ ഇങ്ങനെ ഇവരെ മാറ്റവും മറിച്ചിലും ഒക്കെ ജീവിതത്തിൽ നമ്മളിങ്ങനെ മുഴുവൻ നമ്മളിങ്ങനെ കാണുകയാണ്, ലൈവായി കാണുകയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഞാനിപ്പോ സത്യത്തിലേ ഇനിയിപ്പോ വേറെ കാര്യം പറഞ്ഞാൽ ഇന്ന് നമ്മൾ തുടക്കത്തിൽ ഉദ്ദേശിച്ചത് എന്താണെന്ന്, ഈ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി കോട്ട് ഇടുന്നതിന് മുമ്പും കോട്ടിട്ട ശേഷവും ലാ കോട്ട് സഖാഫിയും കോട്ട് സഖാഫിയും എന്ന നിലക്ക് പരിപാടി അവതരിപ്പിക്കുന്നത് കരുതിയിരുന്നത്. അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു. അതിലാണ് ഇതിന് കയറി വന്നത് ഈ സംഭവം. അത് കയറി വന്നല്ല, ഞാൻ വെറുതെ മലബാറൊന്ന് പോയി നോക്കുമ്പോ അതിലുണ്ട് അമീർ അപ്പൊ ഞാൻ എന്ന പൂജ എന്റെ പൂജ ഇപ്പൊ ഈ അൻവരി ഇപ്പൊ ഇല്ലാന്ന കരുതിക്കണത്. അൻവരി സത്യത്തിൽ ഓരോ ഗ്രൂപ്പ് വിടുക, അല്ലെങ്കിൽ ആളിപ്പോ ലൈവ് അല്ലാന്ന് ഞാൻ കരുതിക്കണം. ആളിപ്പോ ഉണ്ടോ ഇല്ലെന്ന് തന്നെ അറിയില്ല. പഴയ കാലത്ത് ഇങ്ങനെ അൻവരി വെറുതെ കണ്ടിരുന്നു. അപ്പൊ അത് കാര്യപ്പെട്ട ഓലീത്ത ഒരാളൊന്നും അല്ല, ഏതൊരു ചങ്ങായി മൈക്കെടുത്തന്ന് പാടിയേക്കാരെന്നൊക്കെ കരുതി നമ്മളിത് കണ്ട് ഒഴിവാക്കിയതായിരുന്നു. ഐഡിയ മാറ്റിക്കണം. അന്ന് ചെറിയ ഐഡിയ ആയിരുന്നു, അന്ന് വലിയ ഐഡിയ ആയിരുന്നു. ഇപ്പൊ പിന്നെ ചെറിയ ഐഡിയ ആക്കി അല്ലേ. ഓൾഡ് ഐഡിയൊക്കെ ഒന്ന് മാറ്റി ഇയാള് ഒന്ന് പേരൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്ന് പിന്നെ വേറെ അന്ന് അൻവരി വടുതരാന്നിരുന്നു അല്ലേ മുമ്പ്. ഇപ്പോ നസറുദ്ദീൻ അൻവരി എന്നായിരുന്നു. പിന്നെ ഇപ്പൊ അൻവരി വടുതര എന്തോ രണ്ടങ്ങോട്ടും അങ്ങോട്ടും എന്തോ മാറ്റം ആളങ്ങോട്ടും അങ്ങോട്ടും പറ്റിയോ. അപ്പൊ അതൊക്കെ ഇങ്ങനെ കണ്ടപ്പോ ഞാൻ ഇങ്ങനെ അവിടെ പോയി നോക്കുമ്പോ പഠിച്ചോനെ അയാളെല്ലാം അവിടെ. അതിലാണ് എനിക്ക് ഓർമ്മ വന്നത്. അതിൽ പെട്ടെന്ന് നമ്മളെ പ്ലേറ്റ് മുഴുവൻ മാറ്റണം. അപ്പോഴാ പൊന്മള കയറി വന്നത്. അങ്ങനെ എല്ലാവരും പിന്നെ കാര്യപ്പെട്ട ആൾക്കാർക്കൊക്കെ അവസരങ്ങൾ കൊടുക്കാന്ന് കരുതി അങ്ങനെ മറിച്ചതാ. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോ നമുക്ക് 2-3 വിഷയങ്ങൾ ഇപ്പൊ നമുക്ക് കാര്യമായി അവതരിപ്പിക്കാനുള്ളത് ഈ ഡബ്ബിംഗ് ആണൊന്ന്. വിശദമായി പറയേണ്ട ഉസ്താദുമാരൊക്കെ ആണത് പറയേണ്ടത്. അത് വിശദീകരിക്കാൻ ഞാൻ ഇട്ട ശേഷം ഇൻഷാ അല്ലാഹ് ശംസുദ്ദീൻ ഫൈസി ഉസ്താദിനെ പോലെയുള്ള വലിയ ഉസ്താദുമാരുടെയൊക്കെ സഹായം അതിനാവശ്യമുണ്ടാവും. ഞാൻ അവർക്കൊന്ന് വിളിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പിന്നെ മറ്റൊന്ന് ഈ പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയുടെ കഥ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആർക്കും വേണമെങ്കിൽ ഇത് അവതരിപ്പിക്കാം. നാളെ പിന്നെ നമ്മളെ അമീർ സാഹിബ് ആരെങ്കിലും ഒരാൾ ചെയ്താലും മതി. അതെ, ഒരു ഐഡിയ പറഞ്ഞുതരാം. ഇതെന്ത് ചെയ്താമെന്നോ, ഈ പേരുടെ അബ്ദുറഹ്മാൻ സഖാഫിയുടെ പ്രസംഗം ഒരു തല മുതൽ അവസാന തലം വരെ കേൾക്കുക. ഒരു തല മുതൽ അവസാന തലം വരെ കേൾക്കുക. അതിലാദ്യം പറഞ്ഞ ഭാഗത്തിന്റെ മറുപടി അവസാനം പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവസാനം പറഞ്ഞതിന്റെ മറുപടി ആദ്യം പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ മൂപ്പര ഒരു 5-6 പ്രസംഗം കേൾക്കുക. എന്നാൽ മൂപ്പര ഒരു പ്രസംഗത്തിന് മറുപടി അടുത്ത പ്രസംഗത്തിലുണ്ടാവും. ഒരു പ്രസംഗത്തിന്റെ മൂപ്പര മറുപടി ഉണ്ട്. ഒരിടത്ത് മൂപ്പര പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഈ ചെരുക്കൂല എന്ന് പറഞ്ഞ് മൂപ്പര് ഇങ്ങനെ അടിച്ചു പൊളിച്ചു പോകുന്നുണ്ട്. പിന്നെ മൂപ്പര് വേറൊരിടത്ത് മൂപ്പര് പറയുന്നുണ്ടെന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരീരത്തിൽ ഇരിക്കൂല എന്ന് പറഞ്ഞിട്ടില്ല, വസ്ത്രത്തിൽ ഇരിക്കൂല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിന് കക്കുകയാണ്. അതിന്റെ അപ്പുറത്തന്നെ നേരെ പറയുന്നുണ്ട് എന്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വസ്ത്രത്തിൽ ഈ ഇരിക്കൂല, പിന്നല്ലേ ശരീരത്തിൽ ഇരിക്കുക എന്നാ പറയണത്. അതുപോലെ ഈ അർത്ഥം വെച്ചതാണ്. പിന്നല്ലേ ശരീരത്തിൽ ഇരിക്കൂല, വസ്ത്രത്തിൽ തന്നെ ഇരിക്കൂല. റസൂലുള്ളാന്റെ ശരീരത്തിന്റെ ഫളല് കൊണ്ട് വസ്ത്രത്തിൽ തന്നെ ഈച്ചപ്രാണികൾ ഇരിക്കൂല, പിന്നല്ലേ തിരുശരീരത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞത് മൂപ്പൻ കട്ട് ചെയ്യാണ്. അത് ഇതുമാതിരി, അതായത് സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശത്തിൽ അവിടുന്ന് നടക്കുമ്പോൾ പിന്നെ നേല് കാണില്ല എന്ന് പറഞ്ഞാലോ. സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശത്തിൽ നടക്കണ കാലത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? സൂര്യന്റെയും ചന്ദ്രന്റെയും പ്രകാശത്തിൽ നടക്കുന്ന കാലത്ത് എന്ന് പറഞ്ഞാൽ സൂര്യന്റെയും ചന്ദ്രന്റെയും പിന്നെ ചുവട്ടിൽ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേലില്ല എന്നല്ലേ. അല്ലാതെ അതിന്റെ ചോട്ടിൽ കൂടി നടന്നു വരുമ്പോ മാത്രം ഇരിക്കുമ്പോ ഉണ്ടാവുന്ന. അങ്ങനെയാണെങ്കിൽ പലയിടത്തും അതിനങ്ങനെ അർത്ഥം വെക്കണ്ടേ? പല സ്ഥലങ്ങളിലും അതിനങ്ങനത്തെ അർത്ഥം വെക്കണ്ടേ? അപ്പോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അതൊക്കെ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട എല്ലാ ക്ലിപ്പുകളും അത് അയാള് തന്നെ പിന്നെ എന്താണ് അതിന്റെ നടത്തം എന്നതിന്റെ അർത്ഥം എന്ന് അയാള് തന്നെ വെക്കുന്നത് പല സ്ഥലങ്ങളിലും വേറുണ്ട്. അതൊക്കെ അടക്കമുള്ള ഒരു ക്ലിപ്പിംഗ് സംവിധാനമായിരുന്നു നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ എന്നത് വെക്കാതെ പോയതാണ്. അപ്പോ ഇതൊക്കെ ഈ മനുഷ്യന് ഇന്നാള് പറഞ്ഞ മാതിരിയാണ്. എങ്ങനെ
അപ്പൊ അതിന്റെ ചോട്ടിലും സൂര്യന്റെ ചോട്ടിലും കൂടി റസൂലുള്ളാഹിക്ക് നേലില്ല എന്ന് പറഞ്ഞപ്പോ സൂര്യന്റെ ചോട്ടിൽ മാത്രമാണ് ഇല്ലാത്തത് എന്ന് പറഞ്ഞില്ലേ. വെള്ളിയാഴ്ചയും 27 വെള്ളിയാഴ്ചയായിട്ടും വാപ്പ പള്ളിക്കൊക്കെ വന്നിട്ടില്ല എന്നൊരാൾ പറഞ്ഞ വാക്കിൽ എല്ലാ വക്തിനും അവല് വക്തിന് തന്നെ വാപ്പ പള്ളിക്കുണ്ടാവുന്ന അതിന്റെ അർത്ഥം. ആദ്യത്തെ തക്ബീറത്തുൽ ഇഹ്റാമിനോട് തന്നെ വാപ്പ ഉണ്ടാവുന്ന അതിന്റെ അർത്ഥം എല്ലാ വക്തിലും വാപ്പ പള്ളിക്കൊക്കെ തന്നെ വരൂലെന്നല്ലേ അതിന്റെ അർത്ഥം. ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും ഒഴിപ്പോയി ഓതണോ? ഈ അന്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാ സക്കാഫിയോട് കുടിയിൽ നിന്നോട് പൊട്ടനായി കൂടെ? നിങ്ങളൊന്ന് ആലോചിച്ചേക്കാ നിങ്ങൾ അല്ലെ? അവനാന്റെ കുടിയിൽ നിന്ന് അത്യാവശ്യം ഒരു ചെറിയ പൊട്ടന, അത് ഈ ഇപ്പൊ സക്കാഫിയായിട്ട് പരമ പൊട്ടനാകണോ അവിടെ പോയിട്ട്? നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളല്ലത് അല്ലേ? വെള്ളിയാഴ്ച 27 വാപ്പ പള്ളിക്കൊക്കെ പോയില്ല എന്ന് പറഞ്ഞാൽ വാപ്പ പള്ളിക്കൊക്കെ പോകാനില്ല എന്നതിന്റെ അർത്ഥം. സൂര്യന്റെ ചോട്ടിലും കൂടിയും റസൂലുള്ളാഹിക്ക് നേലുണ്ടാവൂല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ചങ്ങായി ഹൈമാക്സ് ലൈറ്റ് കത്തിയാലും കൂടിയും കാണൂല, പിന്നല്ല എന്റെ ടോർച്ച് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഹൈമാക്സ് ലൈറ്റിന്റെ ചോട്ടിൽ മാത്രം കാണൂല, ടോർച്ച് അടിച്ചാൽ കാണുന്ന എന്നാലോചിച്ചാൽ നിങ്ങൾ ഹൈമാക്സ് ലൈറ്റിന്റെ ചോട്ടിൽ മാത്രം ഈ സാധനം കാണുകയില്ല എന്നാണ് അതിനർത്ഥമാക്കേണ്ടത്. അങ്ങനെ അർത്ഥം വെക്കാൻ പറ്റുള്ളൂ എന്ന് ആരെങ്കിലും പറയോ? പിന്നല്ല എന്റെ ടോർച്ച് കൊണ്ട് പിന്നെ എങ്ങനെ ഹൈമാക്സിന്റെ ലൈറ്റ് കാണൂല എന്ന് പറഞ്ഞാൽ പിന്നെ ടോർച്ച് അടിച്ചിട്ട് കാണുമല്ലോ നോക്കണോ ഒരു കാര്യം? ഇതൊക്കെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ വിപരീതമായിട്ടാണ് മനസ്സിലാകുന്നു. മർക്കസിൽ പോയിക്കൊണ്ടെങ്കിൽ പിന്നെ എന്തിനാ മർക്കസിൽ പോകുന്നു? അവനാന്റെ വീട്ടിൽ നിന്നിട്ടൊരു സാമാന്യ പൊട്ടനായ പോലെ ഈ പരമ പൊട്ടനാകാൻ വേണ്ടി മർക്കസിൽ പോണോ? അല്ലേ? പിന്നെ ആൾക്കാരെ എങ്ങനെ പൊട്ടനാക്കുക എന്ന് പഠിക്കാനായിരിക്കും ചിലപ്പോൾ മർക്കസിൽ പോയിട്ടുണ്ടാകുക. അതായിരിക്കും. ഏതായാലും എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ 2 മണി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട ഗഫൂർ അൻബറ സാഹിബ് 3-3 പ്രാവശ്യമായി റൈസാലിയാണ് പാട്ട് പാടാൻ. അദ്ദേഹത്തിന് മൈക്ക് കൈമാറിക്കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു. ഏതായാലും നമ്മളിന്ന് പറയപ്പെട്ട മഹാന്മാരായ അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ ഒക്കെ ഹക്ക് ജാവ് ബർക്കത്ത് കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു തആല ആഖിബത്ത് നന്നായി മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അതുപോലെ തന്നെ മരണപ്പെട്ടു പോയ ആളുകൾക്കൊക്കെ, മുഅ്മിനീങ്ങൾക്കൊക്കെ, മുസ്ലിങ്ങൾക്കൊക്കെ, നമ്മുടെ സംഘടനാ പ്രവർത്തകർക്കും അല്ലാത്തവർക്കുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിനെ പ്രദാനം ചെയ്യുമാറാവട്ടെ. നാളെ നമ്മൾ മരിക്കുന്ന സമയത്ത് പരിപൂർണ്ണ ഈമാനോടുകൂടി മരണപ്പെട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകതകളെ കൊണ്ട് അല്ലാഹുവെ ഞങ്ങൾ എന്നോട് ചോദിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ ഖുസൂസിയത്തുകളെ കൊണ്ട് അല്ലാഹുവെ ഞങ്ങൾ എന്നോട് ചോദിക്കുന്നു. അല്ലാഹുവെ ഈ പറയപ്പെട്ടതൊക്കെ വലിയ മഹാന്മാര് പറഞ്ഞതാണ്. അതൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ അംഗീകരിച്ചതും അവർ പറഞ്ഞതും അവർ പാടിയതുമാണ് റബ്ബേ. അതുകൊണ്ട് ആ പ്രത്യേകതകളൊക്കെ പറയാനും പാടാനുമുള്ള തൗഫീക്കിനെ, അതൊക്കെ എന്നും അത് പാടുന്ന തലമുറയായി ഞങ്ങളെ തലമുറയെ നീ വളർത്തണേ തമ്പുരാനെ. ചെറിയൊരു ദുനിയാവിന്റെ ഏതെങ്കിലും ഒരു മുടിനാരികളുടെ ഒരു ലാഭത്തിന് വേണ്ടി പഠിച്ചവനെ അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി തങ്ങൾക്ക് അല്ലാഹുവെ നീ നൽകിയ ഖുസൂസിയത്തുകൾ അതില്ലാതെയാക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹുവെ ഞങ്ങളെ നീ പെടുത്തില്ല തമ്പുരാനെ. അല്ലാഹുവെ പ്രവാചകരുടെ മുഅ്ജിസത്ത് മുറിച്ചുകൊണ്ടൊരു സംഘടനയിൽ പ്രവർത്തിക്കാനുള്ള ഗതികേടിനെ ഞങ്ങൾക്ക് നീ നൽകല്ല തമ്പുരാനെ. ഇഖ്ലാസോടുകൂടി പരിശുദ്ധ സുന്നത്ത് ജമാഅത്തിന്റെ ഖാദിമീങ്ങളായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ ആശിഖീങ്ങളായി പ്രവാചക സ്നേഹത്തിൽ മരിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹുവെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവെ പ്രവാചകരുടെ കൂടെ ആ ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്ക് കുടുംബസമേതം ഈ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഇതൊരു കുടുംബമാണ് തമ്പുരാനെ. ഈ കുടുംബത്തിനും ഞങ്ങളുടെ ഓരോ കുടുംബങ്ങൾക്കും അല്ലാഹുവെ അവിടെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖിനെ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അതുപോലെ തന്നെ തെറ്റിദ്ധരിച്ച് സംഘടനാപരമായ ബന്ധങ്ങൾ ബന്ധനമായി മാറിയ ഞങ്ങളുടെ പഴയ സുഹൃത്തുക്കൾക്ക് അല്ലാഹുവെ കാര്യങ്ങൾ യഥാവിധി മനസ്സിലാക്കി ആ സംഘടനയുടെ ബന്ധങ്ങൾക്കപ്പുറം ബന്ധനമായി മാറിയതിനെ പൊട്ടിച്ചെറിഞ്ഞ്, ആ ചെങ്ങലകളെ പൊട്ടിച്ചെറിഞ്ഞ് യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിലേക്ക്, അതിന്റെ തറവാടായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖിനെ അല്ലാഹ് നീ കൊടുക്കണേ തമ്പുരാനെ. വിശ്വാസമൊക്കെ തകർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ന്യൂനതകൾ കണ്ടെത്താനുള്ള ശ്രമവുമായി നടക്കുന്ന ഒരു വിഭാഗമായി വഹാബികളെപ്പോലെ തരംതാണുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ പഴയ സുഹൃത്തുക്കളാണ് അല്ലാഹുവെ അവര്. ഞങ്ങളെ കുടുംബങ്ങളിൽപ്പെട്ടവരാണ് പടച്ചവനെ അവര്. ഞങ്ങളുടെ സുഹൃത്തുക്കളും ഞങ്ങളുടെ അയൽവാസികളും ആണ് തമ്പുരാനെ. ഒരു പള്ളിയിൽ
ജുമാ നമസ്കരിച്ചിരുന്നവരാണ് തമ്പുരാനെ. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് അവിടുന്ന് നൂറാണ് എന്ന് ഒരുമിച്ചിരുന്നു കൊണ്ട് പാടിയവരാണ് തമ്പുരാനെ ഞങ്ങൾ. അവിടത്തേക്ക് നേളില്ല എന്ന് ഒരുമിച്ചിരുന്ന് പാടിയവരാണ് തമ്പുരാനെ ഞങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേളില്ല എന്നും അവിടെ ഈച്ചപ്രാണികൾ ഇരിക്കുകയില്ല എന്നുമുള്ള ഈ അൽ മവാഹിബുൽ ജലിയ അടക്കമുള്ള പുസ്തകങ്ങൾ ഒരുമിച്ച് വാങ്ങിയവരാണ് തമ്പുരാനെ ഞങ്ങൾ. അത് പാടിയവരാണ് അല്ലാഹ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു തമ്പുരാനെ. സംഘടനാപരമായ എന്തോ സങ്കുചിതത്വം കൊണ്ട്, എന്തോ തെറ്റിദ്ധാരണ കൊണ്ട്, ഇബ്ലീസിന്റെ എന്തോ വഴിപിഴപ്പിക്കൽ കൊണ്ട് ഞങ്ങൾ സുഹൃത്തുക്കൾ അങ്ങനെ തെറ്റിദ്ധരിച്ചു മാറി നിന്നതാണ്. അവർക്ക് യഥാർത്ഥത്തിൽ ചിന്തിക്കാനുള്ള തൗഫീഖിനെ അല്ലാഹുവേ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ഈ ഓരോ വിഷയങ്ങൾ അവതരിപ്പിക്കലും ചർച്ചകളും ഒക്കെ പടച്ചവനെ പരിപൂർണ്ണ ഇഖ്ലാസിന്റെ മേലിലാക്കി തരണേ തമ്പുരാനെ. അതിൽ ഒരു വ്യക്തിപരമായ വിജയമോ വ്യക്തിപരമായ ഒരു പ്രഭാവമോ ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് ഞങ്ങൾക്ക് നീ തരില്ല തമ്പുരാനെ. അല്ലാഹുവേ അത് ഞങ്ങളുടെ ഒരു സുഹൃത്തിനെയെങ്കിലും സത്യത്തിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമാക്കി നീ മാറ്റിത്തരണേ തമ്പുരാനെ. പാപങ്ങൾ നിറഞ്ഞ ജീവിതമാണല്ലോ. ഒരു നല്ല കാര്യങ്ങളും ചെയ്യാനുള്ള യഥാർത്ഥത്തിലുള്ള തൗഫീഖ് ഞങ്ങൾക്കില്ല തമ്പുരാൻ. യഥാർത്ഥത്തിലുള്ള അവസരം ഞങ്ങൾക്കില്ല തമ്പുരാൻ. അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല നാഥ. അതുകൊണ്ട് ഈ പറയുന്നതും കേൾക്കുന്നതും ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്നതും അതുകൊണ്ട് ഞങ്ങളുടെ മനസ്സിൽ അല്ലാഹുവേ ഞങ്ങളുടെ ഒരു സുഹൃത്തിനെയെങ്കിലും ഞങ്ങളുടെ പഴയ ഒരു ചങ്ങാതിയെങ്കിലും പഴയ ഒരു സംഘടനാ രംഗത്തൊരുമിച്ച് നിന്ന് ഒരാളെയെങ്കിലും സത്യത്തിലേക്ക് കൊണ്ടുവരിക എന്ന ഒരൊറ്റ ഉദ്ദേശം, ആ നല്ലൊരു ഉദ്ദേശം മനസ്സിൽ വെച്ചിട്ടും ഭാവിയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ ന്യൂനതകൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു തലമുറ ജനിക്കാതിരിക്കണം, അങ്ങനത്തെ ഞങ്ങളുടെ വരുന്ന തലമുറക്ക് അങ്ങനത്തെ ഒരു വിശ്വാസം ഉണ്ടാകാതിരിക്കണം എന്നുള്ള സത്യമായ വളരെ ഇഖ്ലാസുള്ള നിഷ്കളങ്കമായ മനസ്സായിരിക്കണം പടച്ചവനെ. ആ മനസ്സിനെ ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഞങ്ങളുടെ വാക്കുകളിലോ ഞങ്ങളുടെ അവതരണങ്ങളിലോ ആർക്കെങ്കിലും പരിഹാസമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങൾക്ക് അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ കാര്യങ്ങൾ അവതരിപ്പിക്കുമ്പോഴും അത് കൃത്യമായി അത് ആളുകളിൽ ഫലിപ്പിക്കുമ്പോഴും അത് അതിൻ്റെതായ ചില ശൈലികൾ ഉപയോഗപ്പെടുത്തുമ്പോൾ ഞങ്ങളുടെ ചിലപ്പോൾ ന്യൂനത കൊണ്ടാവാം ആ ശൈലികൾ ഞങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ഞങ്ങളുടെ കമ്മി കൊണ്ടാവാം ഞങ്ങൾക്കത് ശരിക്കും അവതരിപ്പിച്ച് ഉസ്താദുമാരെ പോലെ പറഞ്ഞവതരിപ്പിക്കാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടാകാം ഞങ്ങൾ ഈ രൂപത്തിലുള്ള ശൈലികളൊക്കെ ചിലപ്പോൾ സ്വീകരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവരിലേക്ക് ആ സംഭവം എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ. പടച്ചവനെ, ഞങ്ങൾ അവർ തന്നെ മുമ്പ് അവരുടെ ക്ലാസ് റൂമിൽ പാടിയതാണ് റബ്ബെ ഞങ്ങൾ വെച്ചത്. അവർ തന്നെ ചർച്ച ചെയ്ത വിഷയങ്ങളാണ് അല്ലാഹുവെ ഞങ്ങൾ അവരെ കേൾപ്പിച്ചത്. എന്നിട്ടെങ്കിലും അവർക്ക് ബോധമുണ്ടാകാനാണ് റബ്ബെ അവരുടെ ആളുകൾ ഞങ്ങളുടെ ക്ലാസ് റൂമിൽ ഇതാ ഈ ഉടൻ തന്നെ ഞങ്ങളുടെ ക്ലാസ് റൂമിൽ എന്ന് ഞങ്ങൾ പറയുന്നത്. അത് അവർ പറഞ്ഞത് അവരുടെ വീഡിയോ അടക്കം അല്ലാഹുവെ ഞങ്ങൾ അവരെ കേൾപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നാളെ പടച്ചവനെ, ഈ സംഭവം ചെയ്തിട്ടില്ല, എന്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾ സത്യം മനസ്സിലാക്കി കൊടുത്തിട്ടില്ല എന്നൊരു ചോദ്യം ഞങ്ങൾക്ക് ഉണ്ടാകരുത് തമ്പുരാനെ. അത് ചെയ്തു എന്നതിന്റെ പേരിൽ അല്ലാഹുവെ ഞങ്ങൾക്ക് നീ സ്വർഗത്തെ തരണേ തമ്പുരാനെ. കാരണം വേറൊരു നന്മയും ചെയ്യാൻ എന്നെപ്പോലുള്ള സാധുക്കൾക്ക് സാധിക്കില്ല തമ്പുരാനെ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തപ്പിപ്പൊടിച്ചെടുത്ത് എന്തൊക്കെയോ ഒരു കുരുത്തത്തിന്റെ പേരിൽ ഞങ്ങളെ കൈകളിൽ അതെത്തുമ്പോൾ അത് കൃത്യമായി എത്രയോ ന്യൂനതകളുണ്ടെങ്കിലും അല്ലാഹുവെ അതെങ്ങനെങ്കിലും പറഞ്ഞൊപ്പിക്കാനുള്ള പടാപ്പടലുകൾ പെട്ടുകൊണ്ടാണ് അല്ലാഹുവെ ഞങ്ങളിതൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. അല്ലാഹുവെ അതിൽ ചിലപ്പോൾ കുറെ തെറ്റുകൾ ഉണ്ടാവാം. ഇബാറത്തുകളൊക്കെ എന്തെങ്കിലും കിതാബുകളുടെ പേരോ മറ്റോ പരമാവധി ഇബാറത്തുകൾ പറയാതിരിക്കാനുള്ള ശ്രമം നടത്താറുണ്ട്. എന്തെങ്കിലും പറഞ്ഞതിൽ എന്തെങ്കിലും അക്ഷരത്തിലോ അതിന്റെ ആക്കുകളിലോ അതിന്റെ ഉച്ചാരണങ്ങളിലൊക്കെ പിഴവ് സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ പരിപൂർണമല്ലാതെയായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിച്ചത് മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടാകാം. അല്ലാഹുവേ അതൊക്കെ ആ ന്യൂനതകളൊക്കെ പടച്ച തമ്പുരാൻ എന്റെ കാരുണ്യം കൊണ്ട് നീ അതൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് മാഫാക്കി തന്ന് ഒരു സാലിഹായ അമലായി ഞങ്ങളിൽ നിന്ന് സ്വീകരിച്ച് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ പ്രതിഫലമായി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊരുത്തം പ്രദാനം ചെയ്തു തരണേ നാഥാ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടി ദുആ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചു നിർത്തുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.